Hi dear students, a very pleasant good morning to all of you. നമ്മുടെ റാങ്ക് റെവല്യൂഷൻ നീറ്റ് യൂട്യൂബ് ലൈവ് സീരീസിന്റെ 4ാം ദിവസമാണ് ഇന്ന്. ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും 1, 2, 3 കഴിഞ്ഞ് നമ്മളൊരു ബ്രേക്ക് എടുത്തു. അത് ബ്രേക്ക് അല്ലായിരുന്നു. ഞാൻ ഇൻട്രൊഡക്ഷനിലെ ഫസ്റ്റ് ഡേ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രില്യൻറ്റിൻ്റെ കോമ്പിനേഷൻ എക്സാമിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ഈ ലൈവ് സീരീസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നലെ ആദ്യത്തെ യൂണിറ്റിൻ്റെ കോമ്പിനേഷൻ എക്സാം ആയിരുന്നു ബ്രില്യൻറ്റിൽ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ഗ്യാപ്പ് എടുത്തത്. ഇന്ന് വീണ്ടും അടുത്ത യൂണിറ്റുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും തുടങ്ങുകയാണ്. 5, 6, 7 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോയി വീണ്ടും ഒരു ബ്രേക്ക് എടുത്തിട്ടായിരിക്കും അടുത്തത് വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ 5, 6, 7 കഴിയുമ്പോഴേക്കും +1 and +2 81 ടോപ്പിക്സിലൂടെയും നമ്മളൊരു മാരത്തോൺ റൺ നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ലൈവിൻ്റെ ഭാഗമായിട്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിമാനം നെടുന്തൂണ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സാറാണ്, ടോണി സാറാണ്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്കെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള രസതന്ത്രത്തിൻ്റെ അനീഷ് സാറാണ് വരുന്നത്. ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡൈനമിക് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സാറാണ് വരുന്നത്, ഗൗതം സാർ. പിന്നെ നമ്മുടെ എല്ലാം ബ്യൂട്ടിഫുൾ ഷെറിൽ മിസ് ആണ് സുവോളജിയുമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു അടിപൊളി സെഷനാണ് ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും പറയും പോലെ നിങ്ങളുടെ കമൻസ് ആൻഡ് നിങ്ങളുടെ എനർജിയാണ് ഞങ്ങളുടെയും ഈ ലൈവിൻ്റെ എനർജി. അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ടോണി സാർ വളരെ ഈഗർലി വെയിറ്റിംഗ് ടു സീ യു ഓൾ. അപ്പോൾ സാർ പ്ലീസ്. സാറ് ഭയങ്കര സന്തോഷത്തോടെ ഓടി വരുവാണ് കേട്ടോ. അപ്പോൾ ടോണി സാറ് നിങ്ങളോടൊപ്പം ചേരുന്നു. സാർ ഞാൻ പൊയ്ക്കോട്ടെ? Thank you, miss. Hi students, good morning. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യൂണിറ്റ് 4 ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 4ൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം വിതൗട്ട് എനി ഡിലേ വിൽ സ്റ്റാർട്ട് ദ സെഷൻ. ഇപ്പോൾ സോളിഡ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ the Young's modulus of brass and steel respectively are 1 × 10⁻10 Newton per meter square and 2 × 10⁻10 Newton per meter square. A brass wire and a steel wire of the same length are extended by 1 millimeter under the same force. The radii of the brass and steel wires are RB and RS respectively. Then we need to relate the radius of these brass and steel wires. So നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫോർമുല connecting all these physical quantities is given by Young's modulus y equals FL by A delta L എന്നാണ് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ്, ബ്രാസും സ്റ്റീലും. സോ യങ്സ് മോഡുലസ് ഡിഫറെൻ്റ് ആണ്, ബട്ട് ദേ ഹാവ് ഗിവൻ ദാറ്റ് both these wires are having same length. So length ഇവിടെ constant ആണ്, and it's also extended by 1 millimeter. അപ്പോൾ രണ്ടിൻ്റെയും എക്സ്റ്റൻഷനും സെയിം ആണ്, and they are being extended by the same force എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഫും എല്ലും ഡെൽറ്റ എല്ലും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആകെയുള്ള വേരിയബിൾ ഏരിയ മാത്രമാണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് യങ്സ് മോഡുലസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് ഏരിയ ഇസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ് സ്ക്വയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ what I can do here is we can relate these two. Young's modulus of brass wire by Young's modulus of steel wire will be equal to radius of steel by radius of brass the whole square, and we can substitute these values. You will get the relation between these two. And then Young's modulus of brass is 1 × 10⁻10 and that for the steel is 2 × 10⁻10 അല്ലേ. That is equal to RS by RB the whole square. ഇത് റൂട്ട് എടുത്ത് like you can take the roots on both sides, so 1 by √2 equals RS by RB, and finally you will get the relation as RS is equal to RB by √2 എന്ന് കിട്ടും അല്ലേ. So what's the correct option for this question? Option number 2. അപ്പോൾ let's go to the next question. So question number 2, just a question on the വായിക്കുക. So a solid sphere of radius r
made up of material of bulk modulus B is surrounded by a liquid in a cylindrical container. A massless piston of area A floats on the surface of the liquid. When a mass m is placed on the piston to compress the liquid, the fractional change in the radius of the sphere is. അപ്പം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത് we have a cylindrical container which is completely filled with liquid, and we have a piston at the top like this, and this container is filled with a liquid, and we have a sphere placed inside the liquid like this. ഇനി ഇവർ അപ്പം പിസ്റ്റണിന് മാസ് ഒന്നും ഇല്ലെന്ന് അവർ പറയുന്നുണ്ട്. Now when we keep an additional mass capital M on the piston to compress the liquid, the fractional change in the radius of the sphere എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഈ പിസ്റ്റണിൻ്റെ മേളിൽ when you keep a mass, what happens? ഇതിൻ്റെ വെയിറ്റ് mg is acting downward, right? Due to that a pressure is created. So as soon as you place the block, what is the change in pressure here? Change in pressure is given by force by area. Force എന്ന് പറഞ്ഞാൽ mg ആണ്, divided by area. ഞാൻ ജസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് വേണ്ടത് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ആണല്ലേ. അപ്പോൾ എങ്ങനെ ഇതെല്ലാം കണക്ട് ചെയ്യുന്നത്? ബൾക്ക് മോഡുലസ് ഓഫ് ദ ലിക്വിഡ്, ഐ മീൻ ബൾക്ക് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ബോഡി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടെ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ദ റേഡിയസ് ആണല്ലേ. അപ്പം വോളിയം, ഈ സ്ഫിയറിൻ്റെ വോളിയം റേഡിയസും തമ്മിലുള്ള റിലേഷൻ ഇറ്റ്സ് V equals 4/3 pi r cube അല്ലേ. So you can say that volume is directly proportional to radius cube, correct? Or we can write radius proportional to V raised to 1/3. So units and measurements like കണ്ടിട്ടുള്ളതാണ്. എങ്ങനെ like if you have a relation between two physical quantities, fractional change നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാം അല്ലേ. ഡെൽറ്റ ആർ ബൈ ആർ വിൽ ബി ഈക്വൽ ടു 1/3 ടൈംസ് ഡെൽറ്റ വി ബൈ വി, കറക്റ്റ്. അപ്പോൾ ഡെൽറ്റ വി ബൈ വി നമുക്കില്ല ഇവിടെ, ജസ്റ്റ് ചേഞ്ച് ഇൻ പ്രഷർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഡെൽറ്റ വി ബൈ വി ഈ ചേഞ്ച് ഇൻ പ്രഷർ കണ്ടുപിടിക്കുന്നത്? ദാറ്റ് ഈസ് വി ഹാവ് എൻ ഇക്വേഷൻ ഓഫ് ബൾക്ക് മോഡുലസ്. വാട്ട് ഈസ് ബൾക്ക് മോഡുലസ്? ചേഞ്ച് ഇൻ പ്രഷർ ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഡെൽറ്റ വി ബൈ വി ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ പി ബൈ ബി, കറക്റ്റ്. ആൻഡ് ഡെൽറ്റ പിയുടെ വാല്യൂ is mg by a. You can substitute over there, so you will be getting it as mg by ab, LIBA. And this value of delta v by v you can substitute over here, so that you will get the fractional change in the radius. So what is it? 1/3 times mg by ab. അപ്പോൾ ഏതാണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ഓപ്ഷൻ? It is option number 2. Right? Let's go to the next question. So a cube of side 40 cm has its upper face displaced by 0.1 mm by a tangential force of 8 kN. The shearing modulus of the cube is the question. Appo the question is given that you have a cube and this cube is displaced by 0.1 mm by a tangential force. നമുക്ക് വേണമെങ്കിൽ ഇത് ഇക്വേഷൻ ഡയറക്റ്റ്ലി ഫോർമുല എഴുതാം. ഷിയർ മോഡുലസ്, what is the formula? Shear modulus is shear stress, that is force by area divided by shear strain. Shear strain you can write it as some x by L, correct? Now ഇവിടെ force is given as 8 kilonewton and area cube ആയതുകൊണ്ട് you can write the area as L square. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ലെങ്ത് ക്യാൻസൽ ആയി പോകും. So finally you will be getting it as F by XL അല്ലേ. And force is given in the question as 8 into 10 raised to 3 Newton
ആൻഡ് ഈ എക്സ് ആണ്, ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് 0.1 mm or 0.1 into 10 raised to -3 meter, and length is given as 40 centimeter. 40 centimeter means 40 by 100 meter. Correct. അപ്പോൾ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ ഇപ്പം 8ഉം 4ഉം കട്ടാകുമ്പോൾ തന്നെ ഫാക്ടർ 2 ആണ് വരുന്നത്. അപ്പോൾ either it's option 1 or 3. Let's cancel all this. ഇതൊരു 10 raised to -4 ഫാക്ടർ വരും, അത് മേളിലേക്ക് വരും, 10ഉം മേളിലേക്ക് വരുമ്പോഴേക്കും ആൻഡ് 4 and 8 ക്യാൻസൽ. സോ 2 ഇൻറ്റു മൊത്തം എത്ര ഫാക്ടർ വരും? 2 ഇൻറ്റു 10 raised to 8 ആയിരിക്കും പവർ വരുന്നത്. സോ ഇതാണ് ഫൈനൽ ആൻസർ. സോ ഓപ്ഷൻ 3 വിൽ ബി ദ ഫൈനൽ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. സോ 2 ഇൻറ്റു 10 raised to 8 ഇതൊക്കെ ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പം 3 ക്വസ്റ്റ്യൻ കണ്ടു. ഒന്ന് യങ്സ് മോഡുലസ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ, പിന്നെ ബൾക്ക് മോഡുലസ് ആൻഡ് ഫൈനലി ഷിയർ മോഡുലസ്. ഇനി ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ക്വസ്റ്റ്യൻ വായിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. If rho is the density of material of the wire and sigma is the breaking stress, the greatest length of the wire that can hang freely without breaking is. അപ്പോൾ ഒരു വയറിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ബ്രേക്കിംഗ് സ്ട്രെസ് തന്നിട്ടുണ്ട്. അപ്പം അവർ പറയുന്ന ആ വയറിന് എത്രമാത്രം മാക്സിമം എത്രമാത്രം ലെങ്ത്ത് ഉണ്ടാവും സോ ദാറ്റ് ദ വയർ വോണ്ട് ബ്രേക്ക് അല്ലേ. നമുക്ക് ജസ്റ്റ് ഒരു ഡയഗ്രാം ഇവിടെ വരയ്ക്കാം. സോ ഈ വയർ ബ്രേക്ക് ചെയ്യാനുള്ള ഏറ്റവും ഹയസ്റ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എവിടെയാണോ ടെൻഷൻ മാക്സിമം ആയിട്ടുള്ളത്. നമുക്കറിയാം ഹാങ്ങിങ് വയർ അതിൻ്റെ വെയിറ്റ് കാരണം ദ ടെൻഷൻ ഇസ് വേരിയബിൾ. ടെൻഷൻ മിനിമം ബോട്ടം മോസ്റ്റ് പോയിൻറ്റിലാണ്. ബോട്ടം മോസ്റ്റ് പോയിൻറ്റിലെ ടെൻഷൻ എത്രയാണ്? 0. ആൻഡ് മാക്സിമം ടെൻഷൻ ടോപ്പ് മോസ്റ്റ് പോയിൻറ്റിലാണ്. ആൻഡ് വി നോ ദ ടെൻഷൻ അറ്റ് എനി പോയിൻറ്റ് ഇസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ പാർട്ട് ബിലോ ഇറ്റ്. അപ്പോൾ ഈ പോയിൻറ്റിലെ ടെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ പോയിൻ്റ് താഴെയുള്ള കംപ്ലീറ്റ് വെയിറ്റ് എടുത്താൽ മതി. സോ ടെൻഷൻ അറ്റ് ദിസ് പോയിൻറ്റ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ പാർട്ട് ബിലോ ഇട്ട് എന്ന് പറഞ്ഞാൽ mg. അപ്പോൾ ഹയ്യസ്റ്റ് ടെൻഷൻ ഈ ടോപ്പ് മോസ്റ്റ് പോയിൻറ്റിലാണ്. അപ്പോൾ ഈ ടോപ്പ് മോസ്റ്റ് പോയിൻറ്റിൽ നിന്നായിരിക്കും ബ്രേക്ക് ചെയ്യാൻ ഹയ്യസ്റ്റ് ചാൻസ് ഉള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഫോർ ദ ബ്രേക്കിംഗ് സ്ട്രെസ് ക്യാൻ ബി റിട്ടൺ ആസ് സ്ട്രെസ് ഇസ് റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ. അവിടെ റീസ്റ്റോറിങ് ഫോഴ്സിന് പകരം ഈ ടോപ്പ് മോസ്റ്റ് പോയിൻറ്റിലെ ടെൻഷൻ എടുക്കും, ബിക്കോസ് ടോപ്പ് മോസ്റ്റ് പോയിൻറ്റിലെ ടെൻഷനാണ് മാക്സിമം ടെൻഷൻ. സോ സിഗ്മ വിൽ ബി ഈക്വൽ ടു mg ബൈ ഏരിയ. ഇനി നമുക്ക് മാസ് ഒന്നും ക്വസ്റ്റനിൽ തന്നിട്ടില്ല, ഡെൻസിറ്റിയാണ് തന്നിട്ടുള്ളത്. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലെങ്ത് ആണ്. അപ്പം മാസിനെ നമുക്ക് എങ്ങനെയായിരിക്കും എഴുതാൻ പറ്റുക? മാസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ആൻഡ് വയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്, ഇൻറ്റു g ഡിവൈഡ് ബൈ ഏരിയ. അപ്പോൾ ഇവിടെ ഏരിയ ഗെറ്റ്സ് ക്യാൻസൽഡ് ആൻഡ് റിമൈനിങ് യു ക്യാൻ റൈറ്റ് ലെങ്ത് ആസ് L ഈക്വൽസ് സിഗ്മ ബൈ ρg. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ഓപ്ഷൻ. അപ്പം എപ്പോഴും ഓർത്തിരിക്കുക, ഒരു വയർ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയാണോ ഹയ്യസ്റ്റ് ടെൻഷൻ ആ പോയിൻ്റ് വെച്ചായിരിക്കും ബ്രേക്ക് ആവുന്നത്. നമുക്കറിയാം ഒരു ഹാങ്ങിങ് വയർ അതിൻ്റെ മാസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ടെൻഷൻ വേരീസ്. ടെൻഷൻ മിനിമം ലോവസ്റ്റ് പോയിൻറ്റിലും ടെൻഷൻ മാക്സിമം ഹയ്യസ്റ്റ് പോയിൻറ്റിലും ആയിരിക്കും. അപ്പോൾ ഹയ്യസ്റ്റ് പോയിൻറ്റിലാണ് ബ്രേക്ക് ചെയ്യാൻ ചാൻസ്. അപ്പോൾ നമ്മൾ സ്ട്രെസ് റീസ്റ്റോറിങ് ഫോഴ്സ് എടുക്കുമ്പോഴേക്കും ഹയ്യസ്റ്റ് പോയിൻറ്റിലെ ടെൻഷൻ എടുത്ത് വേണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യാൻ ഞാൻ ഒരു 30 സെക്കൻഡ്സ് തരാം. ജസ്റ്റ് വായിച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. എന്താണ് പറയുന്നത്? റബ്ബർ കോഡ് ഓഫ് എ കാറ്റപുൾട്ട് ഹാസ് എ ക്രോസ് സെക്ഷണൽ ഏരിയ 1 mm² ആൻഡ് എ ടോട്ടൽ അൺസ്ട്രെച്ച്ഡ് ലെങ്ത് ഓഫ് 10 cm.
It is stretched to 12 centimeter and then released to project a particle of mass 5 kg. Calculate the velocity of projection. അതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഒരു റബ്ബർ കോഡ് എടുത്തിട്ട് നമ്മളതിനെ 10 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ നാച്ചുറൽ ലെങ്ത്. ആ 10 സെൻറ്റിമീറ്ററിൽ നിന്ന് വി ആർ എക്സ്റ്റെൻഡിങ് ഇറ്റ് 12 സെൻറ്റിമീറ്റർ. സോ വാട്ട് ഇസ് എ ചേഞ്ച് ഇൻ ലെങ്ത് ഹിയർ? ഇറ്റ്സ് 2 സെൻറ്റിമീറ്റർ അല്ലേ. 12 മൈനസ് 10 ചെയ്യുമ്പോഴേക്കും 2 സെൻറ്റിമീറ്ററാണ് ചേഞ്ച് ഇൻ ലെങ്ത് വരുന്നത്. ബേസിക്കലി നമ്മൾ ഈ വയറിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴേക്കും വയറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ആവുകയാണ്. ഇനി എന്നിട്ട് നമ്മളൊരു മാസ് വെൻ യു കീപ്പ് ഇറ്റ് അറ്റ് ദ എൻഡ് ആൻഡ് വെൻ യു പ്രൊജക്റ്റ് ഇറ്റ് വാട്ട് ഹാപ്പൻസ് ഇസ് ഈ പാർട്ടിക്കിളിന് കിട്ടുന്ന കൈനറ്റിക് എനർജി, ദാറ്റ് ഇസ് ദ കൈനറ്റിക് എനർജി ഗെയിൻഡ് ബൈ ദിസ് പാർട്ടിക്കിൾ വിൽ ബി ഈക്വൽ ടു ദ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. And how can you write the elastic potential energy over here? Elastic potential energy is half into load into extension അല്ലേ, അല്ല half into F into delta L എന്ന് എഴുതാം. And force can be written as YA delta L by L. Correct? അപ്പോൾ ഫോഴ്സിൻ്റെ ഫോർമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So you will be getting like half m v square equals half into YA delta L square by L എന്ന് വരും. കറക്റ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി വാല്യൂ ആണ്. നമുക്ക് ഓരോ ഫാക്ടറായിട്ട് കട്ട് ചെയ്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് വി എന്ന് പറയുന്നത് YA by L ഇൻറ്റു എം മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ എൽ സ്ക്വയർ അണ്ടർ റൂട്ട് എന്ന് കിട്ടും. നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് ലെറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട്. Young's modulus is given in the question as 5 into 10 raised to 8. Area is given as 1 millimeter square. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി മീറ്റർ ആക്കുവാണ്. സോ 1 millimeter square എന്ന് പറയുമ്പോഴേക്കും 10 raised to -6 meter വരും അല്ലേ. divided by mass 5 gram. അപ്പോൾ 5 ഗ്രാമിന് 5 by 1000 അല്ലെങ്കിൽ 5 into 10 ratio -3 കിലോഗ്രാം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് ലെങ്ത് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഒറിജിനൽ ലെങ്ത് എടുക്കണം. ദാറ്റ് അൺസ്ട്രെച്ച്ഡ് ലെങ്ത് തന്നെ എടുക്കണം. സോ ദാറ്റ് ഇസ് 10 സെൻറ്റിമീറ്റർ ഓർ 10 into 10 raised to -2 അല്ലേ, ഇൻറ്റു ഡെൽറ്റ എൽ സ്ക്വയർ. അപ്പോൾ ഡെൽറ്റ എൽ സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോഴേക്കും ഡെൽറ്റ എൽ വരും അല്ലേ. അതപ്പോൾ നമുക്ക് പുറത്ത് എഴുതാം. ആൻഡ് ഡെൽറ്റ എൽ ഇസ് നത്തിങ് ബട്ട് 2 സെൻറ്റിമീറ്റർ അല്ലേ. സോ ദാറ്റ് വിൽ ബി 2 സെൻറ്റിമീറ്റർ 2/100 അല്ലേ. അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും സോ 5 കട്ടായി പോവും. പിന്നെ പവേഴ്സ് എല്ലാം സോൾവ് ചെയ്യുമ്പോഴേക്കും ലൈക്ക് ഇവിടെ ഒരു ന്യൂമറേറ്ററിലൊരു 10 raised to ന്യൂമറേറ്ററിലൊരു 10 raised to 2 ഫാക്ടർ വരും. ആൻഡ് ഈ 10 raised to -3 മുകളിലേക്ക് പോകുമ്പോൾ അതൊരു 10 raised to 5 ആവും. പിന്നെ 10 കട്ടാകുമ്പോൾ 10 raised to 4. പിന്നെ വീണ്ടും 10 raised to -2 മുകളിൽ പോകുമ്പോൾ 10 raised to 6 ആവും ഇൻറ്റു 2/100. അപ്പോൾ റൂട്ട് ഓഫ് 10 raised to 6 വിൽ ബി 1000 ഇൻറ്റു 2/100 എന്ന് വരും. സോ വാട്ട്സ് ദ ഫൈനൽ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? എത്ര വരും? 20 meter per second എന്ന് വരും. 20 meter per second എന്ന് വരും. സോ തേർഡ് ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത കൺസെപ്റ്റ് എന്താണ്? കൺസർവേഷൻ ഓഫ് എനർജിയാണ്, മെക്കാനിക്കൽ എനർജിയാണ്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി വി ഹാവ് ഇക്വേറ്റഡ് വിത്ത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. ബോഡിയുടെ പോയിൻറ്റ് മാസിൻ്റെ കൈനറ്റിക് എനർജി വി ഹാവ് ഇക്വേറ്റഡ് വിത്ത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ കോഡ് ഓവർ ദർ, കോഡ് ഓർ വയർ ഓവർ ദർ അല്ലേ. അങ്ങനെ വെച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്. Now let's go to the next question. Just a question by so the length of the wire when mass m1 is hung from it is L1 and is L2 when both m1 and m2 is hanging. The natural length of the wire is so in the question it says that
നമ്മുടെ കയ്യിലൊരു വയറുണ്ട്. വയറിൻ്റെ എൻഡിൽ ഒരു ബ്ലോക്ക് ഓഫ് മാസ് M1 മാത്രം അറ്റാച്ച് ചെയ്യുമ്പോഴേക്കും വയറിൻ്റെ ലെങ്ത് is L1, and it's also given as when you attach both these blocks, that is M1 ഉം M2 ഉം രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടെ വയറിന് എക്സ്റ്റൻഷൻ ഉണ്ടാവും അല്ലേ. കാര്യം ഇവിടെ ഡീഫോമിങ് ഫോഴ്സ് ഇൻക്രീസ് ആവുകയാണ് അല്ലേ. സോ ആ സമയത്ത് യു ഹാവ് ദ ലെങ്ത് ആസ് L2. അപ്പോൾ ഈ ബ്ലോക്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ദ വയർ വിൽ ബി ഹാവിങ് ഇറ്റ്സ് നാച്ചുറൽ ലെങ്ത് അല്ലേ. ലെറ്റ്സ് സേ ദ നാച്ചുറൽ ലെങ്ത് ഓഫ് ദ വയർ, ലെറ്റ്സ് അസ്യൂം ഇറ്റ് ആസ് L0. നാച്ചുറൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്ലോക്സ് ഒക്കെ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ വയർ അൺസ്ട്രെച്ച്ഡ് ആയിരുന്നു, അപ്പോൾ ഉള്ള ലെങ്ത് L0. ആൻഡ് ഈ നാച്ചുറൽ ലെങ്താണ് ഈ ക്വസ്റ്റനിൽ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഇത് സോൾവ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റനിൽ വയർ മാസ്ലെസ് ആണ്, അപ്പം ടെൻഷൻ എല്ലാ പോയിന്റിലും സെയിം ആയിരിക്കും. അപ്പോൾ ലെറ്റ്സ് സേ ടെൻഷൻ ഓവർ ഹിയർ ഇസ് T1. നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ദിസ് T1 ഈസ് ബാലൻസിങ് the weight of the block alle. So I can write it as T1 equals M1G, whereas the tension developed in the second case is equal to the weight of both blocks combined. So I can say that T2 is equal to M1 plus M2 into G. ഇനി എങ്ങനെ ഇതെല്ലാം റിലേറ്റ് ചെയ്യും? നമുക്ക് കണ്ടുപിടിക്കേണ്ട നാച്ചുറൽ ലെങ്ത് ആണല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കേസിൽ ഞാൻ യങ്സ് മോഡുലസിൻ്റെ ഫോർമുല എഴുതും. ഇറ്റ് ഈസ് y ഈക്വൽസ് FL ബൈ A ഡെൽറ്റ അല്ല, വേറെ F എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിങ് ഫോഴ്സ് ആണ്. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സിന് പകരം T1 ആണ്. T1 ഇസ് നത്തിങ് ബട്ട് M1G. സോ M1G ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ once again യങ്സ് മോഡുലസ് ഇസ് F ഇൻറ്റു L ബൈ A ഡെൽറ്റ L ആണ്. അപ്പം റീസ്റ്റോറിങ് ഫോഴ്സ് ഇസ് M1G ഇൻറ്റു ലെങ്ത് എന്ന് പറയുമ്പോഴേക്കും ഡോണ്ട് റൈറ്റ് ഹിയർ L1. അതിൻ്റെ നാച്ചുറൽ ലെങ്ത് ആണ് നമ്മൾ എഴുതേണ്ടത്, L0 ആണ് എഴുതേണ്ടത്. ബി കെയർഫുൾ. once again യങ്സ് മോഡുലസ് when you write F ഇൻറ്റു L ബൈ A ഡെൽറ്റ L, ഈ L എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലെങ്ത് ഓഫ് ദ വയറാണ്. ബി കെയർഫുൾ. അല്ലാതെ ഫൈനൽ സ്ട്രെച്ച്ഡ് ലെങ്ത് അല്ല നമ്മൾ എഴുതേണ്ടത്, അൺസ്ട്രെച്ച്ഡ് ലെങ്ത് വേണം എഴുതാൻ. ആൻഡ് ഡിവൈഡഡ് ബൈ A ഇൻറ്റു വാട്ട് ഇസ് ചേഞ്ച് ഇൻ ലെങ്ത്. ആദ്യത്തെ കേസ് ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണ്? നാച്ചുറൽ ലെങ്ത് L0 ആണ്. ആ L0ൽ നിന്ന് L1ലേക്ക് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴേക്കും, ഐ മീൻ വയർ സ്ട്രെച്ച് ആകുമ്പോഴേക്കും ദ ചേഞ്ച് ഇൻ ലെങ്ത് വിൽ ബി L1 മൈനസ് L0 അല്ലേ. സിമിലർലി സെക്കൻഡ് വയറിൻ്റെ കേസിൽ ഈ സെയിം ഫോമിൽ എഴുതുമ്പോൾ യങ്സ് മോഡുലസ് വുഡ് ബി M1 പ്ലസ് M2 ഇൻറ്റു G ഇൻറ്റു നാച്ചുറൽ ലെങ്ത് L0 ആണ് ഡിവൈഡ് ബൈ A ഇൻറ്റു വാട്ട് ഇസ് എ ചേഞ്ച് ഇൻ ലെങ്ത്. സെക്കൻഡ് വയർ നമ്മൾ ലൈക്ക് ഇനിഷ്യൽ ലെങ്ത് L0 ആൻഡ് ഫൈനലി വി ആർ ഇൻക്രീസിങ് ഇറ്റ് ടു L2. അപ്പം ദ ചേഞ്ച് ഇൻ ലെങ്ത് വിൽ ബി L2 മൈനസ് L0 അല്ലേ. സോ രണ്ട് ഇക്വേഷൻ്റെയും LHS സെയിം ആണ്, 1 ഉം 2ൻ്റെയും. സോ യു ക്യാൻ ജസ്റ്റ് ഇക്വേറ്റ് ദ RHS. So I'm just equating the RHS. So M1G into L0 divided by A into L1 minus L0 equals M1 plus M2 into G into L0 divided by A into L2 minus L0 എന്ന് വരും. അപ്പോൾ എന്തൊക്കെ ക്യാൻസൽ ആകും രണ്ട് സൈഡിൽ നിന്നും? GL0 gets cancelled, area gets cancelled. ഇനി നിങ്ങളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യണം. ലെറ്റ്സ് കണ്ടിന്യൂ. I'm bringing this factor to the left side, ഇത് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ M1 multiplied by L2, so M1 L2 minus M1 L0, that is equal to right side will be M1 L1 plus M2 L1 minus
M1 L0 മൈനസ് M2 L0 എന്ന് വരും അല്ലേ. അപ്പോൾ രണ്ട് സൈഡിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ലെറ്റ്സ് ക്യാൻസൽ. അപ്പോൾ M1 L0 gets cancelled and our aim is to find out L0. അപ്പോൾ നമുക്ക് ഈ ഫാക്ടറിനെ റൈറ്റ് സൈഡിലേക്കും ഈ ഫാക്ടറിനെ ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടുവരാം. സോ യു വിൽ ബി ഗെറ്റിംഗ് M2 L0 equals M1 L1 plus M2 L1 plus M1 L2 എന്ന് വരും. സോ L0 will be നമ്മൾ ഈ ഫാക്ടേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് M2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ഇറ്റ് വിൽ ബി M1 by M2 into L1 plus M2 ക്യാൻസൽ ആയിപ്പോൾ ഇവിടെ പ്ലസ് അഗെയിൻ M1 by M2 into L2 എന്ന് വരും അല്ലേ. അപ്പോൾ M1 by M2 കോമൺ എടുക്കുവാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് M1 by M2 into എന്ത് വരും L1 plus L2 plus L1 എന്ന് വരും. കറക്റ്റ്. അപ്പം ദാറ്റ്സ് എ ഫൈനൽ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് ഓപ്ഷനാണ് മാച്ച് ആവുന്നത് ഇവിടെ? നമുക്ക് ഓപ്ഷൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. സോ ഓപ്ഷൻ കണ്ടിട്ട് ഫസ്റ്റ് ഓപ്ഷനാണല്ലേ മാച്ച് ആവുന്നത്. M1 by M2 into L1 plus L2 അല്ലേ. എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നപ്പോൾ അതിനൊരു മൈനസ് ഇട്ടില്ല. ഇത് മൈനസാണ്. അപ്പോൾ L1 plus L2 അല്ല വരുന്നത്, L1 മൈനസ് L2 ആണ് വരുന്നത്. ഓക്കെ. എനിവേസ് നമുക്ക് കിട്ടാൻ പോകുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഓപ്ഷനാണ്? M1 by M2 into L1 minus L2 plus L1 എന്ന് പറയുമ്പോഴേക്കും the only option which is matching will be the first option അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നാച്ചുറൽ ലെങ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളിവിടെ യങ്സ് മോഡുലസിൻ്റെ ഫോമുല എഴുതുമ്പോഴേക്കും സ്ട്രെച്ച്ഡ് ലെങ്ത് അല്ല കൊടുക്കേണ്ടത്, അൺസ്ട്രെച്ച്ഡ് ലെങ്ത് ആണ് കൊടുക്കേണ്ടത്. ബി കെയർഫുൾ. ഓക്കെ. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം സോളിഡ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ ഫ്ലൂയിഡ്സിലെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇത് buoyancy എന്നുള്ള ക്വസ്റ്റ്യനാണ്. സോ വിൽ സീ ദിസ്. A block of wood floats in water with 4/5 of its volume submerged. If the same block just floats with completely immersed in a liquid, then the density of the liquid is. ഇതാണ് question. So initially it's given that we are having a wooden block. It is immersed in water with 4/5 of its volume submerged. Initially liquid എന്ന് പറയുന്നത് വാട്ടർ ആണ് ആൻഡ് 4/5 പാർട്ട് സബ്മേർജ്ഡ് ആയിട്ടുണ്ട് അല്ലേ. ഇനി if the same block just floats in a liquid, what do you mean by just floats? Just floats എന്ന് പറയുമ്പോഴേക്കും it's already given that completely immersed അല്ലേ. അപ്പം ആ പെർട്ടിക്കുലർ ലിക്വിഡിൽ ഈ ബോഡി, ഈ വുഡൻ ബ്ലോക്ക് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് എന്ന് പറയുമ്പോഴേക്കും ഡയഗ്രാം ഇങ്ങനെ വരും. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ടത് ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ലെറ്റ്സ് സേ ദിസ് ലിക്വിഡ്സ് ഡെൻസിറ്റി ഇസ് റോ എൽ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഇവിടുത്തെ ഡെൻസിറ്റി നമുക്കറിയാം, ഇത് വാട്ടർ ആയതുകൊണ്ട് വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാം അല്ലേ, 1000 kg/m³. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഫ്രാക്ഷൻ ഇമേഴ്സ്ഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫ്രാക്ഷൻ ഇമേഴ്സ്ഡ് ഈസ് ഗിവൺ ബൈ ഡെൻസിറ്റി ഓഫ് ദ ബോഡി ബൈ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഫ്രാക്ഷൻ ഇമേഴ്സ്ഡ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് 4/5. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക്, ആൻഡ് ദ ലിക്വിഡ് ഓവർ ഹിയർ ഇസ് നത്തിങ് ബട്ട് വാട്ടർ അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് ഈ സോളിഡ് ബോഡിയുടെ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. ലെറ്റ്സ് സേ ഇറ്റ്സ് ഡെൻസിറ്റി സിഗ്മ. ഈ സിഗ്മ എത്ര വരും? സിഗ്മ ഇസ് ഗിവൺ ബൈ 4/5 ടൈംസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. 4/5 ടൈംസ് 1000 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 800 kg/m³ എന്ന് വരും.
Same equation നമുക്ക് ഈ സെക്കൻഡ് കേസിൽ ഉപയോഗിക്കാം. ഫ്രാക്ഷൻ ഇമേഴ്സ്ഡ് ദാറ്റ്സ് ഗിവൺ ബൈ ഡെൻസിറ്റി ഓഫ് ദ ബോഡി ബൈ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദ കംപ്ലീറ്റ് വോളിയം ഓഫ് ദ ബോഡി ഈസ് ഇമേഴ്സ്ഡ് അല്ലേ? കറക്റ്റ് അല്ലേ? ഫ്രാക്ഷൻ ഇമേഴ്സിൻ്റെ ബേസിക് ഫോമുല എന്താ? ഇമേഴ്സ്ഡ് വോളിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. നോക്കിക്കഴിഞ്ഞാൽ ഇമേഴ്സ്ഡ് വോളിയം ടോട്ടൽ വോളിയം സെയിം ആണ്. സോ ഫ്രാക്ഷൻ ഇമേഴ്സ്ഡ് 1 ആണ് ഈ കേസിൽ അല്ലേ? അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ ഇമേഴ്സ് 1 എന്ന് എഴുതും, which means that density of the body will be same as density of liquid. Correct? അപ്പോൾ density of the body already നമ്മൾ 800 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. So density of liquid will be what? It's nothing but 800 എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റനിൽ ഫ്രാക്ഷൻ ഇമേഴ്സ് കൺസെപ്റ്റ് രണ്ട് കേസിലും യൂസ് ചെയ്താണ് സോൾവ് ചെയ്തത് അല്ലേ? ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? Now let's go to the next question. So question നമുക്ക് വായിക്കാം. The neck and bottom of a bottle are 3 cm and 15 cm in radius respectively. If the cork is pressed with a force of 12 Newton in the neck of the bottle, then the force exerted on the bottom of the bottle is. ഇത് പാസ്കൽസ് ലോ ബേസ് ചെയ്തുള്ളൊരു ക്വസ്റ്റൻ ആണല്ലേ? നമുക്ക് when you apply a force, basically what happens here, pressure remains same അല്ലേ? That is pressure at the neck and bottom of the bottle. നെക്കിലെ പ്രഷറും ബോട്ടത്തിലെ പ്രഷർ, നെക്കിലെ പ്രഷർ let's say P1, ബോട്ടത്തിലെ പ്രഷർ P2, ഈ രണ്ട് പ്രഷേഴ്സും സെയിം ആവണം. കറക്റ്റ്? ആൻഡ് ഈ P1 can be written as F1 by A1, that is equal to P2 is given by F2 by A2 അല്ലേ? And what is F1? കോർക്കിലെ ഫോഴ്സ് തന്നിട്ടുണ്ട്. I mean, if the cork is pressed with a force of 12 Newton in the neck of the bottle, അപ്പം നെക്കിലെ ഫോഴ്സ് തന്നിട്ടുണ്ട് 12 Newton. So I am just writing the force 12 by നെക്കിലെ ഏരിയ is 3, I mean radius അല്ലേ? റേഡിയസ് 3 തന്നിട്ടുണ്ട്. So area will be pi into r square, so pi into 3 square. റേഷ്യോ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ യൂണിറ്റ് ഒന്നും കൺവേർട്ട് ചെയ്യുന്നില്ല, മീറ്ററിലൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് pi into 3 square എന്ന് എഴുതുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, now we need to find out what is the force exerted on the bottom of the bottle അല്ലേ? that let's say F2 divided by അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ റേഡിയസ് 15 ആയതുകൊണ്ട് it will be pi into 15 square. ഇത് സോൾവ് ചെയ്യുമ്പോഴേക്കും എന്ത് കിട്ടും? F2 will be 15 by 3 the whole square, right, into 12. അപ്പോൾ 5 square into 12, 25 into 12 വരും. 25 into 12 എന്ന് പറയുമ്പോഴേക്കും എത്രയാണ് വരുന്നത്? When you solve it will be 300 Newton. അപ്പോൾ ഈ ക്വസ്റ്റൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്കൽസ് ലോ ആണ്. നമ്മൾ when you apply the force at neck and bottom, ഇവിടുത്തെ എന്താ പറയുക, പ്രഷർ വിൽ ബി സെയിം at the neck as well as at the bottom അല്ലേ ഓഫ് ദ ബോട്ടിൽ. അപ്പോൾ പാസ്കൽസ് ലോ ബേസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. അപ്പം ഇതൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ. So I'll read the question. Two spheres of volume 250 cc each but of relative density 0.8 and 1.2 are connected by a string and the combination is immersed in a liquid. The tension in the string is. So നമ്മുടെ കയ്യിൽ രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്, വോളിയം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഫിയേഴ്സിൻ്റെ, and they are connected by strings അല്ലേ? And these bodies are immersed in a liquid. Now we are supposed to find out, and ഈ ബോഡീസിൻ്റെ ഡെൻസിറ്റി വോളിയം സെയിം ആണ്, ബട്ട് ഡെൻസിറ്റീസ് ഡിഫറെൻ്റ് ആണ്. സോ ഫസ്റ്റ് ബോഡിയുടെ ഡെൻസിറ്റി ഞാൻ സിഗ്മ 1 എന്ന് നെയിം ചെയ്യുകയാണ്, സെക്കൻഡ് ബോഡിയുടെ ഡെൻസിറ്റി സിഗ്മ 2. നമ്മളിവിടെ ലെറ്റ്സ് ഡ്രോ ദ ഫ്രീ ബോഡിയുടെ, ഈ ക്വസ്റ്റനിൽ ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം വെൻ യു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം, ഫസ്റ്റ് ബോഡിക്ക് ഇറ്റ്സ് വെയിറ്റ് ഇസ് ആക്ടിങ് ഡൗൺവേർഡ് and we have buoyant force acting upward, and second body നോക്കിക്കഴിഞ്ഞാൽ and the weight is acting downward and buoyant force is acting upward. So we will mark it as W1, FB1, FB2
and W2. And tension is a pulling force. അപ്പോൾ ടെൻഷൻ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ യു ഷുഡ് മാർക്ക് എവേ ഫ്രം ദ ബോഡി അല്ലേ. മേലത്തെ ബോഡിക്ക് ടെൻഷൻ എവേ എന്ന് പറയുമ്പോഴേക്കും താഴേക്ക്, താഴത്തെ ബോഡിക്ക് ടെൻഷൻ എവേ എന്ന് പറയുമ്പോഴേക്കും മേളിലേക്ക്. ഇങ്ങനെ വേണം നമ്മൾ ടെൻഷൻ മാർക്ക് ചെയ്യാൻ. ഇനി ഇൻഡിവിജ്വലി ഓരോ ബോഡിയുടെയും ഫ്രീ ബോഡി ഡയഗ്രാം എടുത്തിട്ട് അതിൻ്റെ ഫോഴ്സസ് ബാലൻസ് ചെയ്യണം. കറക്റ്റ്. സോ നമ്മൾ ഫസ്റ്റ് ബോഡി എടുക്കുകയാണെങ്കിൽ ദ അപ്വേർഡ് ഫോഴ്സ് ഐ എം ബാലൻസിങ് വിത്ത് ദ ഡൗൺവേർഡ് ഫോഴ്സ്. സോ ഫോർ ദ ഫസ്റ്റ് ബോഡി FB1 is equal to T plus W1. And for the second body, the upward force I am balancing with the downward force. So on the area T plus FB2, that is equal to the downward force, that is W2. രണ്ട് സ്ഫിയറിൻ്റെയും വോളിയം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. വോളിയം സെയിം ആണെങ്കിൽ എന്തായിരിക്കും സെയിം? ബോയൻ ഫോഴ്സ് സെയിം ആയിരിക്കും അല്ലേ. ബിക്കോസ് ബോയൻ ഫോഴ്സ് ഇസ് ഗിവൺ ബൈ വോളിയം ഇമേഴ്സ്ഡ് അല്ലേ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു ജി. അപ്പോൾ രണ്ട് സ്ഫിയറിൻ്റെയും വോളിയം സെയിം എന്ന് പറഞ്ഞാൽ ബോയൻ ഫോഴ്സ് സെയിം ആണ്. അപ്പോൾ FB1ഉം FB2ഉം സെയിം ആണ്. സിൻസ് വോളിയം ഇസ് സെയിം, ഐ ക്യാൻ സേ ദാറ്റ് ബോയൻ ഫോഴ്സസ് ആർ സെയിം. അതുകൊണ്ട് വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, ഇവിടെ കിട്ടിയ ബോയൻ ഫോഴ്സിൻ്റെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. കാര്യം നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ട ടെൻഷൻ അല്ലേ. അപ്പോൾ ബോയൻ ഫോഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. So we'll eliminate buoyant force. So tension plus again tension plus weight of the first body is equal to W2. അപ്പോൾ 2T plus W1 equals W2 എന്ന് കിട്ടും. So tension will be what? Weight of the second body minus weight of the first body by 2. Correct. And weight എന്ന് പറയുമ്പോഴേക്കും ബാക്കി നമ്മൾ weight is volume into density, that's mass factor into G ആണല്ലേ. സോ നമുക്ക് V into sigma 1 into G എന്ന് V into sigma 2 into G കിട്ടും. That's a weight of the second body minus weight of the first body will be its volume into its density into G divided by 2. നമുക്ക് കോമൺ ഫാക്ടേഴ്സ് പുറത്തെടുത്താൽ V into sigma 2 minus sigma 1 into G by 2 എന്ന് വരും അല്ലേ. സോ ഫൈനലി നമ്മൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോഴത്തേക്കും വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. വോളിയം എത്രയാണ്? 250 cc എന്നാണ് തന്നേക്കുന്നത് അല്ലേ. സോ 250 cc ആൻഡ് cc എന്ന് പറയുമ്പോഴേക്കും 250 ഇൻറ്റു 10⁻⁻6 എന്ന് വരും അല്ലേ. ഇൻറ്റു ഡെൻസിറ്റീസ് സിഗ്മ 2 എന്ന് പറയുമ്പോഴേക്കും ഇറ്റ്സ് ലൈക്ക് 1200 മൈനസ് ഈ 0.8 ഇൻറ്റു 1000 എന്ന് പറയുമ്പോഴേക്കും ഇതെല്ലാം റിലേറ്റീവ് ഡെൻസിറ്റി, അത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. അപ്പം ദാറ്റ് ഇൻറ്റു 1000 800 വരും ബൈ 2. അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്യുമ്പോഴേക്കും യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഐ തിങ്ക് 0.5 Newton മൈറ്റ് ബി ദ കറക്റ്റ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ്റെ മെയിൻ കൺസെപ്റ്റ് രണ്ട് ബോഡിയുടെയും ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ബോയൻ ഫോഴ്സിനെ എലിമിനേറ്റ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A cylindrical vessel of 92 cm height is kept filled with water up to the brim. It has 4 holes, 1, 2, 3 and 4, which are respectively at heights 20, 30, 46 and 80 from the horizontal floor. The water falling at the maximum horizontal distance from the vessel comes with. നമുക്കെല്ലാം അറിയാം, for the range to be maximum, hole should be constructed at the middle അല്ലേ. സോ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 92 cm വരെ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 92 cm ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മിഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 92/2, ദറ്റ് ഈസ് 46 cm ആണല്ലേ. അപ്പോൾ 46 cm കൺസ്ട്രക്ട് ചെയ്ത ഹോളിനായിരിക്കും, ആ ഹോളിൽ കൂടെ പോകുന്ന ലിക്വിഡിനായിരിക്കും മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ല മാക്സിമം റേഞ്ച് ഉള്ളത്. സോ ദാറ്റ് ഈസ് ഹോൾ നമ്പർ 3 അല്ലേ. അപ്പോൾ ഹോൾ നമ്പർ 3നായിരിക്കും മാക്സിമം റേഞ്ച് ഉണ്ടാവുക. ഓക്കെ, വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അടുത്തത് ഒരു വിസ്കോസിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വായിച്ചു നോക്കാം.
A layer of glycerin of thickness 1 millimeter is present between a large surface and a small surface of area 0.1 meter square. With what force the small surface is to be pulled so that it can move with a velocity of 1 meter per second? നമുക്ക് അറിയാം viscous force is given by the equation eta A dV by dy അല്ലേ? In this question eta is given, eta is 0.07 and what is area? Area തന്നിട്ടുണ്ട് 0.1 and dV change in velocity എന്ന് പറയുമ്പോഴേക്കും you can take it as 1 divided by dy. dy എന്ന് പറയുമ്പോഴേക്കും thickness of the layer ആണ്, that is 1 millimeter by 10⁻³ ഇതെല്ലാം സോൾവ് ചെയ്യുമ്പോഴേക്കും 10⁻³ മേളിലേക്ക് പോയി നമ്മൾ ഈ ഫാക്ടേഴ്സിനെല്ലാം 1000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ as 7 Newton. 7 Newton എന്ന് പറയുമ്പോൾ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ 2 വിൽ ബി ദ കറക്റ്റ് ആൻസർ അല്ല. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു വിസ്കോസിറ്റി ബേസ് ചെയ്ത്. Now let's go to the next question. So അടുത്ത ക്വസ്റ്റ്യൻ ടെർമിനൽ വെലോസിറ്റി ബേസ് ചെയ്താണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 64 spherical raindrops of equal size are falling vertically through air with a terminal velocity of 1.5 meter per second. If these drops are coalesced to form a big spherical drop, then the terminal velocity of the big drop is. അപ്പോൾ നമുക്കറിയാം n number of small drops combine ചെയ്ത് ഒരു സിംഗിൾ സ്ഫെറിക്കൽ ഡ്രോപ്പ് ആവുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഓരോ സ്മോൾ ഡ്രോപ്പിൻ്റെ റേഡിയസ് സ്മോൾ ആറും ഈ ഒരു ബിഗ് ഡ്രോപ്പിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറാണെങ്കിൽ വി നോ ദ റിലേഷൻ ദാറ്റ് ക്യാപിറ്റൽ ആർ ഇസ് വാട്ട് n raised to 1/3 ടൈംസ് സ്മോൾ ആർ അല്ലേ. ഇനി ടെർമിനൽ വെലോസിറ്റി ഓഫ് ദ ബിഗ് ഡ്രോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്മോൾ ഡ്രോപ്പിൻ്റെ ടെർമിനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ടെർമിനൽ വെലോസിറ്റി റേഡിയസും കണക്ട് ചെയ്യുന്നത്? ടെർമിനൽ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ r² അല്ലേ, റേഡിയസ് സ്ക്വയർ. അപ്പം ടെർമിനൽ വെലോസിറ്റി ഓഫ് ബിഗ് ഡ്രോപ്പ് ബൈ ടെർമിനൽ വെലോസിറ്റി ഓഫ് സ്മോൾ ഡ്രോപ്പ്, again write it as radius of big drop by radius of small drop the whole square. But the radius of big drop it's n raised to 1/3 times the radius of the small drop അല്ലേ. നമുക്ക് ആ ക്യാപിലർ വേണമെങ്കിൽ കണ്ടുപിടിച്ച് വെച്ചേക്കാം. ഹൗ മെനി ഡ്രോപ്സ് ആർ ദെയർ? 64 ഡ്രോപ്സ് ആർ ദെയർ. 64 എന്ന് പറയുമ്പോഴേക്കും n is 64 raised to 1/3 times small r എന്ന് പറയുമ്പോഴേക്കും it will be 4r വരും. അപ്പോൾ ഈ 4r ഞാൻ കറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ what will be getting? A terminal velocity of the big drop by terminal velocity of small drop directly and substituting on 1.5, that is equal to 4r by r the whole square will be 16 alle. So finally terminal velocity of big drop will be 16 into 1.5 or 16 into 3/2, that എത്ര വരും? 24 meter per second വരും. So what's the correct option for this question? Option number 3 alle. Now let's go to the next question. A small ball of mass m and radius r is falling under gravity through a viscous liquid of coefficient of viscosity eta. If g is the acceleration due to gravity, then the terminal velocity of the ball is proportional to. വീണ്ടും terminal velocity ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ടെർമിനൽ വെലോസിറ്റിയുടെ ഫോർമുല? ടെർമിനൽ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ 2/9 r² sigma minus rho into g by eta. Correct. What I do here is ഇപ്പോൾ നമ്മുടെ ഓപ്ഷനിലൊക്കെ മാസ് എന്ന ടേം വന്നിട്ടുണ്ട്. അപ്പോൾ മാസിനെ നമുക്ക് എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരാൻ പറ്റുക? സോ വാട്ട് ഐ ഡു ഹിയർ ഇസ് ഞാനിപ്പം ഒരു പ്രപ്പോർഷണാലിറ്റി റിലേഷൻ എഴുതുവാണ്. സോ ടെർമിനൽ വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു r² ഇൻറ്റു സിഗ്മ ഇൻറ്റു g ബൈ ഈറ്റ. ഞാൻ റോ കൺസിഡർ ചെയ്യുന്നില്ല, ഞാൻ ഡയറക്റ്റ്ലി സിഗ്മ മാത്രം കൺസിഡർ ചെയ്ത് ടെർമിനൽ വെലോസിറ്റിയുടെ റിലേഷൻ എഴുതുവാണ്. സോ ഇറ്റ്സ് പ്രപ്പോർഷണൽ ടു r² ഇൻറ്റു സിഗ്മ ഇൻറ്റു g ബൈ ഈറ്റ. ഇനി നമുക്ക് we all know that mass is density into volume alle, or mass is proportional to
mass is proportional to density into radius cube. Correct? അപ്പോൾ ഇവിടെ ഡെൻസിറ്റി ഇൻറ്റു റേഡിയസ് സ്ക്വയർ ഉണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഡെൻസിറ്റി ഇൻറ്റു റേഡിയസ് ക്യൂബ് കൊണ്ടുവരണം. അങ്ങനെ വാട്ട് ഐ ഡു, ഐ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ ആർ. അപ്പോൾ ഇതെന്താ, ആർ ക്യൂബ് ഇൻറ്റു സിഗ്മ ആവും ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഈറ്റ ടൈംസ് ആർ ആവും. ആൻഡ് ആർ ക്യൂബ് ഇൻറ്റു സിഗ്മ ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്, എം ജി അല്ലേ. ഐ മീൻ ആർ ക്യൂബ് ഇൻറ്റു സിഗ്മ ക്യാൻ ബി റിട്ടൺ ആസ് എം, സോ എം ഇൻറ്റു ജി ബൈ ഈറ്റ ആർ എന്ന് വരും. കറക്റ്റ്? So what's the correct answer for this question? The fourth option, right? Now we'll go to the next question. അടുത്തൊരു സർഫസ് ടെൻഷൻ ബേസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. നമുക്കൊന്ന് നോക്കാം. വയർ ഓഫ് മാസ് 1 gram is kept horizontally on the surface of water. The minimum length of the wire that does not break the film is. ഇപ്പോൾ യൂഷ്വലി സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് ഫോഴ്സിൻ്റെ ഡയഗ്രാമൊക്കെ മാർക്ക് ചെയ്യാനായിട്ട്, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഉള്ള ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനൊക്കെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഞാൻ വയർ കംപ്ലീറ്റ്ലി വരയ്ക്കാതെ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ മാത്രം വരയ്ക്കുവാണ്. സോ if this is a wire, വേണ്ട ക്രോസ് സെക്ഷൻ മാത്രം ഞാൻ വരയ്ക്കുവാണ്. ആൻഡ് ഇതാണ് ലിക്വിഡ് സർഫസ്. നമുക്കറിയാം ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ഓൾവേസ് ആക്ട്സ് along the surface of the liquid. അപ്പം ഈ ബോഡിയുടെ അല്ലെങ്കിൽ ഈ വയറിൻ്റെ ആക്ച്വലി വെയിറ്റ് ഇസ് ആക്ടിങ് ഡൗൺവേർഡ് അല്ലേ. ഈ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നത് സർഫസ് ടെൻഷൻ ഫോഴ്സാണ്. ദാറ്റ് ഈസ് യു ആർ ഹാവിങ് എ സർഫസ് ടെൻഷൻ ഫോഴ്സ് ഓൺ ദിസ് സൈഡ് ആസ് വെൽ ആസ് യു ആർ ഹാവിങ് എ സർഫസ് ടെൻഷൻ ഫോഴ്സ് ദിസ് സൈഡ് ആസ് വെൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ആംഗിൾസ് ഇവിടെ മാർക്ക് ചെയ്യുവാണെങ്കിൽ, ജസ്റ്റ് ലെറ്റ്സ് സേ ഇഫ് തീറ്റ ഇസ് ദ ആംഗിൾ വിച്ച് ഇസ് മെയ്ഡ് ഓവർ ഹിയർ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ഇഫ് സർഫസ് ടെൻഷൻ ഫോഴ്സ് ഇസ് എഫ്, ആ ഫോഴ്സിൻ്റെ ഏത് കോമ്പോണൻ്റ് ആണ് ഇറ്റ്സ് ബാലൻസിങ് ദ വെയിറ്റ്, ഇറ്റ് ഇസ് എഫ് കോസ് തീറ്റ അല്ലേ. ഇവിടെ ഒരു എഫ് കോസ് തീറ്റ വരും, ഇവിടെ ഒരു എഫ് കോസ് തീറ്റ വരും. എഫ് സൈൻ തീറ്റ എടുക്കേണ്ട കാര്യമില്ല, എഫ് സൈൻ തീറ്റ ഗെറ്റ്സ് ക്യാൻസൽഡ്. സോ യു ക്യാൻ സേ ദാറ്റ് 2f cos theta is balancing weight, right? Or നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട മിനിമം ലെങ്ത് ഓഫ് ദ വയർ ആണ്. ആൻഡ് സർഫസ് ടെൻഷൻ ഫോഴ്സ് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക, സർഫസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത് അല്ലേ, ഇൻറ്റു കോസ് തീറ്റ ഈക്വൽസ് എം ജി. സോ ലെങ്ത് വിൽ ബി എം ജി ബൈ 2t cos theta. ഈ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് ഷുഡ് ബി മിനിമം. ലെങ്ത് മിനിമം ആണെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ മാക്സിമം ആണ്. കോസ് തീറ്റയുടെ വാല്യൂ മാക്സിമം എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ കോസ് തീറ്റയ്ക്ക് വരാൻ കറക്റ്റ് 1 ഇട്ട് കൊടുക്കുക. സോ ദ മിനിമം ലെങ്ത് എൽ മിനിമം വിൽ ബി എം ജി ബൈ 2t എന്ന് വരും. ആൻഡ് വാട്ട് ഈസ് എം? എം ഇസ് 1 gram. അപ്പോൾ ഞാൻ 1 ഡയറക്റ്റ്ലി എഴുതുവാണ്. ആൻഡ് ജി ഈസ് 9800 or 1000 ഡിവൈഡ് ബൈ 2 ഇൻറ്റു സർഫസ് ടെൻഷൻ വാല്യൂ 70. കറക്റ്റ്. ഇത് സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. എത്രയാണ് വരുന്നത്? 100/14 വരും. 100/14 എന്ന് പറഞ്ഞാൽ 7 point something ആയിരിക്കും വരാൻ പോകുന്നത്. സോ വാട്ട്സ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? 7 centimeter. Okay. We'll go to the next question. Two vertical glass plates 1 millimeter apart are dipped into water. How high will the water rise between the plates if the surface tension of the water is 70 dyne per centimeter? That's the question. So they have given that
നമ്മുടെ കയ്യിൽ 2 ഗ്ലാസ് പ്ലേറ്റ്സ് ഉണ്ട്, പാരലായിട്ട് പ്ലേസ് ചെയ്തേക്കുവാണ്. ആൻഡ് there is some rice in liquid in this glass plate. Okay. ഇനി അവർ ചോദിക്കുന്നത് ഈ rise in level of the liquid ആണ്, which I will take it as H. And distance between the plates they have given in the question as D. And പ്ലേറ്റിൻ്റെ ലെങ്ത് ഒന്നും തന്നിട്ടില്ല, പക്ഷേ അകത്തേക്കും ഡയമെൻഷൻ ഉണ്ട്. സോ അകത്തേക്കുള്ള ഡയമെൻഷനും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കുവാണ്. ആ ഡയമെൻഷൻ ലെറ്റ്സ് സേ ഇറ്റ് ഇസ് L. ഇനി ഈ ക്വസ്റ്റനിൽ പറയുന്നത് നമുക്ക് ഈ H ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ വിൽ ബി അലോങ് ദ സർഫസ്. ഈ സർഫസ് ടെൻഷൻ ഫോഴ്സ് ആണ് ഇത്രയും ലിക്വിഡിൻ്റെ വെയ്റ്റിനെ ബാലൻസ് ചെയ്യുന്നത്. ആൻഡ് സർഫസ് ടെൻഷൻ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ഞാനിപ്പോൾ F എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ എഴുതുന്ന ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ? ഇറ്റ് ഈസ് സർഫസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത് അല്ലേ, കറക്റ്റ്. അപ്പോൾ ലെങ്ത് ഫാക്ടർ ഇവിടെ L ആയിട്ടുണ്ട്. സോ സർഫസ് ടെൻഷൻ്റെ കൂടെ L മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും യു വിൽ ഗെറ്റ് ദ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ആൻഡ് if you draw the free body diagram ഇവിടെ like you can see that the upward force and downward force നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ you will get 2F equals mg, or I can say that 2TL equals mg. and mg നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇവിടെ ലിക്വിഡിൻ്റെ മാസ്? സോ അപ്രോക്സിമേറ്റ്ലി ഞാൻ ഇതിൻ്റെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞ വോളിയം ഞാൻ എടുക്കുവാണ്. സോ മാസ് is nothing but density of the liquid into volume. Volume is nothing but length into breadth into height. അപ്പം that is L into D into H into G എന്ന് വരും, കറക്റ്റ്. ആൻഡ് രണ്ട് സൈഡിലും ലെങ്ത് എന്തായാലും ക്വസ്റ്റനിൽ തന്നിട്ടില്ല, അതിൽ രണ്ട് സൈഡിൽ ലെങ്ത് ക്യാൻസൽ ആവും. സോ വാട്ട് വിൽ ബി ഗെറ്റിംഗ്? H will be 2T by rho dg എന്ന് വരും. So that will be equal to 2 into what is surface tension? Surface tension is 70 divided by density. ഇത് വാട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്ക് ഡയറക്റ്റ്ലി 1000 അല്ല, ലൈക്ക് 1 എന്ന് എടുക്കാം. ഇറ്റ്സ് നമ്മൾ CGS യൂണിറ്റിലാണ് ഇവിടെ ചെയ്യുന്നത്. ഇൻറ്റു D. D is given as 1 millimeter, that is 10 raised to minus 1 meter into G. G will be 1000 അല്ലേ. അപ്പോൾ ഇതെല്ലാം അവിടെ സോൾവ് ചെയ്യണം. ഇതെല്ലാം അവിടെ സോൾവ് ചെയ്യുമ്പോഴേക്കും കണ്ടിട്ട് 2 into 7, സോ ദാറ്റ്സ് ലൈക്ക് 14 ഫാക്ടറാണ് വരാൻ പോകുന്നത്. സോ വാട്ട്സ് ദ ഫൈനൽ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? 1.43 സെൻറ്റിമീറ്റർ ആയിരിക്കും വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട്. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So a film of surface tension 3 into 10 raised to minus 2 Newton per meter is formed in a rectangular frame that can support a wire as shown in the figure. If G equals 10 meter per second square, then mass of the wire is. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ കയ്യിൽ ഒരു സോഫ്റ്റ് ഫിലിം ഉണ്ട്. ഈ സോഫ്റ്റ് ഫിലിമിൻ്റെ എൻഡിലൊരു വയറുണ്ട്. സോ ബേസിക്കലി വയറിന് വെയിറ്റ് ഉണ്ട്. സോ വയറിൻ്റെ വെയിറ്റ് mg is acting downward. പക്ഷേ the wire can't go down because a surface tension force is balancing this weight. അപ്പോൾ സർഫസ് ടെൻഷൻ ഫോഴ്സ് ഞാൻ F എന്ന് എഴുതുവാണ്. ബട്ട് ഇത് സോപ്പ് ഫിലിമാണ്. സോപ്പ് ഫിലിമിന് ഫ്രണ്ടിലും ഉണ്ട് സർഫസ്, ബാക്കിലും ഉണ്ട് സർഫസ് അല്ലേ. അപ്പം F എന്ന് അല്ല, നെറ്റ് ഫോഴ്സ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ വിൽ ബി 2F ബിക്കോസ് സോപ്പ് ഫിലിം ഇസ് ഹാവിങ് 2 സർഫസസ്. ഫ്രണ്ട് സൈഡിലും ഉണ്ട് സർഫസ്, ബാക്ക് സൈഡിലും ഉണ്ട് സർഫസ്. സോ 2F വിൽ ബി ഈക്വൽ ടു mg എന്ന് വരും. ആൻഡ് force due to surface tension will be surface tension into length അല്ലേ, that is equal to mg.
ആൻഡ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വയറിൻ്റെ മാസ് ആണല്ലേ. സോ എം വിൽ ബി 2TL/g. So that will be equal to എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ എത്രയാണെന്ന് പറഞ്ഞേ. 2 ഇൻറ്റു സർഫസ് ടെൻഷൻ 3 ഇൻറ്റു 10⁻² ആണ്. വയറിൻ്റെ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ മീറ്ററിൽ കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10/100 or 10 ഇൻറ്റു 10⁻², ഡിവൈഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് 10 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 10 gets cancelled. 2 into 3 will be 6. So നമുക്ക് ഫൈനലി 6 into 10⁻⁻4 കിലോഗ്രാം എന്ന് വരും. ദാറ്റ് ഈസ് 6 into 10⁻⁻1 ഗ്രാം അല്ലേ, ഓർ 0.6 ഗ്രാം എന്ന് വരും മാസ് ഓഫ് ദ വയർ. സോ വാട്ട്സ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So the next question is, work done in increasing the size of a soap bubble from radius 3 cm to 5 cm nearly. That's the question. So soap bubble എന്ന് പറയുമ്പോഴേക്കും soap bubble-ന് എത്ര സർഫസ് ഉണ്ട്? രണ്ട് സർഫസ് ഉണ്ട്. രണ്ട് സർഫസ് എന്ന് പറയുമ്പോഴേക്കും ലിക്വിഡ് എയർ കോണ്ടാക്ട് സർഫസസ് ആണ്. രണ്ട് സർഫസ് ഉണ്ട്. ആൻഡ് വി ഓൾ നോ ദാറ്റ് വർക്ക് ഡൺ ഇസ് ഗിവൺ ബൈ ചേഞ്ച് ഇൻ സർഫസ് എനർജി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ സർഫസ് ഏരിയ. സോ ദാറ്റ് വിൽ ബി ഫൈനൽ ഏരിയ മൈനസ് ഇനിഷ്യൽ ഏരിയ എന്ന് പറയും. ആൻഡ് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ 0.03 ആണ്. ഫൈനൽ ഏരിയ 4πr² ആണ്. പക്ഷേ രണ്ട് സർഫസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ 8πr² എന്ന് എഴുതണം. സോ 8π into the final radius, which is 5/100² minus the initial radius, that is minus 8π into 3/100 the whole square. So that will be 0.03 and common factors എല്ലാം പുറത്തെടുക്കുകയാണ്. So 8π by 10⁻⁴ and ഉള്ളിൽ 5² minus 3² എത്ര വരും? 16 വരും അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ഐ തിങ്ക് ആസ് 0.4 milli-joule എന്ന് കിട്ടും. നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ സെഷൻ്റെ ഓൾമോസ്റ്റ് എൻഡിലേക്കായി. നമുക്കപ്പം ഫൈനൽ ക്വസ്റ്റ്യൻ വിൽ സി ഫോർ ടുഡേ സെഷൻ. So let me read the question. The excess pressure inside one soap bubble is 3 times that inside a second soap bubble. Then the ratio of their surface areas. That's the question. What is the excess pressure formula? Liquid drop or air bubble ആണെങ്കിൽ 2T/R ആണല്ലേ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സോപ്പ് ബബിൾ ആണ്. സോപ്പ് ബബിളിൻ്റെ എക്സസ് പ്രഷർ എത്രയാണ്? 40/R. So it's given in the question that the excess pressure of one soap bubble, അപ്പം ഞാനത് P1 എന്ന് ഇടുവാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 times the excess pressure in another soap bubble. So excess pressure in one soap bubble എന്ന് പറയുമ്പോഴേക്കും ഇറ്റ്സ് ലൈക്ക് 40/R1, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 times 40/R2 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് റേഡിയസിൻ്റെ റേഷ്യോസ് കിട്ടും. I will get this R1/R2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/3 എന്ന് വരും. അവർ നമ്മളോട് പറഞ്ഞേക്കുന്നത് റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയാസ് ആണ്. സോ A1/A2 ആണ് ചോദിക്കുന്നത്. A1/A2 വിൽ ബി പ്രൊപ്പോർഷണൽ ടു R1/R2² അല്ലേ. സോ ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു 1/9. വാട്ട്സ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ 1. അപ്പോൾ നമ്മളിന്ന് എല്ലാ ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുമാണ് സോൾവ് ചെയ്തത്. ഓൾമോസ്റ്റ് കണ്ടൻറ് വൈസ് സോളിഡ്സ് ഫ്ലൂയിഡ്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കമ്പാരിറ്റീവ്ലി നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മെയിനായിട്ട് ഫ്ലൂയിഡ്സിൻ്റെയൊക്കെ ലാസ്റ്റ് ഏരിയ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ബെർണോളിസ് തിയറം ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യണം. സോ എനിവേ,
നിങ്ങളുടെ എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യുക. എവറി എക്സാം സീരിയസ് ആയിട്ട് ഫുള്ളി ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല സ്കോറിലേക്ക് എത്തുക. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വിൽ സീ in the next session. Okay, thank you. So I'll just pass the mic to the next professor. Thank you. മോർണിംഗ് ടു ഓൾ. മൈ നെയിം ഈസ് അനീഷ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ യൂണിറ്റ് 4 ഇക്വിലിബ്രിയം പി ബ്ലോക്ക് ഫസ്റ്റ് ഇയർ. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം പി ബ്ലോക്ക് ഫസ്റ്റ് ഇയർ ഈ രണ്ട് ചാപ്റ്ററിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. 1.6 mole of a PCl5 is placed in 4 dm³ closed vessel. When the temperature is raised to 500 Kelvin, it decomposed at equilibrium 1.2 mole of a PCl5 gas remains. What is the Kc for the decomposition of a PCl5 gas to PCl3 gas and Cl2 gas at 500 Kelvin? ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? PCl5 ഗ്യാസ് 4 ലിറ്റർ ക്ലോസ്ഡ് വെസലിൽ എടുത്തിരിക്കുകയാണ്. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു, ഹീറ്റ് ചെയ്തു, ഡിക്കമ്പോസ് ചെയ്ത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. ഇക്വിലിബ്രിയത്തിൽ 1.2 മോൾ PCl5 ബാക്കിയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ റിയാക്ഷൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കേസ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ എന്ന് എഴുതാം. ഡീകമ്പോസിഷൻ്റെ PCl5 ഗ്യാസ്
ഡീകമ്പോസ് ചെയ്താൽ PCl3 ഗ്യാസ് പ്ലസ് Cl2 ഗ്യാസ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു 1.6. അപ്പോൾ PCl3 Cl2 0 ആണ്. ഹീറ്റ് ചെയ്ത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തപ്പോൾ 1.2 മോൾ PCl5 ആണ് ബാക്കിയുള്ളത്. അപ്പോൾ എത്ര ഡീകമ്പോസ് ചെയ്തു നമുക്കറിയാം അല്ലേ? 1.6 ഇനിഷ്യലി എടുത്തു, 1.2 മോൾ ബാക്കിയുണ്ട്. അപ്പോൾ 0.4 മോൾ ഡീകമ്പോസ് ചെയ്തു. അപ്പോൾ സ്റ്റോഷ്യോമെട്രി അല്ലെങ്കിൽ ഇക്വേഷൻ അനുസരിച്ച് 1 മോൾ PCl5 ഡീകമ്പോസ് ചെയ്താൽ 1 മോൾ PCl3യും 1 മോൾ Cl2 ഗ്യാസും ആണ് ഉണ്ടാവുന്നത്. ക്ലിയർ? അപ്പോൾ എത്ര മോൾ PCl5 ഡിസോസിയേറ്റ് ചെയ്യുന്നു അത്രയും മോൾ PCl3യും Cl2 ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ 0.4 മോൾ PCl5 ഡീകമ്പോസ് ചെയ്തു. അപ്പോഴോ 0.4 മോൾ PCl3യും 0.4 മോൾ Cl2 ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഇക്വിലിബ്രിയം ത്തിലുള്ള നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അറ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട് ഈസ് കോൺസെൻട്രേഷൻ? ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം ഇൻ ലിറ്റർ. നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം 1.2 ആണ്, വോളിയം തന്നിട്ടുണ്ട് 4 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.3 മോൾ പെർ ലിറ്റർ. സോ ദാറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് PCl5 അറ്റ് ഇക്വിലിബ്രിയം. ദെൻ PCl3 concentration 0.4 divided by 4 equal to 0.1 mole per liter. So here 0.4 divided by 4, that equal to 0.1 mole per liter. This is the concentration of the various species at equilibrium. Now we can calculate the equilibrium constant Kc. Kc is equal to concentration of PCl3 into concentration of Cl2 all divided by concentration of PCl5. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ Kc ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് PCl3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു Cl2 0.1 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് PCl5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3. സോ 0.1 ഡിവൈഡഡ് ബൈ 0.1 ഇൻറ്റു 0.1 ഡിവൈഡഡ് ബൈ 0.3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.033. So what is answer? Option 3 is the correct answer. Okay, 0.033, that is a value of equilibrium constant. So അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ തന്നാൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ വേരിയസ് സ്പീഷീസ് എന്താണെന്ന് തന്നാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? തിരിച്ചും ചോദിക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നിട്ട് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കാണാം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഈ ഒരു പാർട്ടിൽ നിന്നൊക്കെ വരുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോവാം. കാൽസ്യം കാർബണേറ്റ് CaCO3 ഈസ് ഹീറ്റഡ് ഇൻ എ ക്ലോസ്ഡ് വെസൽ ഓഫ് വോളിയം 1 ലിറ്റർ at 600 Kelvin to form calcium oxide and carbon dioxide. The minimum weight of a calcium carbonate required to establish in equilibrium. അതായത് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി മിനിമം എത്ര കാൽസ്യം കാർബണേറ്റ് ഡികമ്പോസ് ചെയ്യണമെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ റിയാക്ഷൻ തന്നിട്ടുണ്ട്. കാൽസ്യം കാർബണേറ്റ് സോളിഡ് ആണ്. ഓക്കെ, ഹീറ്റ് ചെയ്താൽ ക്ലോസ്ഡ് വെസൽ ഹീറ്റ് ചെയ്താൽ ഡികമ്പോസിഷൻ നടന്ന് കാൽസ്യം ഓക്സൈഡ് സോളിഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വോളിയം ഓഫ് ദ വെസൽ ഈസ് ഈക്വൽ ടു 1 ലിറ്റർ ആൻഡ് വാട്ട് ഈസ് ടെമ്പറേച്ചർ ഈസ് 600. ക്ലിയർ? ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kp തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ Kp? Kp ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാരണം കാൽസ്യം കാർബണേറ്റും കാൽസ്യം ഓക്സൈഡും സോളിഡ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ Kp ഈക്വൽ ടു partial pressure of oxygen. So sorry, carbon dioxide. So Kp is equal to partial pressure of carbon dioxide ആണ്. Kp is given, that is 2.25 atmosphere nanu. So it is clear that partial pressure of a carbon dioxide at equilibrium is equal to 2.25. But 2.25 atmosphere pressure equilibriumത്തിൽ കാർബൺ ഡയോക്സൈഡ് എക്സേർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത്രയും പ്രഷർ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവണമെങ്കിൽ എത്ര മോൾ കാർബൺ ഡയോക്സൈഡ് ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാവണം എന്ന് നോക്കുക. ക്ലിയർ? എത്ര മോൾ
കാർബൺ ഡൈ ഓക്സൈഡ്. ഇക്വേഷൻ അനുസരിച്ച് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യാൻ വേണ്ടി 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യാൻ 1 മോൾ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യണം. അപ്പോൾ number of moles of carbon dioxide formed is equal to number of moles of calcium oxide calcium carbonate decomposed ആണ്. ക്ലിയർ? അപ്പോൾ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവണോ അത്രയും കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ്ഡ് കിട്ടും. അതിനെ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാസ് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് അറ്റ് ഇക്വിലിബ്രിയം കാണണം. അതിനുവേണ്ടി PV ഈസ് ഈക്വൽ ടു nRT ഇക്വേഷൻ യൂസ് ചെയ്യാം. ക്ലിയർ? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ്, ദറ്റ് ഈസ് NCO2. NCO2 ഈസ് ഈക്വൽ ടു PV ഡിവൈഡഡ് ബൈ RT ആണ്. സോ P ഈസ് ഈക്വൽ ടു 2.25 atmosphere into വോളിയം is 1 liter vessel ആണ്. 1 divided by 0.0821 into 600. Clear? 600. This is a number of moles of carbon dioxide formed. Clear? Again, number of moles of carbon dioxide formed. Number of moles of carbon dioxide formed is equal to number of moles of calcium carbonate decomposed ആണ്. Okay. So, number of moles of calcium carbonate decomposed is equal to 2.25 divided by 0.0821 into 600 ആണ്. ഓക്കെ, അപ്പോൾ പാർഷ്യൽ പ്രഷർ 2.25 അറ്റ്മോസ്ഫിയർ ആവണമെങ്കിൽ 2.25 ഡിവൈഡഡ് ബൈ 0.0821 into 600 മോൾ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യണം. സോ ദർഫോർ മാസ് ഓഫ് calcium carbonate decomposed is equal to number of moles into molar mass, that equal to 2.25 into divided by 0.0821 into 600. Clear? Into mass of calcium carbonate is 100. Clear? Calcium carbonate inde molar mass ningalkariam 100 aanallo. Okay, so that is equal to 4.57 gram. So carbon dioxide partial pressure 2.25 atmosphere ആവണമെങ്കിൽ 4.57 കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യണം. ക്ലിയർ? അങ്ങനെയെങ്കിൽ മിനിമം മാസ് കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ്ഡ് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 4.57 ആയിരിക്കും. സോ വാട്ട് ഈസ് ആൻസർ? Option 3 is the correct answer. Okay. Okay. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Third question number 3. If the concentration of OH minus ion in the reaction Fe, OH trisolid gives Fe 3 plus aqueous plus 3 OH minus aqueous is decreased by 1/4 times, then the equilibrium concentration of Fe 3 plus will increases by. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം. FeOH thrice solid അത് aqueous solutionൽ ഡിസോസിയേറ്റ് ചെയ്ത് Fe 3 plus 3OH മൈനസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്തത്? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അയോൺ ഡിക്രീസ് ബൈ 1/4 ടൈംസ്. OH മൈനസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ 1/4 ടൈംസ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ Fe3 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്ര ടൈംസ് കൂടും എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് Kcയുടെ ഇക്വേഷൻ എഴുതാം. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ Kc? Kc ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Fe3 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഓൾ റൈസ് ടു 3 ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ Fe3 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 1 എന്ന് എഴുതി, OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 1 എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തത്? OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 1/4 ടൈംസ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ Kc ഇസ് ഈക്വൽ ടു എന്താവും? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് മാറിയല്ല, കാരണം റിയാക്ടൻ്റെ പ്രോഡക്റ്റ് ഏത് സ്പീഷ്യസിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താലും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വാല്യൂ സെയിം ആയിരിക്കും. അതാണ് ആ കൺസെപ്റ്റ്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അതാണ്. സോ ദ ന്യൂ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഞാൻ
3 plus 2 എന്ന് എഴുതി. ഇവിടെ OH മൈനസ് റേസ് ടു 3 2 എന്ന് എഴുതി. ക്ലിയർ? അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു initial concentration, that is OH minus initial concentration divided by 4 ആണ്. Initial concentration of 4 ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് കേസിലും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് സെയിം ആയതുകൊണ്ട് ഇക്വേഷൻ 1ഉം 2ഉം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ നമുക്കിത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ concentration of Fe3 plus ion in first case into concentration of OH minus 1 cube is equal to concentration of Fe3 plus 2 into concentration of OH minus cube 1 divided by 4 cube എന്ന് വരും. ക്ലിയർ? അപ്പോൾ ഇവിടെ OH minus concentration ക്യാൻസൽ ചെയ്ത് പോകും. concentration of Fe3 plus ion in first case is equal to concentration of Fe3 plus 2 divided by ഇവിടെ 64 എന്ന് വരും. അപ്പോൾ Fe3 പ്ലസ് കോൺസെൻട്രേഷൻ നമ്മൾ 1ഉം 2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, രണ്ട് കേസായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, കോൺസെൻട്രേഷൻ എഫിയുടെ കോൺസെൻട്രേഷൻ എത്രമാത്രം ചേഞ്ച് ചെയ്യും നമുക്ക് എഴുതാം. അപ്പോൾ Fe3 പ്ലസ് കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Fe3 പ്ലസ് ഡിവൈഡഡ് ബൈ 64 എന്ന് വരും. അപ്പോൾ എഫിയുടെ കോൺസെൻട്രേഷൻ, അതായത് ഇവിടെ 2 എന്ന് എഴുതിയേക്കാം, 2 ന്യൂ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ 64 എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് ആണ് ഡിക്രീസ് ചെയ്തത്? 1/64. സോറി, ഇവിടെ നമുക്ക് Fe2 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ ആണല്ലോ കാണേണ്ടത്. ഇവിടെ നമുക്ക് 1 എന്ന് തന്നെ എഴുതിയേക്കാം. ഇത് 1, സോ ഹിയർ 1 2 1 2 1 2. So concentration of Fe3 plus 2 is equal to 64 into concentration of Fe3 plus 1. Okay, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Fe3 പ്ലസ് എത്ര ടൈംസ് കൂടി? 64 ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്തത്. സോ വാട്ട് ഈസ് ആൻസർ? ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ OH മൈനസ് അയൺ കോൺസെൻട്രേഷൻ 1/4 ടൈംസ് ഡിക്രീസ് ചെയ്തപ്പോൾ Fe3 പ്ലസ് കോൺസെൻട്രേഷൻ 64 ടൈംസ് ഇൻക്രീസ് ചെയ്തു. കാരണം ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ, കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ NH4HS solid gives NH3 gas plus H2S gas. The observed pressure for the reaction mixture in equilibrium is 1.12 atmosphere at 106 degrees Celsius. The value of Kp is. അപ്പോൾ ഇവിടെ NH4SH solid അതാണ് സബ്സ്റ്റൻസ്. ക്ലിയർ? ഹീറ്റ് ചെയ്ത ഡീകമ്പോസിഷൻ നടന്ന് NH3 ഗ്യാസ് പ്ലസ് H2S ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഒബ്സർവ്ഡ് പ്രഷർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ടോട്ടൽ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 1.12 അറ്റ്മോസ്ഫിയർ എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ്റെ Kp ആണ് കാണേണ്ടത്. വാട്ട് ഈസ് എ Kp? Kp ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് NH3 into partial pressure of H2S divided by partial pressure of NH4SH എഴുതേണ്ട ആവശ്യമില്ല, കാരണം സോളിഡ് സ്റ്റേറ്റിലാണ്. നമുക്ക് പാർഷ്യൽ പ്രഷർ കാണാം. എങ്ങനെയാണ് പാർഷ്യൽ പ്രഷർ കാണുന്നത്? പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ. പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷറാണ്. ഓക്കെ, ടോട്ടൽ പ്രഷറാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കാണണം. മോൾ ഫ്രാക്ഷൻ നിങ്ങൾക്കറിയാം, that is equal to number of moles divided by total number of moles ആണ്. ക്ലിയർ? ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസോ ഫൈനൽ നമ്പർ ഓഫ് മോൾസോ ഒന്നും തന്നിട്ടില്ല. ഇങ്ങനെ നമ്പർ ഓഫ് മോൾസിനെ കുറിച്ചൊന്നും ക്വസ്റ്റ്യൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്റ്റോഷിയോമീറ്റർ തന്നെ നമ്പർ ഓഫ് മോൾസ് ആയിട്ട് എടുക്കാം. കാരണം പ്രത്യേകിച്ച് പോരാത്തന്നെ എന്താണ് റിയാക്ടൻ്റ് സോളിഡ് സ്റ്റേറ്റുമാണ്. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ സ്റ്റോഷിയോമീറ്റർ നോക്കാം 1 ആണ്. ഇവിടെ എന്താണ് കോഎഫിഷ്യൻ്റ്? സ്റ്റോഷിയോമീറ്റർ കോഎഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു 1 + 1 ഈസ് ഈക്വൽ ടു 2. ഓക്കെ,
അങ്ങനെയെങ്കിൽ mole fraction of NH3 mole fraction of NH3 is equal to എന്തായിരിക്കും number of moles of NH3 1 divided by 2. Similarly, mole fraction of H2S is equal to number of moles 1 divided by total number of moles 2. Now we can write for expression for partial pressure. So partial pressure of NH3 is equal to mole fraction of NH3 1 by 2 into total pressure 1.12. Then partial pressure of H2S is equal to mole fraction 1 by 2 into total pressure 1.12 എന്ന് എഴുതാം. അപ്പോൾ ഈ വാല്യൂ ഇക്വേഷൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ partial pressure of NH3 1 by 2 into 1.12 into 1 by 2 into 1.12. So that is equal to 0.3136 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് എ ആൻസർ 0.3136. 0.3136. So option 2 is the correct answer. Okay, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ക്വസ്റ്റ്യനിലെ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ലെങ്കിൽ സാധാരണ കേസ് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസ് 1 ആയിട്ട് എടുക്കാം. ഇനി അങ്ങനെ ഇക്വിലിബ്രിയത്തിൽ നമ്പർ ഓഫ് മോൾസ് ഒന്നും തന്നിട്ടില്ല, അപ്പോൾ സ്റ്റോഷിയോമെട്രി തന്നെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ആയിട്ട് എടുത്ത് ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ നിങ്ങൾക്കറിയാം ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ള, കോമ്പൗണ്ട്സിനെ കുറിച്ചൊന്നും പഠിക്കാനില്ല. മാത്രമല്ല NCERT എന്നുള്ള സെൻറ്റൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പി ബ്ലോക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പി ബ്ലോക്കിൽ നിന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. At room temperature, carbon dioxide is gas while SiO2 is solid because റൂം ടെമ്പറേച്ചറിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസും SiO2 എന്ന് പറയുന്ന രണ്ട് ഓക്സൈഡ്സ് ആണ്, ക്ലിയർ. പക്ഷേ അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആണ്. അതിനുള്ള റീസൺ എന്താണ്? കാർബൺ ഡയോക്സൈഡ് ഈസ് നോൺ പോളാർ, SiO2 ഈസ് പോളാർ. ശരിയാണ്, കാർബൺ ഡയോക്സൈഡ് പോളാർ മോളിക്യൂളാണ്. ആൻഡ് SiO2 എന്ന് പറയുന്ന നോൺ പോളാറാണ്. സോറി കാർബൺ ഡയോക്സൈഡ് ഈസ് എ നോൺ പോളാർ. SiO2 ഈസ് പോളാർ. പോളാർ ആകുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് സ്റ്റേറ്റ് ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്കും ലിക്വിഡിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്കും മാറും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, SiO2 ഹാസ് ഹയർ മോളിക്കുലാർ മാസ്. SiO2ൻ്റെ മോളിക്കുലാർ മാസ് കൂടുതലാണ്. നിങ്ങൾക്കറിയാം മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ച് വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിയാലും സബ്സ്റ്റൻസ് എന്തായിരിക്കും? സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ മോളിക്കുലാർ മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സബ്സ്റ്റൻസിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ഗ്യാസിൽ നിന്നും ലിക്വിഡിലേക്കും ലിക്വിഡ് ടു സോളിഡിലേക്കും സ്റ്റേറ്റ് മാറാം. സോ ഹയർ മോളിക്കുലാർ മാസും ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും SiO2 ഒരു സോളിഡ് സ്റ്റേറ്റിലിരിക്കാൻ കാരണമാവുന്നുണ്ട്. ഓക്കെ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ 3 ഇതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഹാസ് എ കോവലൻറ്റ് ബോണ്ട് ബട്ട് SiO2 ഹാസ് എ അയോണിക് ബോണ്ട് ബിറ്റ്വീൻ Si ആൻഡ് O. ഇല്ല, കാർബൺ ഡൈ ഓക്സൈഡിലും SiO2ലും ബോണ്ട് കോവലൻ്റ് ആണ്. അപ്പോൾ അത് റീസൺ അല്ല. സോ വാട്ട് ഈസ് ആൻസർ? ഓപ്ഷൻ 4, ബോത്ത് 1 and 2. സോ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ അതും പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബോണ്ട് എന്താൽപ്പി ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ദ ബോണ്ട് എനർജീസ് ഇൻ കിലോജൂൾ പെർ മോൾ. കിലോജൂൾ പെർ മോളിൽ ബോണ്ട് എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. ഏതൊക്കെയാണ്? കാർബൺ ബോണ്ട് എന്താൽപ്പി, സിലിക്കൺ ബോണ്ട് എനർജി, ജെർമേനിയം ബോണ്ട് എനർജിയാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്, ബോണ്ട് എനർജീസ്. ഓക്കെ, നമുക്കറിയാം ഡൗൺ ദ ഗ്രൂപ്പ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ് ഇങ്ങനെയാണല്ലോ പോകുന്നത്. ഓക്കെ, ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് കൂടും. അറ്റോമിക് സൈസ് കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് കൂടും. ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് എനർജി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഹയസ്റ്റ് ബോണ്ട് എന്താൽപ്പി ആർക്കായിരിക്കണം? ഹയസ്റ്റ് ബോണ്ട് എന്താൽപ്പി വരുന്നത് ബോണ്ട് എനർജി നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഹയസ്റ്റ് ബോണ്ട് എനർജി കാർബൺ ബോണ്ട് ആയിരിക്കും. ദെൻ സിലിക്കൺ ബോണ്ട് എനർജി ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ജെർമേനിയം. സോ ദിസ് ഈസ് എ ഓർഡർ ഓഫ് ബോണ്ട് എന്താൽപ്പി. ക്ലിയർ?
അപ്പോൾ അത് നമുക്ക് ആ വാല്യൂ ഓർത്തിരുന്നില്ലെങ്കിലും കാണാൻ പഠിച്ചില്ലെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഹയസ്റ്റ് വരുന്ന കാർബൺ അത് ഫസ്റ്റ് നമുക്ക് ഈ വാല്യൂസ് ഒന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. 348 ആണ് കാർബൺ ബോണ്ട് എന്താൽപ്പി. യെസ്. ദെൻ സിലിക്കൺ ബോണ്ട് എന്താൽപ്പി 297 ആണ്. ദെൻ 260 അല്ലേ. അപ്പോൾ ആ ഓർഡറിൽ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 4. സോ വാട്ട് ഈസ് ആൻസർ? ഓപ്ഷൻ 4 ഈസ് ദ correct answer. Okay. Then question number, yes, next question. Okay. Which of the following statement is incorrect? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? യെസ്. സ്റ്റേറ്റ്മെൻറ്റ് 1, PbX2 is more stable than PbX4. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇത് ലെഡ് കാർബൺ ഫാമിലിയാണ്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. നമുക്കറിയാം ഡൗൺ ദ ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി ഓഫ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ് ആൻഡ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്. സോ ഡൗൺ ദ ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി ഓഫ് +2 oxidation state increases. +2 oxidation state increases due to inert pair effect. +2 oxidation state stability increase ചെയ്യും. അങ്ങനെയെങ്കിൽ ഏതാണ് ലെഡിൻ്റെ ഏതോ ഹാലൈഡ് ആയിരിക്കും മോസ്റ്റ് സ്റ്റേബിൾ? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഹാലൈഡ്. PbX2ൽ ലെഡ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, PbX4ൽ +4. അപ്പോൾ ഏതായിരിക്കും? PbX2 ഈസ് മോർ സ്റ്റേബിൾ ദാൻ PbX4. സോ ദറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, SnO, PbO, SnO2 ആർ ആംഫോട്രിക്. യെസ്, ലെഡ്, ടിൻ പോലെയുള്ള മെറ്റൽസിൻ്റെ ഓക്സൈഡ് ആംഫോട്രിക് ഓക്സൈഡാണ്, കറക്റ്റാണ്. ദെൻ GeO ഈസ് വീക്ക്ലി ബേസിക്. യെസ്, ഇത് തെറ്റാണ്. GeO2 ഈസ് അസിഡിക് ഓക്സൈഡ്. ഇതൊരു അസിഡിക് ഓക്സൈഡ് കേട്ടോ, അസിഡിക് ഓക്സൈഡ്. സോ നമുക്ക് വേണ്ട ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതായിരുന്നു? ഓപ്ഷൻ 3 ആണ്. GeO ഈസ് വീക്ക്ലി ബേസിക് ഓക്സൈഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. Then boron is unable to form Bf6 2- ion. That is also correct. കാരണം ബോറോണിൻ്റെ വാലൻസ് ഷെല്ലിൽ 4 ഓർബിറ്റൽസേ ഉള്ളൂ. ഈ 4 ഓർബിറ്റൽസ് ഉപയോഗിച്ച് ബോറോണിന് മാക്സിമം വാലൻസി 4 വരെ ആവാം. ഇവിടെ ഈ കോമ്പൗണ്ടിൽ ബോറോണിൻ്റെ വാലൻസ് 6 ആണ്. ബോറോണിന് വാലൻസി 6 പോസിബിൾ അല്ല. കാരണം അങ്ങനെ പോസിബിൾ ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഡി ഓർബിറ്റൽസ് ഉണ്ടാവണം. ബോറോണിൽ ഡി ഓർബിറ്റൽസും ഇല്ല. സോ the right answer is option 3. ഇപ്പോൾ പി ബ്ലോക്കിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനും പി ബ്ലോക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെട്രാഹാലൈഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്? താഴെ പറയുന്ന ഏത് ടെട്രാഹാലൈഡാണ് ഈ എക്സിസ്റ്റ് ചെയ്യാത്തത്? PbF4 എക്സിസ്റ്റ് ചെയ്യുന്ന ഹാലൈഡാണ്. PbCl4 സ്റ്റേബിൾ എക്സിസ്റ്റ് ചെയ്യും. PbBr4 ടൈംസ് ഈ ഹാലൈഡും എക്സിസ്റ്റ് ചെയ്യും. PbI4 എക്സിസ്റ്റ് ചെയ്യല്ല. ഇത് ഫോം ചെയ്താലും സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് ഡികമ്പോസിഷൻ നടക്കുക. ഈ PbI4 എക്സിസ്റ്റ് ചെയ്യല്ല, ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഹാലൈഡാണ്. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ പി ബ്ലോക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? സാധാരണ പി ബ്ലോക്കിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ്, അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചാൻസ് കൂടുതൽ. അപ്പോൾ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് വേണ്ടത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് 1 by 1 ആയിട്ട് വായിക്കാം. തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് ഗ്രൂപ്പ് 14 ഹാലൈഡ്സ് ഇൻക്രീസസ് ഇൻ ദി ഓർഡർ. ഈ തന്നിരിക്കുന്ന ഹാലൈഡ്സ് എല്ലാം ഡൈഹാലൈഡ്സ് ആണ്. അപ്പോൾ ഇവിടെ സിലിക്കൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 നമുക്കറിയാം സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ് ഡൗൺ ദ ഗ്രൂപ്പാണ്. ഡൗൺ ദ ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി ഓഫ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്.
+2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്നതിനനുസരിച്ച് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഹാലൈഡിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അതിനുള്ള റീസൺ നമുക്കറിയാം. ഡൗൺ ദ ഗ്രൂപ്പ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടാനുള്ള കാരണം ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ്. Then statement 2, SiF6 minus, GCl6 minus and SnOH6 times 2 minus. The hybridization of central atom is sp3d2. Yes, that is correct. കാരണം ഇവിടെ സിലിക്കൺ, ഇവിടെ ജർമീനിയം, ടിൻ, ഇതെല്ലാം ഓരോ ഓരോ സെൻട്രൽ ആറ്റത്തിനെ സറൗണ്ട് ചെയ്ത് 6 സ്പീഷീസ് ആണുള്ളത്. ക്ലിയർ? ഇപ്പോൾ 6 ബോൺഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3d2 ആയിരിക്കണം. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. ദെൻ ബോറോൺ ഈസ് നോൺ മെറ്റാലിക് ഇൻ നേച്ചർ ആൻഡ് ഈസ് എക്സ്ട്രീംലി ഹാർഡ്. ഇറ്റ്സ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. NCERT സെൻറ്റൻസ് ആണ്. ക്ലിയർ? ബോറോൺ ഒരു നോൺ മെറ്റാലിക് നേച്ചറാണ്, നോൺ മെറ്റാലിക് എലമെൻ്റ് ആണ്, എക്സ്ട്രീംലി ഹാർഡാണ്. Then statement 4, BCl3 easily accept a lone pair of electron from ammonia to form BCl3NH3. നമുക്കറിയാം BCl3 ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് ആയതുകൊണ്ട് ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. കൂടാതെ NH3 ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. നൈട്രജൻ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ള NH3 ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ലൂയിസ് ബേസ്. ഓക്കെ. രണ്ട് സ്പീഷീസോടെ കപ്പിൾ ചെയ്ത് BCl3 NH3 കോമ്പൗണ്ട് ഫോം ചെയ്യും. ലൂയിസ് ആസിഡ് ബേസ് അഡക്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഇത് NH3 ഇലക്ട്രോൺ പെയറിന് ബോറോണ് ഡൊണേറ്റ് ചെയ്യും. ഓക്കെ. BCl3 NH3 കോമ്പൗണ്ട് ഫോം ചെയ്യും. സോ ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. ഓക്കെ. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇൻ ദ ഡിസോസിയേഷൻ ഓഫ് 2HI ഗ്യാസ് ഗീവ്സ് H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ്, ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ. നമുക്ക് ആദ്യം ഇക്വേഷൻ ഒന്ന് എഴുതാം. ഇതാണ് ഇക്വേഷൻ. H2 ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് പ്ലസ് I2 ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് gives 2HI in the gaseous state. Clear? Degree of dissociation influenced by, first one, addition of inert gas at constant volume. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. കാരണം കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ കോൺസെൻട്രേഷനോ പാർഷ്യൽ പ്രഷനോ എഫക്റ്റ് ചെയ്യില്ല. ക്ലിയർ? ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സിസ്റ്റത്തിൻ്റെ കോൺസെൻട്രേഷനോ പാർഷ്യൽ പ്രഷനോ എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഇവിടെ അഫക്റ്റ് അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇക്വിലിബ്രിയം എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അത് ചേഞ്ച് ചെയ്യിക്കില്ല. അപ്പോൾ ഇതല്ല ആൻസർ. ദെൻ അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിന് എഫക്റ്റ് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യാം, പക്ഷേ ഇവിടെ ഷിഫ്റ്റ് ചെയ്യില്ല. കാരണം നിങ്ങൾ ഈ ഒരു ഇക്വിലിബ്രിയം നോക്കുവാണെങ്കിൽ റിയാക്റ്റൻ്റ് സൈഡിൽ ടോട്ടൽ ഗേഷ്യസ് മോളിക്യൂൾ 2 ആണ്, പ്രോഡക്റ്റ് സൈഡിൽ ടോട്ടൽ ഗേഷ്യസ് മോളിക്യൂൾ 2 ആണ്. ക്ലിയർ? അപ്പോൾ റിയാക്റ്റൻ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾ സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ΔNG ഈസ് ഈക്വൽ ടു 0 ആണ്. ΔNG 0 ആണെങ്കിൽ അങ്ങനെയുള്ള ഇക്വിലിബ്രിയം സിസ്റ്റത്തിനെയും പ്രഷറിൽ ഉണ്ടാകുന്ന ചേഞ്ച് അഫക്റ്റ് ചെയ്യല. അപ്പോൾ ഇവിടെയും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അഫക്റ്റ് ചെയ്യല, ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യല. ദെൻ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. യെസ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസോസിയേഷൻ എന്ന് പറയുന്ന ഈ എൻഡോതെർമിക് പ്രോസസ്സാണല്ലോ. കാരണം HI ഡിസോസിയേറ്റ് ചെയ്യുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യണം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം എൻഡോതെർമിക് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, കൂടുതൽ HI മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യും, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതാണ് ആൻസർ. ഇനി ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, ഇൻക്രീസ് ഓഫ് പ്രഷർ. പ്രഷറിൽ ഉണ്ടാകുന്ന ചേഞ്ചും ഇക്വിലിബ്രിയത്തിന് എഫക്റ്റ് ചെയ്യില്ല, കാരണം ΔNG ഈസ് ഈക്വൽ ടു 0. സോ ഓപ്ഷൻ 3 is the correct answer. Okay. Yes. Next question. Next question idana, which would decrease the pH of a 25 centimeter cube of a 0.01 molar solution of hydrochloric acid? Which would decrease the pH
of 25 centimeter cube of 0.01 molar solution of hydrochloric acid. താഴെ പറയുന്ന എന്താണ്, ഏത് ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ ഏത് കണ്ടീഷനാണ് പി എച്ച് ഡിക്രീസ് ചെയ്യിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷൻസ് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓപ്ഷൻ 1 ഇതാണ്, അഡീഷൻ ഓഫ് മഗ്നീഷ്യം മെറ്റൽ. ഇത് HCl ആണ് അല്ലേ, HCl ആണ്. അപ്പോൾ HCl ആസിഡിലേക്ക് മഗ്നീഷ്യം മെറ്റൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മഗ്നീഷ്യം റിയാക്റ്റീവ് മെറ്റൽ ആയതുകൊണ്ട് മഗ്നീഷ്യം റിയാക്ട് ചെയ്യും, HCluമായിട്ട് റിയാക്ട് ചെയ്ത് MgCl2 ഫോം ചെയ്യും. MgCl2 പ്ലസ് H2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്, മഗ്നീഷ്യം മെറ്റൽ ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? യെസ്, ഇവിടെ Mg2 പ്ലസ് H2 പോവും. അപ്പോൾ ഇവിടെ നിന്ന് മഗ്നീഷ്യം മെറ്റൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് സൊല്യൂഷന് H+ അയോൺസ് റെഡ്യൂസ് ചെയ്ത് H2 ഗ്യാസ് ആയിട്ട് മാറും. ക്ലിയർ? സോ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ ഡിക്രീസസ്. കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷനിൽ H+ കോൺസെൻട്രേഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ pH ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതല്ല. ദെൻ സെക്കൻഡ് കേസിലേക്ക് പോകാം. സെക്കൻഡ് കേസ് എന്താണ്? സെക്കൻഡ് കേസ് addition of 25 centimeter cube of 0.02 molar hydrochloric acid. 25 centimeter cube 0.02 molar hydrochloric acid ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്താണ് 25 സെൻറ്റിമീറ്റർ ക്യൂബ് 0.01 മോളാർ HCl സൊല്യൂഷനിലേക്കാണ് വീണ്ടും 25 സെൻറ്റിമീറ്റർ ക്യൂബ് 0.02 മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ pHൽ ഏത് രീതിയിലുള്ള ചേഞ്ച് വരുന്നു എന്നറിയാൻ വേണ്ടി ആ റിസൾട്ടിങ് സൊല്യൂഷനിലെ കോൺസെൻട്രേഷൻ ഓഫ് H+ അയൺ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് M1V1 പ്ലസ് M2V2 ഈസ് ഈക്വൽ ടു M into V എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ ഇൻ ദ റിസൾട്ടിങ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു M1V1 പ്ലസ് M2V2 ഡിവൈഡഡ് ബൈ വി എന്ന് പറയുന്ന ടോട്ടൽ വോളിയമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വോളിയം മൊളാരിറ്റി എത്രയായിരുന്നു? 0.01 ഇൻറ്റു 25 പ്ലസ് 0.02 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം 25 പ്ലസ് 25. ദിസ് ഈസ് ഈക്വൽ ടു this is equal to 0.15 മോളാർ എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയത് ഈ ഓൾറെഡി ഉണ്ടായിരുന്ന സൊല്യൂഷനിലേക്ക് 25 സെൻറ്റിമീറ്റർ ക്യൂബ് 0.02 മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് ഇൻക്രീസസ്. ഓക്കെ, H+ അയോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ pH ഡിക്രീസ് ചെയ്യും, സൊല്യൂഷൻ മോർ അസിഡിക് ആയിട്ട് മാറും, pH ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ pH ഡിക്രീസ് ചെയ്യും. സോ 2 ആണ് നമ്മുടെ ആൻസർ. ഇനിയൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, ആ ഓപ്ഷനിലേക്കും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോവാം. ഓക്കെ, ഓപ്ഷൻ 3 എന്തായിരുന്നു? ഓപ്ഷൻ 3 പറയുന്നത് അഡീഷൻ ഓഫ് 25 സെൻറ്റിമീറ്റർ ക്യൂബ് 0.005 മോളാർ. അത് നോക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി 25 സെൻറ്റിമീറ്റർ ക്യൂബ് 0.01 ആയിരുന്നു. അതിലേക്ക് ഈക്വൽ വോളിയം 0.005 മോളാർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറവുള്ള HCl ആണ് ആഡ് ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും H+ അയൺ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഇവിടെ നമുക്ക് ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യാം. M1V1 പ്ലസ് M2V2 ഡിവൈഡഡ് ബൈ V ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+. ക്ലിയർ? So the concentration of H+ ion in the resulting solution is equal to 0.01 into 25 plus 0.005 into 25 divided by 25 plus 25. Clear? ഇതെന്ന് പറയുന്നത് this is less than 0.01 molar ആയിരിക്കും. Okay, so option 2 is the correct answer. Clear? അടുത്ത ക്വസ്റ്റ്യൻ, അതും 0.1 molar acetic acid solution is titrated against 0.1 molar sodium hydroxide. What would be the difference in pH between 1/4 and 3/4 stages of neutralization of acid? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 0.1 molar acetic acid CH3COOH. ക്ലിയർ? അതിൽ ദറ്റ് ഈസ് ടൈട്രേറ്റഡ് അല്ലേ against 0.1 molar sodium hydroxide. But titration നടത്തുക എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ
അസറ്റിക് ആസിഡ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്ത് സോഡിയം സോൾട്ട് ഫോം ചെയ്യും. CH3COONA പ്ലസ് EH2O ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ ഫസ്റ്റ് കേസ് ആട്ടോ, കേസ് 1 ആണ്. ഫസ്റ്റ് കേസിൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമുക്കറിയാം 0.1 മോളാറാണ്. ഇതെല്ലാം 0 ആണ്. ക്ലിയർ? അതിലേക്ക് നമ്മൾ പറഞ്ഞ വാട്ട് വുഡ് ബി ദ ഡിഫറൻസ് ഇൻ pH ബിറ്റ്വീൻ 1/4 ആൻഡ് 3/4 സ്റ്റേജ് ഓഫ് ന്യൂട്രലൈസേഷൻ. ഫസ്റ്റ് കേസിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തപ്പോൾ എത്രയാണ്? 1/4 ന്യൂട്രലൈസേഷൻ നടന്നു. ക്ലിയർ? 1/4 ന്യൂട്രലൈസേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ആസിഡിൻ്റെ 1/4 റിയാക്ട് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ എത്ര ബാക്കിയുണ്ട്? 3/4 ബാക്കിയുണ്ട്. അപ്പോൾ 0.1 ഉണ്ടായിരുന്നു, അതിൻ്റെ 3/4 ആണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ 0.3/4 ബാക്കി ഉണ്ടാകും. 0.3/4. അപ്പോൾ ഇവിടെ എത്ര റിയാക്ട് ചെയ്യും? 1/4 ന്യൂട്രലൈസ് ചെയ്തു, 1/4 റിയാക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 0.1 ഡിവൈഡഡ് ബൈ 4, ഇതും 0.1 ഡിവൈഡഡ് ബൈ 4 ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ റിസൾട്ടിങ് സൊല്യൂഷൻ നോക്കാം. റിസൾട്ടിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സോ ഹിയർ ദ റിസൾട്ടിങ് സൊല്യൂഷൻ ഈസ് എ മിക്സ്ചർ ഓഫ് weak acid and its salt with a strong base. Clear? എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ബഫർ. ഇതൊരു ബഫറാണ്. ക്ലിയർ? ഇതൊരു അസിഡിക് ബഫറാണ്. അസിഡിക് ബഫർ ആയതുകൊണ്ട് നമുക്ക് pH കാൽക്കുലേറ്റ് ചെയ്യാം. pH 1 ഈസ് ഈക്വൽ ടു pKa ഓഫ് ആസിഡ് പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ബൈ ആസിഡ് ആണല്ലോ. ഓക്കെ, സോ അതാണ് pHൻ്റെ ഇക്വേഷൻ. സോ pH1 ഫസ്റ്റ് കേസിലെ pH1 ഈസ് ഈക്വൽ ടു pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് എന്ന് പറയുന്നത് ഇതാണ് സോൾട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? ദിസ് ഈസ് ആസിഡ്. ഓക്കെ, സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ എത്ര വരും? 0.1 ഡിവൈഡഡ് ബൈ 4 ഓൾ ഡിവൈഡഡ് ബൈ 0.3 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു pH1. സോ pH1 ഈസ് ഈക്വൽ ടു pKa പ്ലസ് ലോഗ് 1/0.3 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് കേസ്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസിലേക്ക് വരണമെങ്കിൽ വീണ്ടും നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ ഒന്ന് എടുക്കാം. ഇത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്ന 1/4 ന്യൂട്രലൈസേഷൻ ആണ് നടന്നത്. ക്ലിയർ? ഇനി നമുക്ക് എത്രയാണ്? 3/4 ന്യൂട്രലൈസേഷൻ നടക്കണം. 3/4 ന്യൂട്രലൈസേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ 3/4 റിയാക്ട് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ എത്ര ബാക്കിയുണ്ട്? 3/4 റിയാക്ട് ചെയ്താൽ ഇക്വിലിബ്രിയത്തിൽ ബാക്കിയുള്ളത് 1/4 ആണ്. ക്ലിയർ? അപ്പോൾ ഇത് എത്ര ഉണ്ടാവും? 3/4 ഫോം ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദ കോൺസെൻട്രേഷൻ അറ്റ് 3/4 ന്യൂട്രലൈസേഷൻ. ക്ലിയർ? അപ്പോൾ ഇതാണ് കേസ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കേസ് 2 എന്ന് പറയുന്നാൽ ഇനിഷ്യൽ എമൗണ്ടിൻ്റെ 3/4 ന്യൂട്രലൈസ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇനിഷ്യൽ ഉണ്ടായിരുന്ന എത്രയായിരുന്നു? 1 ആയിരുന്നു. ക്ലിയർ? വേണേൽ അങ്ങനെ എഴുതാം. ഇനിഷ്യൽ 1 ആയിരുന്നു, 0.1 ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്ലിയർ? അതിൻ്റെ 3/4 റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ 0.1 ഇൻറ്റു 3/4 റിയാക്ട് ചെയ്തു. അപ്പോൾ ഇത് ബാക്കിയുള്ളത് 0.1 ഡിവൈഡഡ് ബൈ 4 ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? ഇനിഷ്യൽ 0.1 ഉണ്ടായിരുന്നു, അതിൻ്റെ 3/4 എന്ന് പറഞ്ഞാൽ 0.1 ഇൻറ്റു 3/4 ആണ് റിയാക്ട് ചെയ്തത്. അങ്ങനെയാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ഇവിടെയും ആ രീതിയിൽ തന്നെയായിരുന്നു നമുക്ക് എഴുതേണ്ടത്. ക്ലിയർ? ഇവിടെയും ഇനിഷ്യൽ 0.1 മോളാർ കോൺസെൻട്രേഷൻ ആയിരുന്നു, അതിൻ്റെ 1/4 റിയാക്ട് ചെയ്തു. അപ്പോൾ 0.1 ഇൻറ്റു 1/4 റിയാക്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3/4 ബാക്കിയുണ്ട്. അപ്പോൾ 0.1/4ഉം 0.1/4ഉം പ്രോഡക്റ്റ് ഫോം ചെയ്തു. അപ്പോൾ ഇവിടെയും റിസൾട്ടിങ് സൊല്യൂഷൻ എന്താണ്? 0.1/4 മോളാർ കോൺസെൻട്രേഷൻ ഓഫ് CH3COHും 3/4 മോളാർ കോൺസെൻട്രേഷൻ CH3CON ആണ്. ക്ലിയർ? അപ്പോൾ ഇതും എന്താണ്? വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ട് ആയതുകൊണ്ട് റിസൾട്ടിങ് സൊല്യൂഷൻ ഈസ് എ ബഫർ. റിസൾട്ടിങ് സൊല്യൂഷൻ ഒരു ബഫറാണ്. ഏത് ബഫറാണ്? അസിഡിക് ബഫറാണ്. അപ്പോൾ ഇവിടെയും ബഫർ ആയതുകൊണ്ട് pH കാൽക്കുലേറ്റ് ചെയ്യാൻ ഏത് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യേണ്ടത്? pKa പ്ലസ് ലോ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ബൈ ആസിഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് pH2 ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? pKa. pKയ്ക്ക് മാറ്റമില്ല, കാരണം രണ്ട് കേസിലും സെയിം ആസിഡാണ്.
log concentration of a salt ൻ്റെ concentration എത്രയാണ് 0.3/4 clear divided by 0.1/4 clear. This is equal to pH2 is equal to pKa plus log log 3. ഇനി നമുക്ക് ഈ രണ്ട് പി എച്ചിൻ്റെ ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. ഏത് പി എച്ച് ആണ് കൂടുതൽ ഈ ഇക്വേഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. സോ ഹിയർ pH2 ഈസ് ഗ്രേറ്റർ ദാൻ pH1. സോ വാട്ട് ഈസ് ഡിഫറൻസ് pH2 മൈനസ് pH1. ഈ രണ്ട് പി എച്ചിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ പി കെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്താ ഉള്ളത് ലോഗ് 3 സോറി ഇവിടെ എഴുതിയാൽ ചെറിയൊരു മാറ്റം വന്നു കേട്ടോ. ഇവിടെ 0.3 അല്ലല്ലോ 3 അല്ലേ 1/3 ആണ് വരുന്നത്. ഓക്കെ ലോഗ് 3 മൈനസ് ലോഗ് 1/3. This is equal to log 3 minus log 1 minus log 3 എന്ന് വരും log 3. So that is equal to 2 log 3. So what is answer? Difference in pH is equal to 2 log 3. So option 4 is the correct answer. ഇത് ബഫറുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. ബഫർ ക്ലിയർ. അപ്പോൾ നമ്മൾ അസറ്റിക് ആസിഡ് സൊല്യൂഷനിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തു. ഇപ്പോൾ രണ്ട് കേസിലെ പി എച്ച് ആ കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് 1/4 ന്യൂട്രലൈസേഷനും സെക്കൻഡ് 3/4 ന്യൂട്രലൈസേഷനും. ക്ലിയർ. ഈ രണ്ട് കേസിലെയും പി എച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പി എച്ചിൻ്റെ ഡിഫറൻസ് എടുക്കാനായിരുന്നു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്. ആ ഡിഫറൻസ് 2 log 3 ആണ്. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ക്വസ്റ്റ്യൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് സോലുബിൾ ഇൻ വാട്ടർ. മോസ്റ്റ് സോലുബിൾ ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ സോലുബിലിറ്റി ഏതിനാണ് കൂടുതൽ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് MnS ആണ്. ക്ലിയർ. MnS അത് ഡിസോസിയേറ്റ് ചെയ്താൽ Mn2++ S ആണ്. ക്ലിയർ. അപ്പോൾ ഇവിടെ S2- ആണ് ഫോം ചെയ്യുന്നത്. S ആണ് സോലുബിലിറ്റി എങ്കിൽ കോൺസെൻട്രേഷൻ S ആയിരിക്കും. അപ്പോൾ ഇവിടെ KSP എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് Mn2+. ഇങ്ങനെയാണ് തന്നെ Mn2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S2-. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ദിസ് ഈസ് ഈക്വൽ ടു S ഇൻറ്റു S എന്ന് വരും. സോ KSP ഈസ് ഈക്വൽ ടു S² എന്ന് വരും. സോ S ഈസ് ഈക്വൽ ടു √KSP. സോ സോലുബിലിറ്റി S ഈസ് ഈക്വൽ ടു 8 × 10⁻⁻37⁻1/2 എന്ന് വരും. ഓക്കെ നമുക്കിനി ഓരോന്നും കമ്പയർ ചെയ്താൽ മതി. ഓക്കെ സെക്കൻഡ് കേസിൽ എന്താണ് ZnSഉം ഇതുപോലെ തന്നെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. Zn2++ S2- ആണ് സോളിഡ്. ക്ലിയർ. ഇവിടെയും KSP ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S2- എന്ന് വരും. അപ്പോൾ അവിടെ S² തന്നെ വരും അല്ലേ. ഇതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ അപ്പോൾ ഇവിടെയും സോലുബിലിറ്റി S ഈസ് ഈക്വൽ ടു KSP⁻1/2 അല്ല √KSP ആണ്. ദാറ്റ് ഈക്വൽ ടു 7 × 10⁻⁻16⁻1/2 എന്ന് വരും. ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി രണ്ടെണ്ണൂടെ ചെയ്തതിന് ശേഷം കമ്പയർ ചെയ്യാം. 3 കോമ്പൗണ്ട് 3 Bi2S3 സോളിഡ് ഡിസോസിയേറ്റ് ചെയ്താൽ 2Bi3+ aqueous പ്ലസ് 3S2- aqueous ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ എത്ര വരും? ഇത് 2S വരും. ഇവിടെ കോൺസെൻട്രേഷൻ 3S വരും. സോലുബിലിറ്റി പ്രോഡക്റ്റ് KSPയുടെ ഇക്വേഷൻ എഴുതാം. KSP ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Bi3+2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S2- ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2S² ഇൻറ്റു 3S³ that is equal to 108S⁵. So solubility S is equal to KSP divided by 108⁻1/5 എന്ന് വരും. That is equal to ഇവിടെ നമുക്ക് KSP വാല്യൂ തന്നിട്ടുണ്ട് 10⁻70.
So 10 raised to minus 70 divided by 108 all raised to 1/5. നിങ്ങളിവിടെ എല്ലാം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 10ൻ്റെ പവർ മാത്രം നോക്കി നമുക്ക് കമ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു കേസും കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് കമ്പാരിസണിലേക്ക് പോകാം. അത് Ag2S ആണ്. Ag2S ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2Ag പ്ലസ് S2 മൈനസ് അയോൺസ് ആണ് കിട്ടുന്നത്. ലാക്വസ് ആണ്. സോ ഹിയർ സോലുബിലിറ്റി എസ് ആണെങ്കിൽ കോൺസെൻട്രേഷൻ 2Sഉം ഇവിടെ എസും വരും അല്ലേ. KSP ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഓൾ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S2 മൈനസ്. സോ KSP ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഓർത്തിരിക്കുക, മോളാർ സോലുബിലിറ്റി എസ് ആണെങ്കിൽ, സോലുബിലിറ്റി എസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഇൻറ്റു എസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ 2 അല്ല 2S, ഇവിടെ 1 ആയതുകൊണ്ട് 1S വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? 2S all square into S, that is equal to 4S cube എന്ന് വരും. ഓക്കെ, സോ S is equal to KSP divided by 4 all raised to 1/3, that equal to 6 into 10 raised to minus 51 all divided by 4 raised to 1/3 എന്ന് വരും. ഇതാണ് സോലുബിലിറ്റി. ഇത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. KSP തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും മോസ്റ്റ് സോലുബിൾ ഏതാണെന്ന് അറിയാൻ വേണ്ടി സോലുബിലിറ്റി ആർക്കാണ് കൂടുതൽ എന്നൊക്കെ എസിൻ്റെ വാല്യൂ ഏറ്റവും കൂടുതൽ വരുന്ന ആരാന്ന് നോക്കിയാൽ മതി. എസ് വാല്യൂ ഹയസ്റ്റ് വരുന്ന ഓപ്ഷൻ ഏതാണ്? 2 ആണ്. സോ വാട്ട് ഈസ് ആൻസർ? ഓപ്ഷൻ 3 ആണ്. ബാക്കി ഞാൻ 10ൻ്റെ പവർ സോൾവ് ചെയ്തിട്ടില്ല കേട്ടോ. 10ൻ്റെ പവർ സോൾവ് ചെയ്യുക. 10ൻ്റെ പവർ സോൾവ് ചെയ്ത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ 7 into 10 raised to minus 16 raised to 1/2 എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്? 7 raised to 1/2 into 10 raised to minus 8. ക്ലിയർ? അപ്പോൾ ഹയസ്റ്റ് വാല്യൂ വരുന്നത്, സോലുബിലിറ്റി ഹയസ്റ്റ് വാല്യൂ വരുന്നത് ഓപ്ഷൻ 2-നാണ്. അപ്പോൾ തന്നിരിക്കുന്ന സോൾട്ടിൽ മോസ്റ്റ് സോലുബിൾ സോൾട്ട് എന്ന് പറയുന്നത് ZnS ആണ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, how many grams of calcium oxalate will dissolve in 1 liter of saturated solution? KSP of calcium oxalate is 2.5 into 10 raised to minus 9 and its molar mass is 128. ക്ലിയർ? നമുക്കിവിടെ കാണേണ്ടതാണ് കാൽസ്യം ഓക്സലേറ്റ് CaC2O4 ആണ്. ക്ലിയർ? അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസോസിയേറ്റ് ചെയ്ത് Cu2 പ്ലസ് aqueous പ്ലസ് C2O4 2 മൈനസ് aqueous ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് ഹൗ മെനി ഗ്രാംസ് ഓഫ് കാൽസ്യം ഓക്സലേറ്റ് വിൽ ഡിസോൾവ് ഇൻ 1 liter സാച്ചുറേറ്റ് സൊല്യൂഷൻ. എത്ര കാൽസ്യം ഓക്സലേറ്റ് മാക്സിമം 1 liter സൊല്യൂഷൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്യുമെന്ന് കാണാൻ വേണ്ടി സോലുബിലിറ്റി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ സോലുബിലിറ്റി എസ് ആണെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് അയോൺസ് ഇൻറ്റു എസ് ആയിരിക്കും. ഇവിടെ നമ്പർ ഓഫ് അയോൺസ് ഇൻറ്റു എസ്. അപ്പോൾ ഇവിടെ 1s. അപ്പോൾ KSP ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ca2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C2O4 2 മൈനസ് എന്ന് വരും. ഓക്കെ, സോ KSP ഈസ് ഈക്വൽ ടു S ഇൻറ്റു എസ്, ദാറ്റ് ഈക്വൽ ടു S സ്ക്വയർ എന്ന് വരും. സോ മോളാർ സോലുബിലിറ്റി S ഈസ് ഈക്വൽ ടു root KSP. So S is equal to root of 2.5 into 2.5 into 10 raised to minus 9. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 25 into 10 raised to minus 10 എഴുതാം. That equal to 5 into 10 raised to minus 10 molar. So this is a molar solubility. Clear? മോളാർ സോലുബിലിറ്റി S is equal to 5 into 10 raised to minus 10 മോളാർ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ്റെ മൊളാരിറ്റി 5 into 10 raised to minus 10 ആയിരിക്കണം. സോ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ മൊളാരിറ്റി എത്രയായിരിക്കണം? 5 into 10 raised to minus 10 മോളാർ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കോൺസെൻട്രേഷൻ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ എത്ര ഗ്രാം കാൽസ്യം ഓക്സലേറ്റ് ഡിസോൾവ് ചെയ്യണം എന്ന് നമുക്ക് ഇക്വേഷനിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ
വോളിയമാണ് അല്ലെങ്കിൽ 1 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ ആണ്. സോ മൊളാരിറ്റി ഈസ് 5 × 10⁻⁻10 ദാറ്റ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഈസ് ഗിവൺ ദാറ്റ് ഈസ് 128 × 1 ഡിവൈഡഡ് ബൈ 1. കാരണം സൊല്യൂഷൻ വോളിയം 1 ലിറ്റർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ what is the mass of a calcium oxalate dissolved? That is 5 × 10⁻⁻10 into 128 എന്ന് വരും. So that equal to 0.0064 gram വരും. Okay. So 0.006 gram calcium oxalate ഡിസോൾവ് ചെയ്യും മാക്സിമം. സോ മാക്സിമം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാസ് ഓഫ് കാൽസ്യം ഓക്സലേറ്റ് ഡിസോൾവ്ഡ് ഈസ് ഈക്വൽ ടു 0.0064 gram. So ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തത് ബയോളജി സാർ വെയിറ്റിംഗ് ആണ്. ഓക്കെ, താങ്ക് യു. ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് യൂട്യൂബ് ലൈവിൻ്റെ രണ്ടാമത്തെ സെഷനായിട്ടുള്ള ബയോളജി അല്ലെങ്കിൽ ഇതിൽ ബോട്ടണിയാണ് നോക്കുന്നത് അല്ലേ. അപ്പം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ സെഷനിൽ പ്രധാനമായിട്ടും 2 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററാണ്, രണ്ടാമത്തെ സെൽ സൈക്കിൾ ആൻഡ് സെല്ലുലാർ ചാപ്റ്ററാണ്. ഓക്കെ, ഈ 2 ചാപ്റ്ററിനും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നീറ്റ് എക്സാമിനേഷന് ഒരു നോർമൽ ഒരു 3 മുതൽ ഒരു 4 ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ചാപ്റ്റർ വ്യക്തമായിട്ട് പഠിക്കണം. കാരണം നമ്മൾ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൽ നോക്കുന്ന സമയത്ത് എല്ലാ ചാപ്റ്ററിൻ്റെയും ബേസ് എന്ന് പറയുന്ന സെൽ ആൻഡ് സെൽ സൈക്കിൾ സെൽ ഡിവിഷൻ ചാപ്റ്ററാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു കാരണവശാലും ഇതിനെ സ്കിപ്പ് ചെയ്യരുത്. കൃത്യമായി തന്നെ കൺസെപ്റ്റ് പഠിച്ചു വെക്കുക, കൃത്യമായി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നീറ്റിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് തുടങ്ങിക്കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ക്ലാസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ കാണാൻ പറ്റും. നോക്കിയേ, ദ ബ്രൈറ്റ് കളർ ഓഫ് ദ റൈപ്പ് ഫ്രൂട്ട്സ് ആർ ഡ്യൂ ടു. അപ്പോൾ നമുക്കറിയാം ഒരു പ്രധാനമായിട്ടും പ്ലാസ്റ്റിഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് പറയുന്നത് അല്ലേ. പ്ലാസ്റ്റിഡ്സ് എന്ന കൺസെപ്റ്റാണ് പറയുന്നത്. ഈ പ്ലാസ്റ്റിഡ് എന്ന കൺസെപ്റ്റ് നമുക്കറിയാം പ്രധാനമായിട്ടും പ്ലാസ്റ്റിഡ് എന്ന് വെച്ചാൽ എന്താ, കളർ ഇമ്പാർട്ട് ചെയ്യുന്ന ചില സ്ട്രക്ചേഴ്സാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിഡുകൾ പ്രധാനമായിട്ടും 3 ടൈപ്പുണ്ട്. ഏതൊക്കെയുണ്ട് നമ്മൾ പഠിച്ചിരുന്നു. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രധാനമായിട്ട് ലൂക്കോപ്ലാസ്റ്റ് ഉണ്ട്. ശരിയല്ലേ. ഈ പറയുന്ന 3 പേർക്കും ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൂക്കോപ്ലാസ്റ്റ് എന്തില്ല, കളർ എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കാൻ കഴിയില്ല. ബാക്കി 2 പേർക്കും കൊടുക്കാൻ പറ്റും, കളർ കൊടുക്കാൻ പറ്റും. ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് എന്തറിയാം, അതിൽ തന്നെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ പ്രധാനമായിട്ടും പ്ലാന്റ്സുകളിലെല്ലാം പ്രധാനമായിട്ട് കാണുന്നത് അല്ലേ. ഈ പ്ലാന്റ്സുകളിൽ പ്രധാനമായിട്ടും കാണുന്ന ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ എന്താ കൊടുക്കുന്നത്, ഗ്രീൻ കളർ ഇമ്പാർട്ട് ചെയ്യുക അല്ലേ, ഗ്രീൻ കളർ. അപ്പോൾ ഗ്രീൻ കളർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പച്ച നിറം കൊടുക്കുന്നത് ഗ്രീൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് മാത്രം ഉണ്ടായത് കൊണ്ടല്ല. അതിൽ ക്ലോറോഫിൽ എ ഉണ്ട്, ബി ഉണ്ട്, കരോട്ടിനോട് ഉണ്ട്, സാന്തോഫിൽ അങ്ങനെ ഉണ്ട് അല്ലേ. എന്നാൽ ഈ പറയുന്ന ഗ്രീൻ ഒഴിച്ച് ബാക്കി കളറേഷൻ കൊടുക്കുന്നതെല്ലാം ആരായിരിക്കും, ദർ ഇസ് അനദർ പിഗ്മെൻറ്റ് ഓർ അനദർ പ്ലാസ്റ്റിഡ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ അവർ പ്ലാന്റ്സ് ദാറ്റ് ഈസ് കാൾഡ് ക്രോമോപ്ലാസ്റ്റ് അല്ലേ. അപ്പോൾ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ എവിടെയുണ്ട്, ഈ പറയുന്ന റൈപ്പണ്ട് പാർട്ടിലാണ്. അപ്പോൾ ഇലയൊന്ന് പഴുത്താലോ അല്ലെങ്കിൽ ഫ്രൂട്ട് ഒന്ന് പഴുത്താലോ ഒക്കെ എന്തുണ്ട്, അതിലൊരു മഞ്ഞ അല്ലെങ്കിൽ ഒരു യെല്ലോ ഷെയ്ഡ് വരത്തില്ലേ, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരത്തില്ലേ. അപ്പോൾ അതിൻ്റെ കാരണം ഈ പറയുന്നതാണ് ക്രോമോപ്ലാസ്റ്റ് ആണ്. അപ്പോൾ ക്രോമോപ്ലാസ്റ്റ് ആണ് പ്രധാനമായിട്ടും ഒരു ഫ്രൂട്ട് റൈപ്പൺ ചെയ്യുമ്പോൾ ബ്രൈറ്റ് കളർ കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഓക്കെ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഇൻസിറ്റി ആണ്, ഓർത്തിരിക്കുക. ശരി. സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്നത് സെൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അറിയുന്ന കാര്യമാണ് ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇൻകറക്റ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒന്നാമത്തെ ഓപ്ഷനാണ് ഇൻ്റർകൈനസിസ് ഈസ് ഫോളോഡ് ബൈ മൈറ്റോസിസ്. നിങ്ങൾക്കറിയാം മൈറ്റോസിസിലല്ല ഇൻ്റർകൈനസിസ് കാണുന്നത്. അപ്പം നോർമൽ കേസിൽ മിയോസിസിലാണ്. മിയോസിസ് 1ൻ്റെയും മിയോസിസ്
ടൂവിൻ്റെയും ഇൻ ബിറ്റ്വീൻ കാണുന്ന ഒരു ചെറിയ ഗ്യാപ്പിനെ വിളിച്ച പേരാണ് എന്ത്? ഇൻ്റർകൈനസസ്. അത് നോർമലി ഒരു ചെറിയൊരു സ്മോൾ ഗ്യാപ്ഡ് ഇൻ്റർഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വിളിക്കാൻ വേണ്ടി പറ്റും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റർകൈനസസ് കാണുന്ന എവിടെയാണ്? മിയോസിസ് 1ൻ്റെയും 2വിൻ്റെയും ഇടയ്ക്കാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ് നോക്കി, ദ ലിക്വിഡ് എൻഡോസ്പേം ഓഫ് കോക്കനട്ട് ഈസ് എ സിൻസീഷ്യം. ശരിയല്ലേ? കാരണം എന്താ, ഈ പറയുന്ന ലിക്വിഡ് എൻഡോസ്പേം എന്ന് പറയുന്നത് എന്താണ്? ഒരു സിൻസീഷ്യത്തിന് എക്സാമ്പിളാണ്. ശരിയല്ലേ? കാരണം അവിടെ എന്തുണ്ട്? മൾട്ടിപ്പിൾ ന്യൂക്ലിയസുകൾ കാണപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സെല്ലിൻ്റെ സെൽ സൈക്കിൾ ചാപ്റ്ററിലായിക്കോട്ടെ, ഇവിടെ എല്ലാം എന്ത് കാണപ്പെടുന്നുണ്ട്? സിൻസീഷ്യം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ലിക്വിഡ് എൻഡോസ്പേം ഓഫ് കോക്കനട്ട് എന്തിന് എക്സാമ്പിളാണ്? സിൻസീഷ്യം എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ്. സോ ഈ പറഞ്ഞ ഓപ്ഷൻ കറക്റ്റ് ആണ്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. അടുത്തത് സെൻട്രിഫ്യൂഗൽ സൈറ്റോകൈനസിസ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആനിമൽ സെൽ എന്നാ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നമുക്കറിയാം 2 തരം സൈറ്റോകൈനസ് ആണ് നമ്മൾ NCERT പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സൈറ്റോകൈനസ് വെച്ചാൽ പ്ലാന്റിൻ്റെ സൈറ്റോകൈനസ് ആണ് അല്ലേ? ഒരു പ്ലാന്റ് സെൽ എടുത്താൽ, ഇതാണ് പ്ലാന്റ് സെൽ എങ്കിൽ, ഗോൾജി ബോഡി എന്ന് പറയുന്ന ചില ഓർഗനൽസ് സഹായിക്കുന്നത് കൊണ്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? സെൽ പ്ലേറ്റ് എന്ന് പറയുന്ന ചില സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഈ സെൽ പ്ലേറ്റ് സ്ട്രക്ചർ ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഡിപ്രഷൻ ഫോം ചെയ്യുന്നത്. ഈ ഡിപ്രഷനുകളെ നമ്മൾ വിളിക്കുന്നവരാണ് എന്ത്? ദിസ് ഡിപ്രഷൻസ് ആർ കോമൺലി ഓർ ഇറ്റ് ഈസ് സയൻറ്റിഫിക്കലി കോൾഡ് സെൽ പ്ലേറ്റ് എന്ന് പറയാം അല്ലേ? ഈ സെൽ പ്ലേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ത് ചെയ്യും? പ്രധാനമായിട്ടും പുറത്തേക്ക് വളരുന്നത്, സെൻട്രലിൽ ഫോം ചെയ്തിട്ട് പുറത്തേക്ക് ഗ്രോ ചെയ്യുകയാണ് ചെയ്തത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പ്രധാനമായിട്ടും എന്ത് തരം ഫോഴ്സ് അല്ലെങ്കിൽ എന്ത് തരം മൂവ്മെൻ്റ് ആണിത്? ഇത് പ്രധാനമായിട്ടും സെൻട്രിഫ്യൂഗലാണ്. ശരിയല്ലേ? ഇത് സെൻട്രിഫ്യൂഗലാണ്. ക്ലിയർ അല്ലേ? എന്നാൽ ഇങ്ങനെയല്ല ആനിമൽ സെൽസിനകത്ത് അല്ലേ? കാരണം ആനിമൽ സെൽസിൽ എന്തിൻ്റെ പ്രസൻസ് ഇല്ല? ആനിമൽ സെൽസിൽ സെൽ വോൾ എന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എന്തിൻ്റെ ആവശ്യകതയില്ല? ഇവിടെ സെൽ പ്ലേറ്റ് വരേണ്ട ആവശ്യകതയില്ല. അതുകൊണ്ട് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് എന്തായിരിക്കും? നടക്കുന്നത് ഇതുപോലെ എന്ത് വരുന്നുണ്ട്? ഒരു ഫിലമെൻ്റ് വരും അല്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ മൈക്രോ ഫിലമെൻറ്റ് സ്ട്രക്ചേഴ്സ് വന്ന് എന്ത് ചെയ്യും? അതിനെ അകത്തേക്ക് വലിക്കും. അപ്പോൾ എന്തുണ്ടാകും? 2 സൈഡിൽ എന്തുണ്ടാകും? ഡിപ്രഷൻ ഉണ്ടാവത്തില്ലേ? അപ്പോൾ ഇങ്ങനെ എന്തുണ്ടാകും? ഡിപ്രഷൻ ഉണ്ടാകും. അപ്പോൾ എന്താണ് ഇത്? ഡിപ്രഷൻ ഉണ്ടായത് പുറത്താണെങ്കിൽ പുറത്തെ ഡിപ്രഷൻ എന്ത് ചെയ്യും? അകത്തേക്ക് ഗ്രോ ചെയ്യത്തില്ലേ? സോ ഇറ്റ് ഈസ് കോൾഡ് സെൻട്രിപീറ്റൽ. ഇത് സെൻട്രിപീറ്റലാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, ആനിമൽ സെൽസിൽ സൈറ്റോകൈനസിസ് സെൻട്രിപീറ്റലും പ്ലാന്റ് സെല്ലിൽ സൈറ്റോകൈനസിസ് സെൻട്രിഫ്യൂഗലുമാണ്. ശരിയല്ലേ? എന്നാൽ നമ്മൾ ഓപ്ഷൻ എന്താ? സെൻട്രിഫ്യൂഗൽ എന്നല്ലേ? സെൻട്രിഫ്യൂഗൽ സൈറ്റോകൈനസിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആനിമൽ സെല്ലാണോ? അല്ല. ഇതെന്താണ്? തെറ്റാണ്. സോ ഓപ്ഷൻ 1ഉം 3ഉം തെറ്റായിട്ട് പറയാൻ പറ്റും. അടുത്തത് ഡിസ്ജങ്ഷൻ റിസൾട്ട്സ് ഇൻ ദ റിഡക്ഷൻ ഓഫ് ക്രോമസോം നമ്പർ ഡ്യൂറിങ് അനാഫേസ് ഓഫ് മൈറ്റോസിസ് എന്നല്ലേ? നമുക്കറിയാം ജനറ്റിക്സിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന കാര്യം ഡിസ്ജങ്ഷൻ അല്ലേ? ഡിസ്ജങ്ഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ജങ്ഷൻ നടക്കാതിരുന്നാലുണ്ടെന്ന പ്രശ്നങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ശരിയല്ലേ? അപ്പോൾ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് അനാഫേസ് ഓഫ് മൈറ്റോസിസ് ആണോ? തെറ്റാണ്. കാരണം മൈറ്റോസിനകത്ത് റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നില്ല. ശരിയല്ലേ? അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ പഠിക്കുന്ന റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്ന എവിടെയാണ്? മിയോസിസിനകത്ത്. അപ്പോൾ നമുക്ക് പറയാം ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ശരിയാണല്ലോ? അടുത്തത് ഹെട്രോടൈപ്പിക് റെഫേഴ്സ് ടു മിയോസിസ് 2 ആണ്. അതായത് നമ്മൾ മിയോസിസിനെ മിയോസിസ് 1 എന്നും 2 എന്നും പറയത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ മിയോസിസ് 1നെ വിളിക്കുന്നവരാണെന്ത്? ഹെട്രോടിപ്പിക് ഡിവിഷൻ. അല്ലെങ്കിൽ മിയോസിസ് 2വിനെ വിളിക്കുന്നവരാണെന്ത്? ഹോമോടിപ്പിക് ഡിവിഷൻ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹെട്രോടിപ്പിക് ഡിവിഷൻ നമ്മൾ പറയുന്നത് എന്തിനെയാണ്? അത് മിയോസിസ് 2വിനെ അല്ല, അത് മിയോസിസ് 1നെയാണ്. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ക്വസ്റ്റ്യൻ കൃത്യമായി നോക്കുക. കാരണം നമ്മൾ ബയോളജിയിൽ നമുക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്? തെറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ശ്രദ്ധിക്കത്തില്ല ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ ക്വസ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കും ഇൻകറക്റ്റ് ആണ് വേണ്ടത്. ശരിയല്ലേ? അപ്പോൾ ഇൻകറക്റ്റ് ഏതൊക്കെയാ? 1, 3, 4, 5 ഏതുണ്ട്? 1, 3, 4, 5 വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ 2. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി 2. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്ട്രക്ചർ ഈസ് പ്രസൻറ്റ് ഇൻ ക്രോമസോം എന്നാണ് അല്ലേ? ഒരു ക്രോമസോം എന്ന സ്ട്രക്ചർ നമ്മൾ ആദ്യം പഠിക്കുന്നത് എവിടെയാണ്? സെൽ എന്ന ചാപ്റ്ററിനകത്താണ്. ശരിയല്ലേ? അപ്പോൾ ഒരു ക്രോമസോം സ്ട്രക്ചർ വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? സെൽ സൈക്കിളിലേക്ക് പോകുന്നത്. അതിനുശേഷമാണ് ജനറ്റിക്സിനകത്തും അല്ലെങ്കിൽ മോളിക്കുലർ ജനറ്റിക്സിനകത്തൊക്കെ ക്രോമസോം എന്ന സ്ട്രക്ചറിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ക്രോമസോം എന്ന സ്ട്രക്ചർ വരച്ചാൽ അതിൽ പ്രധാനമായിട്ടും കാണുന്നത് എന്തൊക്കെയാണെന്ന് അറിയാൻ നോക്കി. ഇതൊരു ക്രോമസോം ആണെങ്കിൽ, നോർമൽ ക്രൈസിൽ ക്രോമസോം ആണെങ്കിൽ ക്രോമസോമിൻ്റെ എൻറ്റയർ സ്ട്രക്ചറാണിത്. ശരിയല്ലേ? ഇതിൽ എന്തുണ്ട്? ക്രൊമാറ്റിഡ്സ് കാണപ്പെടുന്നുണ്ട്. ഇത് രണ്ടും ആംസ് എന്ന് വേണേൽ പറയാം. ശരിയല്ലേ? ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൈമറി കൺസ്ട്രക്ഷൻ ഓർ സെൻട്രോമിയർ എന്ന് വിളിക്കാം. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സെൻട്രോമിയർ ഇതിൻ്റെ ക്യാരക്ടറൊക്കെ നമുക്ക് അറിയാൻ കാര്യം അല്ലേ? ഇവിടെ എന്തുണ്ട്? റെപ്പറ്റേറ്റീവ് സീക്വൻസ് ഒക്കെ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ജനറ്റിക്സ് 2വിൽ പഠിക്കുന്നുള്ള കാര്യമാണ്. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ എൻറ്റയർ സ്ട്രച്ച് ഓഫ് ഒരു DNA കാണപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് അതിൻ്റെ ക്രൊമാറ്റിഡ് സെൻട്രോമിയർ. ശരിയല്ലേ? ഈ ഡിപ്ലോസോം എന്ന സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ടോ?
ഡിപ്ലോസോം എന്താ ആക്ച്വലി? ഡിപ്ലോസോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെൻട്രോസോമുകളിൽ കാണപ്പെടുന്ന രണ്ട് സിലിണ്ടറുകളെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? ഡിപ്ലോസോം എന്ന് പറയുന്നത് അല്ലേ. എൻസിആർടിക്ക് അത് അങ്ങനെ മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും നിട്ടേക്കാണ് കേട്ടോ. സെൻട്രോമിയർ കാണപ്പെടുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ സെൻട്രോമിയർ കാണപ്പെടുന്നുണ്ട്. അതുപോലെ സെൻട്രോസോം കാണപ്പെടുന്നുണ്ടോ? അപ്പോൾ സെൻട്രോസോം ഇല്ല, കാരണം സെൻട്രോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനിലാണ് അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഏതേ വരാൻ സാധ്യതയുള്ളൂ? വിച്ച് ഓഫ് സ്ട്രക്ചർ അല്ലെ വിച്ച് സ്ട്രക്ചർ ഈസ് പ്രസന്റ് ഇൻ ക്രോമോസോം എന്ന് പറയുമ്പോൾ ഏതേ വരാൻ സാധ്യതയുള്ളൂ? സെൻട്രോമിയർ ആണ് മോസ്റ്റ് കോമൺലി വരാനുള്ള സാധ്യത, ശരിയല്ലേ? ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തയിലേക്ക് പോകാം. ദറ്റ് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ്. കറക്റ്റ് നമുക്ക് വേണ്ടത് കറക്റ്റ് ആണ്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ചോദ്യം ആദ്യം മാത്രം പകുതി മാത്രം വായിച്ചോ വരുത്, എന്ത് വായിക്കണം? കറക്റ്റ് എന്നൊക്കെ വായിക്കണം കേട്ടോ. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, താഴെ വീണ്ടും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ബയോളജി എഴുതുക. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയേ, DNA കണ്ടന്റ് ബിക്കം ഡബിൾ ഡ്യൂറിങ് G1 ഫേസ്. G1 ഫേസിൽ ഒരിക്കലും എന്ത് ചെയ്യാറില്ല? ഈ പറയുന്ന DNA കണ്ടന്റ് ഡബിൾ ചെയ്യാറില്ല, നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. DNA കണ്ടന്റ് ഡബിൾ ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ ഡബിൾ ചെയ്യുന്ന എവിടെയാണ്? S ഫേസിലാണ്. സോ ദ ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ് ആണ്, ശരിയല്ലേ? അടുത്തത് ഡ്യൂറേഷൻ ഓഫ് ഇന്റർഫേസ് ഷോർട്ടസ്റ്റ് കമ്പയർഡ് ടു M ഫേസ്. നമ്മൾ M ഫേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്റർഫേസിന്റെ ഡ്യൂറേഷൻ ചെറുതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ശരിയാണോ? തെറ്റല്ലേ? കാരണം എന്താ? നമുക്കറിയാം, ഒരു ജനറേഷൻ ടൈം എടുത്തു കഴിഞ്ഞാൽ, നോർമൽ യൂക്കാരിയോട്ടിക് സെല്ലിന്റെ ജനറേഷൻ ടൈം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 95% സമയം എന്തിനു വേണ്ടിയായിരിക്കും? ഇറ്റ് ഈസ് മെയിൻലി ഫോർ ദ ഇന്റർഫേസ് ആണ്, ശരിയല്ലേ? ബാക്കി 5% സമയം മാത്രം എന്തിനു മതി? M ഫേസിന് മതി. ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കേട്ടോ, കറക്റ്റ് ഒന്നും അല്ല. എങ്കിൽ പോലും 95% കൂടുതൽ സമയം എന്തിനു വേണ്ടി വരും എന്ന് പറയപ്പെടുന്നുണ്ട്? ഇന്റർഫേസിന് വേണം, ശരിയല്ലേ? ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 എന്തായിരിക്കും? 2 തെറ്റാണ്, ശരിയല്ലേ? അടുത്തത് G2 ഫേസ് ഫോളോസ് മൈറ്റോസിസ് ഫേസ് എന്നാണ്. തെറ്റല്ലേ അത്? കാരണം എന്താ? ഈ പറയുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, അത് ലിറ്ററലി ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് ആണ്. അല്ലെങ്കിൽ നോർമൽ കേസിൽ എന്തല്ല അത് കറക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, ശരിയല്ലേ? അടുത്തത് DNA റെപ്ലിക്കേഷൻ ഒക്കോസ് ഇൻ S ഫേസ്. ശരിയല്ലേ? കാരണം എന്താ? ഒരു DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ്? പ്രധാനമായിട്ടും S ഫേസിനകത്താണ്. കാരണം S ഫേസിലാണ് എന്തുള്ളത്? DNA റെപ്ലിക്കേഷൻ ആൻഡ് ക്രോമോസോം ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്. കാരണം മൈറ്റോസിസിലും മിയോസിസിലും S ഫേസിൽ DNA റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ DNA ഈ പറയുന്ന റെപ്ലിക്കേഷൻ നടന്നില്ലെങ്കിൽ ഒരു കാരണവശാലും സെൽ സൈക്കിൾ അല്ലെ സെൽ ഡിവിഷൻ നടക്കത്തില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഇത് ഒരു എസെൻഷ്യൽ ഇവന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ദ ഓപ്ഷൻ വിൽ ബി 4 ആണ്. കാരണം കറക്റ്റ് ആണ് വേണ്ടത്, ഓപ്ഷൻ 4 ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ, ശരിയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. നോക്കിക്കേ, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ലൈസോസോം ഗെറ്റ് റപ്ചേർഡ് ഇൻ എ സെൽ? ചോദ്യം ഇതാണ്, ലൈസോസോം എന്ന് പറയുന്ന ഒരു ഓർഗനൽ നമ്മുടെ സെല്ലിൻ്റെ അകത്ത് വെച്ച് പൊട്ടിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് അല്ലേ. സാധാരണഗതിയിൽ അതിൻ്റെ സെൽ സൈക്കിൾ അല്ലെ സെൽ നോർമൽ നമ്മുടെ സെൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെൽസിനകത്തെല്ലാം ലൈസോസോം പ്രസൻസ് ഉണ്ട്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ലൈസോസോം എന്ന സ്ട്രക്ചർ പൊട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? ഇത് പൊട്ടിയാൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താ ലൈസോസോം എന്ന്. നമുക്കറിയാം, ലൈസോസോം എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ് അല്ലേ. ഇതിനെ ഗോൾജി ബോഡിയാണ് ഉണ്ടാക്കുന്നത്, ശരിയാണെന്നല്ല നമുക്ക് പഠിച്ച കാര്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സിംഗിൾ മെംബ്രെയിനുള്ള ഈ പറഞ്ഞ ലൈസോസോമുകളുടെ അകത്ത് കാണപ്പെടുന്നത് പ്രധാനമായിട്ടും നമ്മുടെ സെൽസിൽ ഉൾക്കൊള്ളേണ്ട ആസിഡ് ഹൈഡ്രോലൈസുകളാണ് അല്ലേ. ഈ ആസിഡ് ഹൈഡ്രോലൈസ് അർത്ഥം എന്താ? അസിഡിക് pHൽ മാത്രം ആക്ടിവേറ്റ് ആകുന്ന ചില എൻസൈംസുകളുണ്ട്. അതായത് pH 5 വന്നാൽ മാത്രമേ സാധാരണഗതിയിൽ ചില എൻസൈമുകൾ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ലൈസോസോമിൻ്റെ അകത്ത് കാണുന്ന ഹൈഡ്രോലൈസുകൾ അസിഡിക് കണ്ടീഷനിൽ അവരെന്താവും? ആക്ടിവേറ്റ് ആയാൽ എന്താണ് മാറുന്നത്? ആസിഡ് ഹൈഡ്രോലൈസുകളായിട്ട് മാറും, ശരിയാണല്ലോ. ഈ ആസിഡ് ഹൈഡ്രോലൈസുകൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും സെല്ലിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് കമ്പോണൻറ്റുകളെ ഡൈജസ്റ്റ് ചെയ്യും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കിക്കോണം, നമ്മുടെ ലൈസോസോം ഒരു ബോംബാണ്, ശരിയല്ലേ? ഇറ്റ് ഈസ് കോൾഡ് സൂയിസൈഡൽ ബാഗ് ആണ്, ശരിയല്ലേ? പൊട്ടിയാൽ ഉറപ്പായിട്ടും ആരെ നശിപ്പിച്ച് കളയും? പൂർണ്ണമായിട്ടും സെല്ലിനെ നശിപ്പിച്ച് കളയും. കാരണം എന്താ? സെല്ലിൻ്റെ അകത്തുള്ള മൈറ്റോകോൺട്രിയ ആയിക്കോട്ടെ, ഗോൾജി ബോഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള സ്ട്രക്ചർ ആയിക്കോട്ടെ, ഇവരെ എല്ലാം കൃത്യമായി നശിപ്പിക്കാനുള്ള ഹൈഡ്രോലൈസ് എൻസൈമുകൾ എവിടെയുണ്ട്? ഈ പറയുന്ന ലൈസോസോമിലുണ്ട്. സോ ഡെഫിനറ്റ്ലി ദ സെൽ വിൽ ഡൈ. പൊട്ടിയാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ചത്തു. ക്ലിയർ അല്ലേ? കാരണം NCERTക്ക് അത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ആർസലറിസ് പറയുന്നുണ്ട് അല്ലേ, ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി ദിസ്. കാണാമല്ലോ, ഇന്റർഫേസ് ഈസ് കാൾഡ് ദ റെസ്റ്റിംഗ് ഫേസ് ബിക്കോസ്. ഇന്റർഫേസിനെ എന്തുകൊണ്ട് റെസ്റ്റിംഗ് ഫേസ് എന്ന് വിളിക്കുന്നത്? എന്താണ് കാര്യം എന്ന് അറിയേണ്ടത് അല്ലേ. ഇവിടെ പറയുന്നു ഇറ്റ് ഈസ് എ മോസ്റ്റ് ആക്റ്റീവ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ. അത് വളരെ കറക്റ്റ് ആണ്, ആക്റ്റീവ് ഫേസ് ആണ്. അതുകൊണ്ടാണോ റെസ്റ്റിംഗ് ഫേസ് വിളിക്കുന്നത്? അല്ല. 2, ദർ ഈസ് നോ അപ്പാരന്റ് ആക്ടിവിറ്റി റിലേറ്റഡ് ടു സെൽ ഡിവിഷൻ. അങ്ങനെയാണോ പറയുന്നത്?
അല്ല. അടുത്തത് ഇറ്റ് ഡസ് നോട്ട് പ്രിപ്പയർ സെൽ ഫോർ സെൽ ഡിവിഷൻ. അങ്ങനെയാണോ? അതുകൊണ്ടാണോ പറയുന്നത്? അല്ല. അടുത്തത് ഇറ്റ് ഈസ് എ ഫേസ് വെയർ സെൽ റസ്റ്റ് ബിഫോർ എൻട്രിങ് ഇൻ ടു മൈറ്റോസിസ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പാരൻ്റ് ആക്ടിവിറ്റി ഇല്ല എന്നല്ല, അവിടെ എന്തുണ്ട്? അവിടെ പ്രധാനമായിട്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒരു ഇൻ്റർഫേസ് ന്യൂക്ലിയസിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ട് നമുക്കൊരു ചേഞ്ചും കാണാൻ പറ്റത്തില്ല. കാരണം എന്താ? ഈ പറയുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലി നടക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? വളരെ സ്ലോ ചേഞ്ച് ആയിരിക്കും. അതുകൊണ്ട് ഇത്ര സമയം എടുക്കുന്നത്. വളരെ പ്രിസൈസ് ആയിട്ട് വളരെ കൃത്യമായിട്ട് നടക്കേണ്ട ഓരോ ചേഞ്ചുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും കാണുന്ന പോലെ അല്ലെങ്കിൽ DNA ഈ പറയുന്ന മൂവ്മെൻ്റ് ഒന്നും ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ശരിയല്ലേ? അപ്പോൾ അതിന് എന്തുണ്ടാവുന്നുണ്ട് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ? റെസ്റ്റിംഗ് ആണെന്ന്. പക്ഷേ ആക്ച്വലി റെസ്റ്റിംഗ് ആണോ അവർ? അല്ല. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? G1 ഫേസിൽ പ്രധാനമായിട്ടും DNA റെപ്ലിക്കേഷന് വേണ്ടിയുള്ള എല്ലാ പ്രോട്ടീൻസും ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുണ്ട്, ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. ശരിയല്ലേ? അതുപോലെ കൺട്രോളിങ് എലമെൻറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ പറഞ്ഞ S-ൽ റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ G2-ൽ ട്യൂബുലിൻ പ്രോട്ടീൻ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? അവിടെ ഈ പറയുന്ന ചേഞ്ചുകളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ എന്ത് കാണാൻ പറ്റത്തില്ല? ഈ ചേഞ്ചുകളൊന്നും മൈക്രോസ്കോപ്പിലൂടെ കാണാൻ വേണ്ടി പറ്റത്തില്ല. സോ ഈ പറയുന്ന ഓപ്ഷൻ ഏത് വരത്തേ ഉള്ള ഓപ്ഷൻ 4 ആയിരിക്കും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദാറ്റ് ഈസ് എ ഫേസ് വെയർ സെൽ റെസ്റ്റ് എന്ന് വെച്ചാൽ ആക്ച്വൽ റെസ്റ്റ് അല്ല, അവിടെ മെറ്റബോളിസം നടക്കുന്നുണ്ട് കേട്ടോ. ബോഡി അല്ലെങ്കിൽ സെല്ലിൻ്റെ ചേഞ്ച് നടക്കുന്നുണ്ട്. ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഈസ് 4 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോകാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡിസ്കവറിയും അതിൻ്റെ ഇയറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഗോൾജി ബോഡി വെയർ ഡിസ്കവർഡ് ഇൻ 1898 ബൈ 1898 ഗോൾജി ബോഡി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഓർഗനിനെ ഡിസ്കവർ ചെയ്ത് ആരാണെന്നാണ് അറിയുന്നത് അല്ലേ? നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ കുറേ സയൻറ്റിസ്റ്റ് പേരുണ്ട്. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയ പേരാണ്. ആരാണ്? ഉറപ്പായിട്ടും അത് ആരുമല്ല. ശരിയല്ലേ? കാരണം എന്താ? റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ ആ സയൻറ്റിസ്റ്റ് അല്ല. ശരിയല്ലേ? റുഡോൾഫ് റിച്ചോ അല്ല. ശരിയല്ലേ? റോബർട്ട് ഹുക്കും അല്ല. ഇപ്പോൾ നമുക്കറിയാം ഗോൾജി ബോഡി എന്ന സ്ട്രക്ചർ കണ്ടെത്തിയത് ആരാണ്? പ്രധാനമായിട്ടും അത് കണ്ടെത്തിയത് നമ്മുടെ ഈ പറയുന്ന കാമിലോ ഗോൾഗിയാണ്. ശരിയല്ലേ? അപ്പോൾ കാമിലോ ഗോൾഗി ആയതുകൊണ്ട് ഇവിടെ പേരില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഓപ്ഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഓപ്ഷൻ 4 വരത്തുള്ളൂ. ശരിയല്ലേ? ഇപ്പോൾ ഗോൾജി ബോഡി നിങ്ങൾ അറിയാം. കാരണം ഗോൾജി ബോഡി ഒരു സിംഗിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ് അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഗോൾജി ബോഡി എന്നൊരു സ്ട്രക്ചർ പ്രധാനമായിട്ട് നമ്മുടെ ഈ എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ശരിയല്ലേ? അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ പറഞ്ഞ 4 ഓർഗനൽസ് ഉണ്ട്. അതിൽ തന്നെ ഒന്നാമത്തെയാണ് ഈ പറഞ്ഞത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, 2 ഗോൾജി ബോഡി, ലൈസോസോം, വാക്യൂള്. ഈ 4 പേരും കൂടെ ഒന്നിച്ചാണ് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ശരിയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നൺ ഓഫ് ദ എബോവ് ആണ്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ റിഗാർഡിങ് ഇൻ്റർഫേസ് ആണ്. ഇൻ്റർഫേസ്. അപ്പോൾ ഇൻ്റർഫേസുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ട്രൂ ആണ് വേണ്ടത് അല്ലേ? ട്രൂ റിഗാർഡിങ് ഇൻ്റർഫേസ് ആണ്. അതിൽ പറയുന്നു G1 ഈസ് ദ മോസ്റ്റ് വേരിയബിൾ ഫേസ് ആൻഡ് ഇറ്റ് കൺട്രോൾ ദ എൻറ്റയർ പേസ് ഓഫ് ദ സെൽ സൈക്കിൾ. ശരിയല്ലേ? കാരണം എന്താ? G1 എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനമായിട്ടും ഒരു ലോങ്ങസ്റ്റ് ഫേസ് ആണ്. ശരിയല്ലേ? അപ്പോൾ അവർക്ക് വേരിയബിലിറ്റി ഉണ്ട്. കാരണം പല സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അവർ കൺട്രോളിങ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. സെൽ സൈക്കിളിനെ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് G1 ഉണ്ട്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നു DNA റെപ്ലിക്കേഷൻ ആൻഡ് സെൻട്രോസോം ഡ്യൂപ്ലിക്കേഷൻ ഒക്കേഴ്സ് ഇൻ S ഫേസ്. നമുക്കറിയാവുന്ന കാര്യമാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെയാണ്? S ഫേസിലാണ്. ശരിയല്ലേ? സെൻട്രോസോമിന് ഡ്യൂപ്ലിക്കേഷനും ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ആനിമൽ സെൽസ് ഇല്ലേ? ആനിമൽ സെൽസ്. ഈ ആനിമൽ സെൽസിൽ പ്രധാനമായിട്ടും മൈറ്റോട്ടിക് സ്പിൻഡിൽസ് ഉണ്ടാകുന്ന എവിടെയാണ്? സെൻട്രോസോം വഴിയാണ്. ശരിയല്ലേ? ഈ സെൻട്രോസോമിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെയാണ്? S ഫേസിലാണ്. ക്ലിയർ അല്ലേ? അടുത്തത് ഇൻ G2 സ്റ്റേജ് DNA കണ്ടന്റ് ഈസ് ഡബിൾ ദ എമൗണ്ട് ദാൻ ദാറ്റ് ഓഫ് G1. G1-നേക്കാളും എന്തുണ്ട്? ഈ പറഞ്ഞ G2-വിൽ DNA കണ്ടന്റ് ഉണ്ടെന്നാണ് അർത്ഥം. ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 3 ആണ് വരുന്നത്. അടുത്തത് ഇന്റർഫേസ് ലാസ്റ്റ് ഫോർ മോർ ദാൻ 95% ഓഫ് ദ ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ. അതായത് സെൽ സൈക്കിൾ ടൈം എടുത്താൽ അതിൽ പ്രധാനമായിട്ടും 95%-നേക്കാൾ കൂടുതൽ സമയം ആർക്ക് വേണ്ടി വരും? ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു ഗ്യാപ്പിന് വേണ്ടി വരും അല്ലെ? ഫേസിന് വേണ്ടി വരും. അത് കറക്റ്റ് അല്ലേ? അടുത്തത് പീരീഡ് ഓഫ് ഇൻറ്റൻസ് ബയോസിന്തറ്റിക് ആക്ടിവിറ്റിയാണ്. കാരണം എന്താ? നമ്മുടെ ഈ പറഞ്ഞ ഇൻ്റർഫേസിലാണ് സെല്ല് പ്രിപ്പയർ ചെയ്യുന്നത്. ശരിയല്ലേ? കാരണം എന്താ? മൈറ്റോസിന് വേണ്ടി പ്രധാനപ്പെട്ട ഡിവിഷൻസിന് വേണ്ടി എല്ലാ തരത്തിലെ മോളിക്യൂളുകളെ ഉണ്ടാക്കുന്ന എവിടെയാണ്? ഈ പറയുന്ന ഇൻ്റർഫേസിലായതുകൊണ്ട്. സോ ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ഇൻറ്റൻസ് ബയോസിന്തറ്റിക് ആക്ടിവിറ്റി. സോ ദ ഓപ്ഷൻ ഏതൊക്കെ വരെ? ഓപ്ഷൻ 1 കറക്റ്റാണ്, 2 കറക്റ്റാണ്, 3 കറക്റ്റാണ്, 4 കറക്റ്റാണ്. സോ ദ ഓപ്ഷൻ വിൽ ബി 4. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ
അടുത്തിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗനൽ ഈസ് നോട്ട് സറൗണ്ടഡ് ബൈ എനി മെംബ്രെയിൻ? ഒരു മെംബ്രെയിൻ കൊണ്ടും സറൗണ്ട് ചെയ്യപ്പെടാത്ത ഓർഗനൽ ഏതാണെന്നാണ് ചോദ്യം. ശരിയല്ലേ? നമുക്കറിയാം മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഓർഗനൽ എന്താണ്? അത് പ്രൊക്യാരിയോട്സിൽ ഇല്ല, യൂക്യാരിയോട്സിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. യൂക്യാരിയോട്സിൽ മാത്രം കാണപ്പെടുന്നതുകൊണ്ട് അവർ എന്തുണ്ട്? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി 2 ലെയർ ഡബിൾ ലെയർ മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട്. ശരിയല്ലേ? അടുത്തത് വാക്യൂൾ എന്ന സ്ട്രക്ചറാണ്. ഈ വാക്യൂൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ്. ആ സിംഗിൾ മെംബ്രെയിൻ്റെ പേരാണ് ടോണോപ്ലാസ്റ്റ്. നമുക്കറിയാം ടോണോപ്ലാസ്റ്റ് എന്ന സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. ശരിയല്ലേ? ഇനി പ്ലാസ്റ്റിഡ്സിൽ തന്നെ പ്രധാനമായിട്ടും പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് ഈ പറഞ്ഞ ആര്? ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റും ഒരു ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ്. അപ്പം നോർമലി നമ്മൾ എഴുതിയേക്കുന്ന 3 എണ്ണത്തിനകത്ത് ഏതൊക്കെയുണ്ട്? ഒന്ന് നടി പറയുന്നത് ഇത് ഡബിൾ മെംബ്രെയിൻ ആണ്. ശരിയല്ലേ? ഇതൊരു ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ്. അടുത്തത് ഇത് ടോണോപ്ലാസ്റ്റ് സിംഗിൾ മെംബ്രെയിൻ ആണ്. ഇതും ഡബിളാണ്. ശരിയല്ലേ? എന്നാൽ ഇവർക്ക് എന്തില്ല? ഇവർക്ക് നോ മെംബ്രെയിൻ ആണ്. ഇവർക്ക് എന്തില്ല? ഇവർക്ക് മെംബ്രെയിൻ ഇല്ല. ശരിയല്ലേ? അപ്പം യൂക്യാരിയോട്സിനകത്തും പ്രൊക്യാരിയോട്സിനകത്തും ഒരുപോലെ കാണപ്പെടുന്ന ഒരു ഓർഗനാണ് ഈ പറഞ്ഞത് റൈബോസോം. റൈബോസോമുകൾക്ക് എന്തില്ല? മെംബ്രെയിൻ ഇല്ല. അപ്പോൾ റൈബോസോമിനെ പറ്റി വ്യക്തമായി പഠിക്കുന്നത് എവിടെയാണ്? സെല്ലിലാണ്. ശരിയല്ലേ? എന്നാൽ റൈബോസോമിൻ്റെ ആക്ഷൻ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ മെക്കാനിസം പഠിക്കുന്നത് എവിടെയാണ്? ജെനറ്റിക്സ് 2-നകത്താണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ വ്യക്തമായി പഠിച്ചാലേ അവിടെ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? കണക്ഷൻ കിട്ടത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ സെല്ല് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ഓർത്തിരിക്കുക. ശരിയല്ലേ? ടൈപ്പ് ഒക്കെ അറിയായിരിക്കും. 70 years ഒക്കെ ഉണ്ട് അല്ലേ? 80 years ഒക്കെ ഉണ്ട്. ശരിയല്ലേ? യെസ്, ഇറ്റ് ഈസ് ദ സോ ദിസ് ക്വസ്റ്റ്യൻ ഏതാ കറക്റ്റ് ആൻസർ? ഏതാ? റൈബോസോമാണ് കറക്റ്റ് ആൻസർ. ശരിയല്ലേ? അടുത്തത് ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് സ്റ്റേജസ് ഇൻ പ്രൊഫേസ് ഓഫ് മിയോസിസ്. നമുക്കറിയാം ഈ പ്രൊഫേസ് ഓഫ് മിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൈറ്റോസിസിൻ്റെ പ്രൊഫേസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലോങ്ങസ്റ്റ് ഫേസ് പ്രൊഫേസ് 1 ആണ് അല്ലേ? മിയോസിൻ്റെ പ്രൊഫേസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മിയോസിൽ കാണപ്പെടുന്ന പ്രൊഫേസ് 1 ലോങ്ങസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ക്രോമസോമുകൾക്ക് ചില എക്സ്ട്രാ ജോലികളുണ്ട്. നമ്മുടെ മൈറ്റോസിസിൽ കാണപ്പെടാത്തതുപോലെ തന്നെ പ്രധാനമായിട്ടും ഏതുണ്ട്? കൃത്യമായി പറഞ്ഞാൽ ഒന്ന് കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം. ശരിയല്ലേ? രണ്ടാമത്തെയാണ് പെയറിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനാപ്സിസ് എന്ന സ്ട്രക്ചർ ഉണ്ട്. ശരിയല്ലേ? അടുത്തത് ഈ പറയുന്ന സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ സ്ട്രക്ചർ അല്ലെ ക്രോസിംഗ് ഓവർ ഉണ്ടാവുന്നുണ്ട്. കയസ്മേറ്റ ഫോം ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതേ വരാൻ സാധ്യതയുള്ളൂ മക്കളെ? യെസ്, ദ കറക്റ്റ് ആൻസർ ഈസ് ലെപ്റ്റോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ. അങ്ങനെയല്ല വരുന്നത്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്കളെ ചെറുത്തേക്കുന്നത്? അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നത്? ബേസ്ഡ് ഓൺ ദ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. വാട്ട് ഇസ് ദ ക്രൈറ്റീരിയ ബിഹൈൻഡ് ദിസ് ക്ലാസിഫിക്കേഷൻ ഓർ ക്രൈറ്റീരിയ ബിഹൈൻഡ് ദിസ് സെപ്പറേഷൻ? എന്തായിരിക്കും ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ്റെ കാരണം? എന്തായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ഇത്രയേ ഉള്ളൂ, ക്രോമസോമൽ ബിഹേവിയർ ആണ്. അതായത് മൈറ്റോസിസിൽ ക്രോമസോമുകൾ കാണിക്കാത്ത എന്തോ ചില പ്രത്യേക സ്വഭാവങ്ങൾ ആര് കാണിക്കുന്നുണ്ട്? മിയോസിസിലെ ക്രോമസോം കാണിക്കുന്നുണ്ട്. ശരിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്, സിനാപ്സിസ് ഉണ്ട്, ക്രോസിംഗ് ഓവർ ഉണ്ട്, ടെർമിനലൈസേഷൻ ഉണ്ട്, ഡിസൊല്യൂഷൻ കാണിക്കുന്നുണ്ട്. ശരിയല്ലേ? അതൊന്നും ആര് കാണിക്കുന്നില്ല? മൈറ്റോസിസിനകത്തില്ല. അപ്പോൾ എവിടെയേ ഉള്ളത്? മിയോസിനകത്തേ ഉള്ളൂ. സോ ഓപ്ഷൻ ഈസ് 2 ആണ്. ഓക്കെ അല്ലേ? അടുത്തത് പെപ്റ്റൈഡ് സിന്തസിസ് ഇൻസൈഡ് എ സെൽ ടേക്സ് പ്ലേസ് ഇൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു വെച്ചാൽ പെപ്റ്റൈഡ് എന്ന വാക്ക് നമ്മൾ പഠിക്കുന്നത് ബയോമോളിക്കൂളിനകത്താണ്. ശരിയല്ലേ? അപ്പോൾ ബയോമോളിക്കൂളിനകത്ത് പഠിക്കുന്നുണ്ട് പെപ്റ്റൈഡ്. ശരിയല്ലേ? അതുപോലെ തന്നെ ഈ പെപ്റ്റൈഡിൻ്റെ സിന്തസ് പഠിക്കുന്നത് എവിടെയാണ്? മോളിക്കുലർ ബേസിനകത്താണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തില്ലേ? ബയോമോളിക്കൂളും മോളിക്കുലറും കണക്ട് ചെയ്തു. ഇത് എവിടെ വരും? ഉറപ്പായിട്ടും പെപ്റ്റൈഡ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രോട്ടീൻ. ശരിയല്ലേ? ഡിഫറെൻറ്റ് അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ട് ബിക്കം പെപ്റ്റൈഡ്. ഇതൊരു അമിനോ ആസിഡ് ആണെങ്കിൽ ഇത് അടുത്ത അമിനോ ആസിഡ് ആണെങ്കിൽ അടുത്ത അമിനോ ആസിഡ് അടുത്ത അമിനോ ആസിഡ്. ശരിയല്ലേ? അപ്പോൾ ഏത് വരും? ഇതാണ് പെപ്റ്റൈഡ്. ശരിയല്ലേ? ഇപ്പോൾ ഡൈ പെപ്റ്റൈഡ് ഉണ്ട്, ട്രൈ ഉണ്ട്, പോളി പെപ്റ്റൈഡ് ഉണ്ട്. ശരിയല്ലേ? ഇപ്പോൾ ഇതുണ്ടാകുന്ന എവിടെയായിരിക്കും? ഉറപ്പായിട്ടും ക്ലോറോപ്ലാസ്റ്റ് അല്ല, മൈറ്റോകോൺട്രിയ അല്ല, ക്രോമോപ്ലാസ്റ്റ് അല്ല, റൈബോസോമാണ്. ഓക്കെ ആണല്ലോ? യെസ്, അനുദീപക്കൊക്കെ ക്രോമസോം. ഗുഡ് ഗുഡ്. ഓക്കെ ഓക്കെ, കൊള്ളാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ദ ന്യൂക്ലിയോലസ് ഇസ് എ സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ്. നമുക്കറിയാം ഈ NCERT-ക്കകത്ത് ന്യൂക്ലിയോലസിനെ പറ്റി വളരെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? പക്ഷെ ശ്രദ്ധിക്കേണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിനകത്ത് കൃത്യമായിട്ട് പറയുന്ന ഒരു DNA ഉണ്ട്. അതാണ് DNA അല്ല, rRNA. ശരിയല്ലേ? ഇതാണ് വൺ ഓഫ് ദ RNA ദാറ്റ് പ്രസന്റ് ഇൻസൈഡ് സെൽ. ഇതുപോലെ തന്നെ tRNA ഉണ്ട്.
tRNA ഉണ്ട്, അതുപോലെ തന്നെ mRNA ഉണ്ട്, ശരിയല്ലേ? ഇങ്ങനെയുള്ള 3 RNAകളാണ് പ്രധാനമായിട്ടും നമ്മുടെ NCERT പറയുന്നത്. അതിൽ തന്നെ ഈ ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ആരെയായിരിക്കും? rRNAകളെയാണ്. കാരണം എന്താ? ഈ rRNA ആണ് ഹെവിയസ്റ്റ് RNA. നമ്മുടെ സെൽ എടുത്താൽ കാണുന്ന ഏറ്റവും കൂടുതൽ ഹെവിയസ്റ്റ് RNA ഏതാണ്? rRNA ആണ്. ഈ rRNA ഉണ്ടെങ്കിൽ മാത്രമേ ആരുണ്ടാകത്തുള്ളൂ? റൈബോസോം ഉണ്ടാകത്തുള്ളൂ, ശരിയല്ലേ? അപ്പോൾ റൈബോസോമുകളുടെ സ്ട്രക്ചറിനെ ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം? ഈ പറയുന്ന rRNA വേണം, ശരിയല്ലേ? ഈ rRNA ഉണ്ടാക്കുന്ന എവിടെ നിന്നാണ്? ദേ ആർ ഫ്രം ന്യൂക്ലിയോലസ് ആണ്. അപ്പോൾ ന്യൂക്ലിയോലസുകളുടെ എണ്ണം സാധാരണഗതിയിൽ ഒരു സെല്ലിൽ ഒരെണ്ണമാണ് കാണുന്നത്, ശരിയല്ലേ? എന്നാൽ ഏതെങ്കിലും ഒരു സെല്ല് ആക്റ്റീവ്ലി പ്രോട്ടീൻ സിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ എണ്ണം എന്ത് വരാം? 2 or 3 ഒക്കെ വരാം. ഇത് ആറ് സ്റ്റേറ്റ്മെൻറ്റാ? NCERT സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ന്യൂക്ലിയോലസുകൾക്ക് എന്തില്ല? മെംബ്രെയിൻ ഇല്ല, ശരിയല്ലേ? ന്യൂക്ലിയസിന് എന്തുണ്ട്? മെംബ്രെയിൻ ഉണ്ട്. പക്ഷെ ന്യൂക്ലിയോലസുകൾക്ക് എന്തില്ല? മെംബ്രെയിൻ പറയപ്പെടുന്നില്ല. സോ ഇറ്റ് ഈസ് എ നോൺ മെംബ്രേനിയസ് സബ് ഓർഗനൽ വിച്ച് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ഓർ ഫോർമേഷൻ ഓഫ് rRNA ഫോർ ദ റൈബോസോമൽ അസംബ്ലി. ശരി, റൈബോസോം ഉണ്ടാകാൻ വേണ്ടി എന്ത് വേണം? അവിടെ ഈ പറഞ്ഞ rRNA വേണം. ഇതിവിടെ പഠിച്ചു വെക്കണം കേട്ടോ, കാരണം നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്, മോളിക്കുലാറിൽ പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കാസ്മേറ്റ ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡാഷ്. സെൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊഫൈസ് 1ന്റെ ഡിഫറെൻറ്റ് ഇവൻറ്റുകളിലേക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞത് കാസ്മേറ്റ എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് വളരെ വ്യക്തമായി അറിയുന്നതാണ് കാസ്മേറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചറാണ്, അല്ലേ? ഇവിടെ കമൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. തീർത്ത കമൻറ്റ് ചെയ്തു. ഗുഡ്. ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചറാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ആയിട്ടുള്ള കയസ്മേറ്റ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അപ്പോൾ നമുക്ക് തുടക്കം തൊട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഹോമോലോഗസ് ക്രോമസോം അപ്പിയർ ചെയ്യുന്നുണ്ട്. ഈ ഹോമോലോഗസ് ക്രോമസോമുകളുടെ പെയറിംഗ് ആണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. സിനാപ്സിസിൽ നടക്കുന്ന ആ പെയറിങ്ങിന് കാരണമാകുന്ന ഒരു പ്രോട്ടീൻ എലമെൻ്റ് ഉണ്ട്. ഇത് വരാണെന്ത്? ഈ പറഞ്ഞ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. സിനാപ്റ്റോണിമൽ കോംപ്ലക്സിൻ്റെ ചില റീജിയൻസിൽ ക്രോസിംഗ് ഓവർ നടക്കേണ്ട റീജിയൻസിൽ എന്തുണ്ടാകുന്നുണ്ട്? ചില ഇലക്ട്രോൺ ഡെൻസ് റീജിയൻസ് ഉണ്ടാകുന്നത്. ഇറ്റ് ഇസ് കോൾഡ് റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദേ വിൽ ട്രിഗർ ദ സിന്തസിസ് ഓഫ് ആൻ എൻസൈം കാൾഡ് റീകോമ്പിനേസ് വിച്ച് ഹാവിംഗ് 2 ഡിഫറെൻറ്റ് എൻസൈം കാൾഡ് എൻഡോന്യൂക്ലിയസ് ആൻഡ് ലിഗേസ്, ശരിയല്ലേ? ഈ 2 പേരും വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരുടെ ആക്ഷൻ ചെയ്യും. അവരെന്ത് ചെയ്യും? DNA കട്ട് ചെയ്ത് അപ്പുറത്തൊട്ടിച്ച് ഇപ്പുറത്തൊട്ടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ഓഫ് ക്രോമസോം ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോം. പക്ഷേ എന്താണ്? സിസ്റ്റർ തമ്മിലാണോ? അല്ല, നോൺ സിസ്റ്റർ തമ്മിലാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നോൺ സിസ്റ്ററുകളുടെ സെഗ്മെൻറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്തപ്പോഴല്ലേ അവിടെ എന്തുണ്ടായത്? ഈ പറയുന്ന കയസ്മേറ്റ് ഉണ്ടായത്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടും ഉറപ്പായിട്ടും എക്സ്ചേഞ്ച് ഓഫ് പാർട്ട് ഓഫ് പെയ്ഡ് ഹോമോലോഗസ് ക്രോമസോംസ്. ഓക്കെ അല്ലേ? പെയ്ഡ് ആയിരിക്കും, ഹോമോലോഗസ് ക്രോമസോം പെയ്ഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന പാർട്ടുകളാണ് എക്സ്ചേഞ്ച് ചെയ്ത് അപ്പോൾ ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് ഈ പറഞ്ഞത് കയസ്മേറ്റ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ 3 ആയിരിക്കും. അടുത്തത് ഡ്യൂറിങ് ഡിപ്ലോട്ടീൻ സ്റ്റേജ് ഇൻ മിയോസിസ്. മിയോസിസിൻ്റെ ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ നടക്കുന്ന ഇവൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലേ? ക്രോമസോമിൻ റെപ്ലിക്കേഷൻ ആണോ? അത് എസ് ഫേസിലല്ലേടാ മക്കളെ? അതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ക്ലാസ്സിൽ പഠിച്ചായിരിക്കും, അല്ലേ? കൃത്യമായി മനസ്സിലാക്കണം. ചോദ്യം വായിച്ചു നോക്കി ആൻസർ ചെയ്യാവൂ, ബയോളജി തെറ്റിക്കും. കാരണം നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വായിച്ചു വിടും. നമുക്ക് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ബയോളജി തെറ്റും. ക്ലിയർ അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. ക്രോമസോം റെപ്ലിക്കേറ്റ് ശരിയാണോ? തെറ്റ്. ക്രോമസോം സെഗ്രിഗേറ്റ് തെറ്റ്, ശരിയല്ലേ? തെറ്റല്ലേ? തെറ്റാണ്. ഇത് എവിടെയാണ്? ഇത് അനാഫേസിലാണ്. ക്ലിയർ അല്ലേ മക്കളെ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ, അല്ലേ? ഒന്ന് ആക്റ്റീവായിട്ട് നിന്നേ, അല്ലേ? യെസ്, അനാഫേസിലല്ലേ? അടുത്തത് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. ഹോമോലോഗസ് ക്രോമസോമിൻ്റെ പെയറിംഗ് എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ സൈഗോട്ടീൻ, ശരിയല്ലേ? സൈഗോട്ടീനിലാണ് പെയറിംഗ്, ശരിയല്ലേ? അടുത്തത് കയസ്മേറ്റ ആർ സീൻ. കയസ്മേറ്റ കാണുന്നത് എവിടെയാണ്? കയസ്മേറ്റ ആണ് ഡിപ്ലോട്ടീനിലാണ്, ശരിയല്ലേ? അപ്പോൾ ഡിപ്ലോട്ടീനിലാണ് കയസ്മേറ്റ കാണുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കയസ്മേറ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ ഡിപ്ലോട്ടീനിലാണ്. അതുകൊണ്ട് ഡിപ്ലോട്ടീൻ പ്രധാനമായിട്ട് എന്ത് ചെയ്യാം? ചില ഓർഗാനിസങ്ങളിൽ കുറേ കാലം നിൽക്കാം. ദറ്റ് ഈസ് മന്ത്സ് ഓർ ഇയേഴ്സ് ഇൻ oocytes ഓഫ് സം വെർട്ടിബ്രേറ്റ്സ് ഒക്കെ പറയുന്നില്ലേ? അത് ഡിപ്ലോട്ടീൻ സ്റ്റേജിനെ പറ്റിയാണ്, ശരിയാണല്ലോ? യെസ്. അപ്പോൾ നോർമൽ കേസിൽ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 മോർഫോളജിക്കൽ ഫോംസ് ഓഫ് ഗോൾജി കോംപ്ലക്സസ് ആർ. നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന പല സ്ട്രക്ചറുകൾക്കും പല മോർഫോളജിക്കൽ ഫോംസ് ഉണ്ട്. ERന് മോർഫോളജിക്കൽ ഫോംസ് ഉണ്ട്, ശരിയല്ലേ? 2 തരത്തിൽ സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്, ശരിയല്ലേ? റൈബോസോമിന് തന്നെ ലാർജും സ്മോളും ഉണ്ട്, ശരിയല്ലേ? അതുപോലെ ഗോൾജി കോംപ്ലക്സുകളുടെ സ്ട്രക്ചർ നോക്കിയാൽ അവർക്ക് എന്തുണ്ട്? ഡിഫറെൻറ്റ്
മോർഫോളജിക്കൽ ഫോംസ് കാണപ്പെടുന്നുണ്ട്. അതിൽ ട്യൂബുലേറ്റ്, ട്യൂബ്യൂൾ ആൻഡ് വെസിക്കിൾ, ശരിയാണോ? അത് ട്യൂബുലേറ്റ് എന്ന സ്ട്രക്ചർ ഇല്ല, തെറ്റല്ലേ? അപ്പോൾ അത് തെറ്റാണ്. സോ ഓപ്ഷൻ 1 തെറ്റാണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് സിസ്റ്റർനെ, ട്യൂബ്യൂൾ ആൻഡ് വെസിക്കിൾ. നമുക്കത് എന്ത് ചെയ്യാം? ഇത് എടുക്കാൻ വേണ്ടി പറ്റും. സിസ്റ്റർനെയും ട്യൂബ്യൂളും വെസിക്കിളും വേണം നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അടുത്ത സിസ്റ്റർനെ, ട്യൂബ്യൂൾ ആൻഡ് ലമല്ലെ, ശരിയല്ലേ? സിസ്റ്റർനെ ട്യൂബ്യൂൾ വരെ ശരി, പക്ഷേ ലമല്ലെ എന്തല്ല, ശരിയല്ല. ഇത് രണ്ടും കൂടെ വരേണ്ട ആവശ്യകതയില്ല. അപ്പോൾ തെറ്റല്ലേ? ഇത് തെറ്റാണ്. അടുത്തത് ഗ്രാനം, തെറ്റാണ്. ഗ്രാനം കാണുന്ന എവിടെയാ? ഗോൾജി ബോഡിക്കകത്തല്ല. ഇറ്റ് ഈസ് പ്രസന്റ് ഓർ ഇറ്റ് ഈസ് സീൻ ഇൻ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ശരിയല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതേ വരത്തുള്ളൂ? ഓപ്ഷൻ 2 വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഡിഫർ ഇൻ ഈക്കോളൈ ആൻഡ് ക്ലാമിഡോമോണസ് ആണ്. ചോദ്യം ഇതാണ്, ഈക്കോളയിലും ക്ലാമിഡോമോണസിലും ഡിഫർ ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണെന്ന ചോദ്യം അല്ലേ? നമുക്കറിയാം ഈക്കോളൈ എന്ന് വെച്ചാൽ ആക്ച്വലി ഏതാണ്? കിങ്ഡം മൊണിയറയാണ്. നമ്മുടെ RH വിക്ടാക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസിൽ പറഞ്ഞിട്ട് ഇറ്റ് ഇസ് എ പ്രൊക്യാരിയോട്ട് ആൻഡ് ദാറ്റ് ബിലോങ്സ് ടു കിങ്ഡം മൊണീറ, ശരിയല്ലേ? എന്നാൽ ക്ലാമിഡോമോണസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഗ്രീൻ ആൽഗയാണ്. ആൻഡ് ദേ ആർ ബിലോങ്സ് ടു യൂക്യാരിയോട്ടിക് ഓർഗാനിസം. അപ്പോൾ ചോദ്യം ആരെ പറ്റിയാ? പ്രൊക്യാരിയോട്സിനെയും യൂക്യാരിയോട്സിനെ പറ്റിയാണ്, ശരിയല്ലേ? അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് എന്തറിയാൻ പറ്റും? ഡിഫർ ചെയ്യാത്ത സ്ട്രക്ചറാണ് വേണ്ടത് അല്ലേ? ഡസ് നോട്ട് ഡിഫർ എന്ന ചോദ്യം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിഫർ ചെയ്യാത്ത ഏതാ മക്കളെ? നോക്കിയാ, ഒന്ന് റൈബോസം ഡിഫർ ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഡിഫർ ചെയ്യും. കാരണം എന്താ? ഒന്ന് 70 years വേണം, ഒന്ന് 80 years വേണം, ശരിയല്ലേ? ഇനി ക്രോമസോമൽ ഓർഗനൈസേഷൻ നോക്കിയാൽ എന്താ പ്രത്യേകത? ഇവിടെ പ്രൊക്യാരിയോട്സിന് കൃത്യമായിട്ടൊരു ക്രോമസോമൽ ഓർഗനൈസേഷൻ ഇല്ല. കാരണം അവർക്ക് ന്യൂക്ലിയസേ ഇല്ല, ശരിയല്ലേ? നേക്കഡ് DNA എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ന്യൂക്ലിയോയിഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ശരിയല്ലേ? ക്ലാമിഡോമോണസിനാണെങ്കിൽ ഒരു വെൽ ഡിഫൈൻഡ് DNA സ്ട്രക്ചർ പറയുന്നുണ്ട്. ന്യൂക്ലിയർ മെംബ്രൈന്, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയോപ്ലാസം, അങ്ങനെ ന്യൂക്ലിയർ ലാമല, അങ്ങനെ ഒരുപാട് സ്ട്രക്ചർ ഉണ്ട്, ശരിയല്ലേ? ഈ സെൽ വാളിലേക്ക് നോക്കിയാൽ സെൽ വാൾ വ്യത്യാസമില്ല. കാരണം എന്താ? ഈക്കോളി എന്ന് പറഞ്ഞ പ്രൊക്യാരിയോട്ട് ഓർഗാനിസങ്ങളുടെ സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോ ഗ്ലൈക്കൺ എന്നാണ് പിടിച്ചേക്കുന്നത്, ശരിയല്ലേ? എന്നാൽ ഈ ക്ലാമിഡോമോണസിൻ്റെയോ അവിടെ പ്രധാനമായിട്ടും ഈ പറഞ്ഞ സെൽ വാളുകൾ എന്ന് പറയുന്നത് നോർമലി ഈ പറയുന്ന ഗ്രീൻ ആൽഗി ആയതുകൊണ്ട് ഇന്നർ സെല്ലോസ് ഒക്കെ ആവാം, ശരിയല്ലേ? ഔട്ടർ മോസ്റ്റ് സ്ട്രക്ചർ പെക്ടോസ് ഒക്കെ ആവാം, ശരിയാണല്ലോ? ശരി. ഇനി സെൽ മെംബ്രൈനിലേക്ക് നോക്കിയാലോ? രണ്ടുപേർക്കും ഒരേപോലെയാണ്. കാരണം എന്താ? നമ്മുടെ 1972 സിംഗർ നിക്കോൾസൺ പ്രപ്പോസ് ചെയ്ത മോഡലിലെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രൈൻ, അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, ലോകത്തിലെ ജീവജാലങ്ങൾക്കെല്ലാം എക്സെപ്റ്റ് വൈറസ് എല്ലാവർക്കും എന്തുണ്ട്? പ്ലാസ്മ മെംബ്രൈൻ ഉണ്ട്, ശരിയല്ലേ? അവരുടെ എല്ലാത്തിൻ്റെയും ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്, അത് ഡിഫർ ചെയ്യത്തില്ല. സോ ഓപ്ഷൻ ഈസ് 4. ക്ലിയർ അല്ലേ? അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് മക്കളെ. മാച്ച് ദ കോളം 1 ആൻഡ് കോളം 2. അടുത്തത് കോളം 1 നോക്കിക്കേ. അതിൽ കോളം 1 പറയുന്നത് കണ്ടൻസേഷൻ ആണ് അല്ലേ? കണ്ടൻസേഷൻ. ഈ കണ്ടൻസേഷൻ നടക്കുന്ന എവിടെയാണ്? പ്രൊഫേസിലാണ്. അപ്പോൾ A2 വന്നു അല്ലേ? കോൺഗ്രഷൻ നമുക്കറിയാം. ഈ മിയോസിസിൻ്റെ മെറ്റാഫേസ് ആയിക്കോട്ടെ, മൈറ്റോസിസിൻ്റെ മെറ്റാഫേസ് ആയിക്കോട്ടെ, ഈ ഏത് മെറ്റാഫേസിനകത്തും ക്രോമസോമുകൾ എന്ത് ചെയ്യും? സ്പിൻഡിൽ ആദ്യം കയറി പിടിക്കും. ഈ സ്പിൻഡിലുകൾ കൊണ്ടാവുന്ന ചേഞ്ച് വഴിയാണ് ക്രോമസോം എന്ത് ചെയ്യുന്നത്? സെൻറ്ററിലേക്ക് വരുന്നത്, ശരിയല്ലേ? അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ക്രോമസോമിനെ വിളിച്ച പേരാണ് എന്ത്? കോൺഗ്രഷൻ. ഈ കോൺഗ്രഷൻ നടന്നാൽ മാത്രമേ ഇവിടെ എന്ത് ഫോം ചെയ്യത്തുള്ളൂ? മെറ്റാഫേസിക് പ്ലേറ്റ് ഫോം ചെയ്യത്തുള്ളൂ. സോ കോൺഗ്രഷൻ ഇസ് എ ടേം ദാറ്റ് ഈസ് ഹൈലി റിലേറ്റഡ് ടു ഓപ്ഷൻ 3. സിനാപ്സിസ് മിയോസിസിൻ്റെ അല്ലേ? മിയോസിസിൻ്റെ. അപ്പോൾ ഇത് ഏത് വരും? ഓപ്ഷൻ 1. ഡിസ്ജങ്ഷൻ ഈസ് റിലേറ്റഡ് ടു അനാഫേസ്. അപ്പോൾ ഓപ്ഷൻ A2, B3, C1, D5. അത് ഏത് വരും? 2, 3, 1, 5. 2, 3, 1, 5 അതാണ് ഇതേ വരാൻ സാധ്യതയുള്ളൂ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതേ വരത്തുള്ളൂ മക്കളെ? 1 വരത്തുള്ളൂ. യെസ്, തീർത്ത. ഗുഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബാക്കിയൊന്നും വരത്തില്ലല്ലോ, തീർത്തേ. യെസ്, ഓക്കെ. അടുത്തതിലേക്ക് പോകാം. ഇത് സെൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗ മെനി ക്രോമസോംസ് വിൽ ദ സെൽ ഹാവ് അറ്റ് G1 after S and after M phase of mitotic cell division respectively if it has 40 chromosome at interphase? നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ബോഡിയിലെ ക്രോമസോം നമ്പർ 46 ആണ് അല്ലേ? ഈ 46 ക്രോമസോം നമ്പർ G1-ലാണെങ്കിൽ അതിൻ്റെ കണ്ടന്റ് 2C ആയിരിക്കും, ശരിയല്ലേ? ഈ പറയുന്ന സെല്ലുകൾക്ക് മൈറ്റോസിസ് ആണ് നടക്കുന്നതെങ്കിൽ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? എസ് ഫേസിൽ എന്ത് വരും?
46 ക്രോമസോം 46 തന്നെയായിരിക്കും, കണ്ടന്റ് 4C ആയിട്ട് മാറും. ശരിയല്ലേ? G2വിലും കണ്ടന്റ് എന്ത് തന്നെയാണ്? 46/4C തന്നെയാണ്. ശരിയല്ലേ? ഇനി 2 സെൽ ഉണ്ടായാലോ? അവിടെ 2 സെൽ ഉണ്ടായാലും ഉണ്ടാവുന്ന 2 ഡോട്ടർ സെല്ലുകൾക്ക് എത്ര തന്നെയായിരിക്കും? 46/2C. ഇവിടെയോ 46/2C. അപ്പോൾ ക്രോമസോം നമ്പർ ചേഞ്ച് ആയോ? ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് ഫേസിൽ ക്രോമസോം നമ്പർ എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ആവത്തില്ല. ഉള്ളി അവിടെ എന്തേ ചേഞ്ച് ആവത്തുള്ളൂ? കണ്ടന്റ് മാത്രമേ ചേഞ്ച് ആവത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ 14 ക്രോമസോം ഇവിടെ കാണപ്പെടുന്നത് ഇൻ മൈറ്റോട്ടിക് സെൽ സൈക്കിൾ ആണേ. അപ്പോൾ ഓപ്ഷൻ ഏതേ വരത്തുള്ളൂ? ഓപ്ഷൻ 2 വരത്തുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. സെല്ലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, സെല്ലുമായിട്ട് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 1972 ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ സ്ട്രക്ചർ ഡീറ്റെയിലിങ്ങിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. ഇത് സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്ത മോഡലാണെന്ന് ഓർത്തിരിക്കുക. അതാണ് മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് മോഡൽ കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് പ്ലാസ്മ മെംബ്രെയിൻ കൺസിസ്റ്റ് മെയിൻലി ഓഫ്, നമുക്കറിയാം നമ്മുടെ ബോഡിയിലായിക്കോട്ടെ ബാക്ടീരിയൽ ബോഡിയിലായിക്കോട്ടെ കാണപ്പെടുന്ന പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചറുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെയിൻലി കൺസിസ്റ്റ് ഓഫ് എന്നാണ് ചോദ്യം അല്ലേ. അതിൽ പറയുന്ന ഒന്നാമത്തെ നോക്കിയേ, ഫസ്റ്റ് വൺ ഈസ് ഫോസ്ഫോലിപ്പിഡ് എംബഡഡ് ഇൻ എ പ്രോട്ടീൻ ബൈലെയർ എന്നാണ്. തെറ്റാണ്. ശരിയല്ലേ? കാരണം എന്താ, ഒരിക്കലും ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത് പ്രോട്ടീനകത്തല്ല എംബഡ് ചെയ്തേക്കുന്നത്. തെറ്റല്ലേ? ഓപ്ഷൻ 1 ഈസ് റോങ്. ക്ലിയർ അല്ലേ? പ്രോട്ടീൻ എംബഡഡ് ഇൻ എ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. നമുക്കറിയാം ഈ പറഞ്ഞ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഹെഡും ടെയിലും ഉള്ളതല്ലേ. ഈ ടെയിൽ എന്ന് പറയുന്ന ഒരെണ്ണം സാച്ചുറേറ്റഡുമാണ്, ഒരെണ്ണം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുമാണ്. ബാക്കി വരുന്ന ഹെഡിനകത്ത് ഗ്ലിസറോളും ബാക്കി സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ശരിയല്ലേ? ഫോസ്ഫേറ്റ് ഒക്കെ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഫോസ്ഫോലിപ്പിഡ് ഹെഡ്. ഇതാണ് ഹെഡ്. ഇതാണ് ടെയിൽ. ശരിയല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ടെയില് അകത്തേക്കും ഹെഡ് പുറത്തേക്കുമുള്ള അറേഞ്ച്മെന്റ് ആണ് ഈ പറഞ്ഞ ബൈലെയർ. അപ്പോൾ എങ്ങനെ വരും? ബൈലെയർ ആക്ച്വലി ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? ഇങ്ങനല്ലേ വരിക? ഇതാണ് ബൈലെയർ. ശരിയല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ഫോസ്ഫോലിപ്പിഡിൻ്റെ ബൈലെയർ ഉണ്ട്. ഈ ഫോസ്ഫോലിപ്പിഡിൻ്റെ ബൈലെയറിലാണ് എന്തുള്ളത്? അതാണ് ഈ പറയുന്ന പ്രോട്ടീൻ എംബഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. അടുത്ത പ്രോട്ടീൻ എംബഡ് ഇൻ എ പോളിമർ ഓഫ് ഗ്ലൂക്കോസ്. തെറ്റാണ്. അത് ചിന്തിക്കേണ്ട ആവശ്യകതയില്ല. പ്രോട്ടീൻ എംബഡ് ഇൻ എ തെറ്റാണ്. ഓക്കെ, സോ ഓപ്ഷൻ ഈസ് 2 ആണ്. ഓക്കെ അല്ലേ? സാദിയ. ഓക്കെ, സാദിയ, വെരി ഗുഡ്. യെസ്റ്റർഡേ എക്സാം ആയിരുന്നു 1, 2, 3 യൂണിറ്റ്. എൻ്റെ അടുത്ത് പറഞ്ഞാണോ? ഓക്കെ, ആയിക്കോട്ടെ, നല്ല കാര്യം. യെസ്റ്റർഡേ എക്സാം നല്ല കാര്യം, സൂപ്പർ. ഓക്കെ, അടുത്തത് ഹൗ മെനി മൈറ്റോട്ടിക് ഡിവിഷൻസ് ആർ നീഡഡ് ഫോർ എ സിംഗിൾ സെൽ ടു മേക്ക് 128 സെൽസ് എന്നാണ്. 128 സെൽ ഉണ്ടാക്കാൻ എത്ര മൈറ്റോട്ടിക് ഡിവിഷൻ വേണമെന്നാണ് ചോദ്യം അല്ലേ. നമുക്കറിയാം ഇതിൻ്റെ ഇക്വേഷൻ 2n എന്നാണ്. അതിൽ തന്നെ നമുക്ക് n ആണ് അറിയേണ്ടത് അല്ലേ. ഇപ്പോൾ 2n എന്ന് പറയുമ്പോൾ എത്ര? ഏകദേശം 128 ആണെങ്കിൽ അതിനെ 2 7. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? 7 അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതേ വരത്തുള്ളൂ? ഓപ്ഷൻ n 7 ആണ്. നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? നോക്കിയായിരുന്നോ? 7 അല്ലേ വരുന്നത്? 2n ആണ്. ഇപ്പോൾ 2n പകരം 7 കൊടുത്താൽ അപ്പോൾ എന്ത് ചെയ്യും? 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2. ഇത്ര ഒരു ഓപ്ഷൻ 1 ആണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ആർ നോട്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ടീലോഫേസ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ടീലോഫേസ് എന്ന ഇവൻറ്റുകൾ പ്രധാനമായിട്ടും മൈറ്റോസിനകത്തും ഉണ്ട്, മിയോസിനകത്തും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൈറ്റോസിനകത്തും മിയോസിനകത്തുള്ള ടീലോഫേസ് ഇവൻറ്റുകളെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. ചോദ്യം ഇതാണ്, നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തല്ല? ക്യാരക്ടർ അല്ലാത്തതാണ് ചോദ്യം. ശരിയല്ലേ? ഇപ്പോൾ ക്യാരക്ടർ അല്ലാത്ത നോക്കിയാലോ? നമുക്ക് നോക്കാം. നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? നോക്കിയോ. അടുത്തത് ക്രോമസോം മെറ്റീരിയൽ കണ്ടൻസ് ടു ഫോം കോമ്പാക്റ്റ് മൈറ്റോട്ടിക് ക്രോമസോം. തെറ്റാണ്. കാരണം അത് എവിടെ നടക്കേണ്ട അല്ല, ടീലോഫേസിലല്ല. അടുത്തത് ന്യൂക്ലിയോലസ് ഗോൾജി കോംപ്ലക്സ് ആൻഡ് ER റീഫോം. കറക്റ്റാണ്, റീഫോം ചെയ്യുന്നുണ്ട്. അടുത്തത് ന്യൂക്ലിയർ എൻവലപ്പ് അസംബിൾ അറൗണ്ട് ദ ക്രോമസോം ക്ലസ്റ്റർ. ശരിയല്ലേ? കാരണം എന്താ? ക്രോമസോം ക്ലസ്റ്റർ ആയിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രോമസോം ക്ലസ്റ്ററിൻ്റെ ചുറ്റും എന്ത് വരുന്നുണ്ട്? ന്യൂക്ലിയർ എൻവലപ്പ് വരുന്നുണ്ട്. അടുത്തത് സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രോമാറ്റിഡ് സെപ്പറേറ്റ്. ഇത് തെറ്റാണ്. ഇത് അനാഫേസിൻ്റെയാണ്.
Chromosome clustered at opposite pole, spindle poles and their identity as discrete element is lost. ഇത് ശരിയല്ലേ? കാരണം എന്താ, ടീലോഫേസിലാണ് ഏറ്റവും അവസാനത്തെ ഇവൻ്റെ അപ്പം എന്ത് ചെയ്യും, ക്രോമസോം ഡീകണ്ടൻസേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് വരും മക്കളെ? ഓപ്ഷൻ ബിയും സിയും ഡിയുമാണ് കറക്റ്റ്. വരാത്തത് എയും ഡിയും ആണ്. നമുക്ക് നോട്ടല്ലേ വേണ്ടത്? അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 3. വെരി ഗുഡ്. 3 തീർത്ത ഗുഡ്. ഓക്കെ അല്ലേ? യെസ്, എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ അറിയാമെന്ന് വിചാരിച്ചിരിക്കരുത്, എല്ലാം കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ലല്ലോ, 2, 3, 4 അടിച്ചു കൊടുത്താൽ പോരെ, വലിയ വിഷയമൊന്നുമില്ലല്ലോ. യെസ്, ഓക്കെ. അടുത്ത, ഡ്യൂറിങ് മൈറ്റോസിസ് മെറ്റാഫേസ് ഡിഫർ ഫ്രം അനാഫേസ് ഇൻ ഹാവിങ്. നമുക്കറിയാം മെറ്റാഫേസ് എന്ന സ്ട്രക്ചർ അല്ലെ, മെറ്റാഫേസ് എന്ന ഇവൻറ്റ് അനാഫേസിൽ നിന്ന് എങ്ങനെ ഡിഫർ ചെയ്യുന്നു എന്നാണ് ചോദ്യം. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ചാൽ ഈ മെറ്റാഫേസ് നമുക്കൊന്ന് ആദ്യം അറിയണം. നമുക്കറിയാം മെറ്റാഫേസ് എന്ന് പറയുന്നത് G2 കഴിഞ്ഞ് വരുന്നതല്ലേ, അല്ലെങ്കിൽ പ്രൊഫേസ് കഴിഞ്ഞ് വരുന്നതല്ലേ. അപ്പോൾ അവിടുത്തെ ക്രോമസോം എങ്ങനെ ഇരിക്കും? അവിടുത്തെ ക്രോമസോം ഇങ്ങനെ ഇരിക്കും. ശരിയല്ലേ? ഒരു നോർമൽ വാല്യൂ വെച്ച് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇത് ഒരു ക്രോമസോമാണ്, ബട്ട് ഇത് 2C ആണ്. 2 ക്രോമാറ്റിഡ് കാണപ്പെടുന്നുണ്ട്. കണ്ടോ? ഇത് 2 ക്രോമാറ്റിഡാണ്. ശരിയല്ലേ? എന്നാൽ ഈ പറഞ്ഞ ക്രോമസോം സ്പ്ലിറ്റ് ചെയ്തു ഡ്യൂറിങ് അനാഫേസ്. അപ്പോൾ എന്ത് വരും? സംഭവിക്കുന്നത് എങ്ങനെയാണ്? അനാഫേസിലെ ക്രോമസോം എങ്ങനെയായിട്ട് മാറും മക്കളെ? അവിടെ ഇങ്ങനെയായിട്ട് മാറില്ലടാ, ഇങ്ങനെയായിട്ട് മാറില്ലേ? അപ്പോൾ ഇവിടെ ക്രോമസോം എത്ര തന്നെയുണ്ട് ഇപ്പോഴും? ക്രോമസോം 1 തന്നെയാണ്. ശരിയല്ലേ? യെസ്, ക്രോമസോം 1 തന്നെയാണ്. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ക്രോമസോമിൻ്റെ കണ്ടൻറ്റ് എന്ത് ചെയ്തു? 2C ആയിട്ട് മാറിയില്ലേ? അപ്പോൾ ക്രോമസോമിൻ്റെ എണ്ണത്തിന് മാറ്റമില്ല. അപ്പം പറയുന്നത് എന്താ? സെയിം നമ്പർ ഓഫ് ക്രോമസോം ആണ്. ശരിയല്ലേ? ഓക്കെ അല്ലേ? പക്ഷെ എന്ത് കുറഞ്ഞു? 2C ആയിട്ട് മാറിയില്ലേ? അപ്പോൾ ഹാഫ് നമ്പർ ഓഫ് ക്രോമാറ്റിഡേ വരത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഡ്യൂറിങ് മൈറ്റോസിസ് മെറ്റാഫേസ് ഡിഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? മെറ്റാഫേസിനകത്ത് എപ്പോഴും എന്തുണ്ട്? സെയിം നമ്പർ ഓഫ് ക്രോമസോം ആണ്, ഹാഫ് നമ്പർ ഓഫ് ക്രോമാറ്റിഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ 1 വരുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ ഈസ് the enzyme recombinase is required at which stage of meiosis ആണ്. ചോദ്യം ഇതാണ്, റീകോമിനേസ് എൻസൈം കാണപ്പെടുന്ന ഏത് സ്റ്റേജിലാണെന്നാണ് അല്ലേ? നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, റീകോമിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രധാനമായിട്ടും കാണുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് കോമൺലി ഓർ ഇറ്റ് ഈസ് പ്രൈമർലി സീൻ ഇൻ പാക്കൈറ്റീനിലാണ് അല്ലേ? ഈ പാക്കറ്റീൻ സ്റ്റേജിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന എന്തിനു വേണ്ടിയാ? ഇത് ക്രോസിംഗ് ഓവറിന് വേണ്ടിയാണ്. ഇത് ക്രോസിംഗ് ഓവറിന് വേണ്ടിയാണ്. അപ്പോൾ ക്രോസിംഗ് ഓവർ നടക്കണമെങ്കിൽ എന്ത് വേണം? ഉറപ്പായിട്ടും സിനാപ്റ്റോണിമൽ കോംപ്ലക്സിന് അവിടെ ഒരു റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഫോം ചെയ്യണം. ഈ നൊഡ്യൂൾ വഴിയാണ് എന്തുണ്ടാകുന്നത്? റീകോമ്പിനേസ് എന്ന എൻസൈം ഉണ്ടാകുന്നത്. ഈ റീകോമ്പിനേസ് എൻസൈം ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് നടന്നിരിക്കണം? നൊഡ്യൂൾ വരണം. നൊഡ്യൂൾ വന്ന് ക്രോസിംഗ് ഓവർ നടന്നിരിക്കണം. അത് നടക്കുന്നത് എവിടെയാണ്? പാക്കറ്റീനിലാണ്. സോ ഓപ്ഷൻ 1 വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? സൈഗോട്ടീനിലോ ഡിപ്ലോട്ടീനിലോ ഡയഗനസിലോ ഒന്നും അല്ല, ഓർത്തിരിക്കുക. യെസ്. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ് നമുക്ക് നോക്കാം. നോക്കിക്കേ, പ്ലാന്റ് സെൽ ഹാവ് സെൻട്രിയോൾ വിച്ച് ആർ ആബ്സെൻറ്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ആനിമൽ സെൽസ്. അത് തെറ്റല്ലേ? പ്ലാന്റ് സെൽസിൽ സെൻട്രിയോൾ ഇല്ലല്ലോ, അത് തെറ്റാണ്. അടുത്തത്, റൈബോസോംസ് ആർ ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ഇത് കറക്റ്റ് അല്ലേ? റൈബോസോമുകളിലാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അടുത്തത്, ദ മിഡിൽ ലാമെല്ല ഈസ് എ ലെയർ മെയിൻലി ഓഫ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം പെക്റ്റേറ്റ് ആണ് കേട്ടോ. ഇത് കാർബണേറ്റ് അല്ല മക്കളെ, ഇത് പെക്റ്റേറ്റ് ആണ്. കാൽഷ്യം പെക്റ്റേറ്റ് ആണ് കേട്ടോ. പെക്റ്റേറ്റ് വിച്ച് ഹോൾഡ് ദ ഡിഫറൻറ്റ് നെയ്ബറിംഗ് സെൽസ് ടുഗദർ. ശരിയല്ലേ? ഇത് കാർബണേറ്റ് മാറ്റി പെക്റ്റേറ്റ് ആക്കണേ. അപ്പോൾ ഓപ്ഷൻ 3 കറക്റ്റ് ആണ്. അടുത്ത, ഇൻ ആനിമൽ സെൽസ് സ്റ്റിറോയിഡൽ ഹോർമോൺസ് ആർ സിന്തസൈസ്ഡ് ബൈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ശരിയല്ലേ? കാരണം ഈ ആനിമൽ സെൽസിൽ ലിപ്പിഡ് ഡെറിവേറ്റീവ്സിനെ ഉണ്ടാക്കുന്ന ആരാണ്? ഈ പറയുന്ന സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കാരണം എന്താ? നമുക്കറിയാം ഈ സ്റ്റിറോയിഡ് ഹോർമോൺസ് പറയുമ്പോൾ നോർമലി നമ്മുടെ ഈ പറഞ്ഞ കൊളസ്ട്രോൾ ഒക്കെ സ്റ്റിറോളാണ് അല്ലേ? അതിൽ നിന്നാണ് സ്റ്റിറോയിഡൽ ഹോർമോൺസ് ഉണ്ടാകുന്നത്. ടെസ്റ്റോസ്റ്ററോൺ ഒക്കെ ഉണ്ടാകുന്ന ഇവിടുന്നാണ്. ശരിയല്ലേ? അപ്പോൾ നോർമൽ കേസിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ലിപ്പിഡ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദേ ആർ പ്രൈമർലി പ്രൊഡ്യൂസ്ഡ് ബൈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ ഓപ്ഷൻ ഏതും വരും, ഇതും വരും. അപ്പോൾ അതിനകത്ത് വരാത്ത ഏതാ? ഓപ്ഷൻ 1 ഉള്ളൂ. അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ റോങ് ഏതേ വരത്തുള്ളൂ? 1 മാത്രമേ ഓപ്ഷൻ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് ഓഫ് സെൽ മെംബ്രെയിൻ ഒക്കർ ഇൻ. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എടുത്താൽ
അതിൽ പ്രധാനമായിട്ടും കാണുന്ന 3 കമ്പോണൻസിൽ ഒന്നാമത്തെയാണ് ഫോസ്ഫോലിപ്പിഡ്. ശരിയല്ലേ? ഫസ്റ്റ് വൺ ഈസ് കാൾഡ് ഫോസ്ഫോലിപ്പിഡ് ആണ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ്, സെക്കൻഡ് കമ്പോണൻ്റ് ഈസ് കാൾഡ് പ്രോട്ടീൻസ്. ബേസ്ഡ് ഓൺ ദ എക്സ്ട്രാക്ഷൻ നമുക്കതിന് എന്ത് ചെയ്യാം, ഡിഫറൻറ്റ് തിരിക്കാൻ പറ്റും, ഇൻറ്റഗ്രൽ ആൻഡ് അല്ലെങ്കിൽ ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രൻസിക്. ശരിയല്ലേ? അടുത്ത തേർഡ് വൺ കാർബോയാണ്. കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇത് ഗ്ലൈക്കോ പ്രോട്ടീനായിട്ടും ഗ്ലൈക്കോ ലിപ്പിഡായിട്ട് കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ ഒരു കഴിഞ്ഞ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പോൾ നോർമൽ കേസിൽ 3 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇതിൽ തന്നെ പ്രധാനമായിട്ടും ചോദിച്ചേക്കുന്നത് ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ആരെ പറ്റിയാണ് ചോദ്യം പ്രോട്ടീൻസിനെ പറ്റിയാണ്. അതിൽ തന്നെ പ്രധാനമായിട്ട് 2 തരം ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇൻട്രൻസിക് ഉണ്ട്, ഇൻട്രൻസിക് പ്രോട്ടീൻസ് ഉണ്ട്. രണ്ടാമത്തെയാണെന്ത്? എക്സ്ട്രൻസിക് പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ ചോദ്യം ഇൻട്രൻസിക് കാണപ്പെടുന്നത് എവിടെയാണെന്നാണ്. നമുക്കറിയാം ഇൻട്രൻസിക് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? ഒന്ന് ടോട്ടലി ബറിഡ് ഉണ്ട് അല്ലേ? ഇറ്റ് ഈസ് ടോട്ടലി ബറിഡ് ഉണ്ട്, ടോട്ടലി ബറിഡ്. പിന്നെ ഏതാ ഉള്ളത്? പാർഷ്യലി ബറിഡും ഉണ്ട്. അപ്പോൾ ടോട്ടലി ബറിഡും ഉണ്ട്, പാർഷ്യലി ഉണ്ട്. എന്തോ ആണെങ്കിലും അവിടെ ഇൻട്രൻസിക്കാ, അതിൻ്റെ അകത്തെന്നല്ലേ പഠിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ അകത്തെന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും ഇന്നർ സർഫസ്, ഔട്ടർ സർഫസ്, ഫോസ്ഫോലിപ്പിഡ് മാട്രിക്സ്, ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ്. ഇത് വരത്തുള്ളൂ ടുവേർഡ്സ് ദ ഇന്നർ സർഫസ്. ശരിയല്ലേ? അപ്പോൾ ഇത് ഓർത്തിരിക്കുക കേട്ടോ, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഏതേ വരത്തുള്ളൂ? ഓപ്ഷൻ 1 വരത്തുള്ളൂ. ക്ലിയർ അല്ലേ? അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ദ മെയിൻ ഓർഗനൽ ഇൻവോൾവ് ഇൻ മോഡിഫിക്കേഷൻ ആൻഡ് റൂട്ടിംഗ് ഓഫ് ന്യൂലി സിന്തസൈസ്ഡ് പ്രോട്ടീൻ ടു ദെയർ ഡെസ്റ്റിനേഷൻ ഈസ്. നമ്മൾ പ്രോട്ടീൻ കേൾക്കുമ്പോൾ ചാടിക്കറി എന്ത് കുത്തരുത്? റൈബോസോം കയറി കുത്തരുത്, തെറ്റാണ് കേട്ടോ. ചോദ്യം എന്ന് വെച്ചാൽ മോഡിഫിക്കേഷൻ ആണ്. നിങ്ങൾ പഠിക്കുന്നില്ലേ? ദാറ്റ് ഈസ് കോൾഡ് മോഡിഫിക്കേഷൻ ഓഫ് ഏതാ? ഒന്ന് കമൻറ്റ് ചെയ്തേ. മോഡിഫിക്കേഷൻ ഓഫ് എന്തിനെയാണ്? മോഡിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ. ശരിയല്ലേ? കാരണം എന്താ? ട്രാൻസ്ലേഷൻ വഴി ഉണ്ടാകുന്ന പ്രോട്ടീൻസ് എല്ലാം ഫസ്റ്റ് നേസൻ അല്ലെ ഫസ്റ്റ് ബേബി പ്രോട്ടീൻസ് ആണ് അല്ലേ? അവരെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ആക്ഷന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ അവരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? കൃത്യമായിട്ട് അവരെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആദ്യം ഉണ്ടാകുന്ന പ്രോട്ടീൻ പ്രൈമറി സ്ട്രക്ചർ ആണ് അല്ലേ? അവരെ സെക്കൻഡറിയോ ടേർഷറിയോ ആക്കിയാൽ മാത്രമേ അവർ എന്ത് ചെയ്യൂ? ഫംഗ്ഷൻ ചെയ്യൂ. കോട്ടൻ്റെയൊക്കെ ഫംഗ്ഷൻ ചെയ്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി അവരെ ആരെ മോഡിഫൈ ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെയിൻലി മോഡിഫൈഡ് ബൈ അൻ ഓർഗനൽ കാൾഡ് ക്ലോറോപ്ലാസ്റ്റ് ആണോ? മൈറ്റോകോൺട്രിയ ആണോ? ലൈസോസോം ആണോ? നമുക്കറിയാവുന്ന കാര്യമാണ് ഗോൾജി ബോഡി. ശരിയല്ലേ? അതിനുവേണ്ടി അവർക്ക് എന്തുണ്ട്? ഒരു സിസ് ഫേസും ട്രാൻസ് ഫേസ് ഒക്കെ ഇല്ലേ? ആ സിസ് ഫേസ് മുതൽ ട്രാൻസ് ഫേസ് വരെയുള്ള ഗ്യാപ്പിൽ എന്തുണ്ട്? കുറച്ച് മോഡിഫിക്കേഷൻ എൻസൈംസ് ഒക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യും? കൃത്യമായിട്ട് അതിനെ മോഡിഫൈ ചെയ്തോളും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ട് ആരെ മോഡിഫൈ ചെയ്യും? പ്രോട്ടീനെ മോഡിഫൈ ചെയ്യും. ആൻഡ് ദേ ബിക്കം ഗ്ലൈക്കോ പ്രോട്ടീൻ. ആരാണ്? ഗ്ലൈക്കോ പ്രോട്ടീനാണ്. അതുപോലെ ലിപ്പിഡിനെ എന്ത് ചെയ്യും? മോഡിഫൈ ലിപ്പിഡ് ആൻഡ് ഇറ്റ്സ് കാൾഡ് ഗ്ലൈക്കോ ലിപ്പിഡ്. ഇതാണ് ഗ്ലൈക്കോ ലിപ്പിഡ്. അപ്പോൾ ഗ്ലൈക്കോ പ്രോട്ടീൻസിനെയും ഗ്ലൈക്കോ ലിപ്പിഡുകളെയും ഉണ്ടാക്കുന്ന ആരാണ്? പറഞ്ഞ ഗോൾജി ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് കാൾഡ് ഗ്ലൈക്കോസിലേഷൻ. ശരിയല്ലേ? ഗ്ലൈക്കോസിലേഷൻ അല്ലേ വിളിക്കുന്നത്? പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഓപ്ഷൻ 4 വരത്തുള്ളൂ. ശരിയല്ലേ? അടുത്തത് എ ബയോസിന്തറ്റിക് ഫേസ് വെയർ സെൽ ഓർഗനൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ഈസ്. അതായത് സെൽ ഓർഗനൽ സ്വന്തമായി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ് മക്കളെ? നമുക്കറിയാവുന്ന കാര്യമാണ്. റെസ്റ്റിംഗ് ഫേസ് എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഡിവിഷൻ അല്ലെ ഇൻറ്റൻസ് ആയിട്ടുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഫേസ് ആണ് ഇന്റർഫേസ്. ശരിയല്ലേ? ഇന്റർഫേസിൽ G1 ഉണ്ട്, S ഉണ്ട്, G2 ഉണ്ട്. പ്രധാനമായിട്ടും ഈ പറഞ്ഞ G1 എസിലും G2 എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സെൽ ഓർഗനൽസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ആ പറഞ്ഞ ഓർഗനൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തില്ല എങ്കിൽ ഒരു കാരണവശാലും മൈറ്റോസിസും മിയോസിസും നടക്കത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും സ്വന്തമായിട്ട് വിഭജിക്കാൻ കഴിയുന്ന സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് സെൽ ഓർഗനൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന എവിടെ തന്നെയാണ്? ഇന്റർഫേസിൽ തന്നെയാണ്. ഓർത്തിരിക്കുക. സോ ഓപ്ഷൻ അനാഫേസ് അല്ല, പ്രോഫേസ് അല്ല, ടീലോഫേസ് അല്ല. ഓപ്ഷൻ വിൽ ബി ഇന്റർഫേസ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടെർമിനലൈസേഷൻ ഓഫ് കയസ്മേറ്റ ഒക്കേഴ്സ് ഡ്യൂറിങ്. നമുക്കറിയാം ടെർമിനലൈസേഷൻ എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ഇവൻ്റ് ആണ് അല്ലേ? ഡിസൊല്യൂഷൻ ഓഫ് കയസ്മേറ്റ കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഇവൻ്റാണ് ഇപ്പം ടെർമിനലൈസേഷൻ ഓഫ് കയസ്മേറ്റ. ഈ ടെർമിനലൈസേഷൻ നടന്നാലാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ കയസ്മേറ്റകൾ സെപ്പറേറ്റ് ചെയ്തിട്ട് പോകുന്നത്. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഈ കയസ്മേറ്റ സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ക്രോമസോമുകൾ സ്പ്ലിറ്റായി പോകുക എന്നല്ല അർത്ഥം. ഇവിടെ ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എൻഡ് ടു എൻഡ് മാത്രം ടച്ച് ചെയ്തിരിക്കുന്നുണ്ട്. കയസ്മേറ്റ റിമൂവ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ടെർമിനലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? പ്രോഫേസ് 1ൻ്റെ
ഡയാകൈനസിസിലാണ്. ഡയാകൈനസിസ് മെറ്റാഫേസ് 1-ലല്ല, അനാഫേസ് 1-ലല്ല, ടീലോഫേസ് 1-ലല്ല. സോ ഓപ്ഷൻ വിൽ ബി പ്രൊഫേസ് 1 ഡയാകൈനസിസ്. ക്ലിയർ അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, തീർത്ത ഗുഡ്. ഓക്കെ, അടുത്തത് ഇഫ് ദ ഇനിഷ്യൽ എമൗണ്ട് ഓഫ് DNA is 8C, then after S phase the amount of DNA would be, എന്തായിട്ട് മാറുന്ന ചോദ്യം അല്ലേ? നമുക്കറിയാം ഇനിഷ്യൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ G1-ലായിരിക്കും. G1-ൽ 8C ആണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് നമ്മുടെ ബോഡിയും കൂടെ കമ്പയർ ചെയ്യാം. 46/2C 2C ഇനിഷ്യൽ സൈസ് ആയിരുന്നു അല്ലേ? അത് G1-ലായിരുന്നേ. എസ്സിലായപ്പോൾ അത് 46/4C ആയി മാറി. അപ്പോൾ 2 × 2 അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്ക് 8 × 2 എടുത്താൽ പോലെ 8 × 2 എത്ര വരും? 16C വരും. ശരിയല്ലേ? 4C 8C 64C 16C. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഇത് വരും. ക്ലിയർ അല്ലേ? അടുത്തത് വാക്യൂൾ ഇൻ എ സെൽ. നമുക്കറിയാം വാക്യൂൾ പ്രധാനമായിട്ടും പ്ലാന്റ് സെൽസിലും ഉണ്ട്, ആനിമൽ സെൽസിലും ഉണ്ട്. അതിൽ തന്നെ വാക്യൂൾ എന്ന് പറയുന്നത് പ്ലാന്റ് സെൽസിലാണ് മോസ്റ്റ് ബിഗ് അല്ലെങ്കിൽ വലുത്. ശരി, 90% ഓഫ് ദ വോളിയം ഈസ് ഒക്കെ വാക്യൂൾ ഇൻ പ്ലാന്റ് സെല്ലാണ്. അടുത്തത് ഈസ് എ മെംബ്രെയിൻ ബൗണ്ട് ആൻഡ് കണ്ടെയ്ൻ സ്റ്റോറേജ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്. തെറ്റാണ്. വാക്യൂൾ ലാർജ് സ്ട്രക്ചറാണ്. പ്രധാനമായിട്ടും അത് പ്രോട്ടീനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയോ ലിപ്പിഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണോ? അല്ല. ഈസ് എ മെംബ്രെയിൻ ബൗണ്ട് ആൻഡ് കണ്ടെയ്ൻ വാട്ടർ ആൻഡ് എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസസ്. ശരിയല്ലേ? അപ്പോൾ ഇത് തെറ്റാണ്. സോറി, ഇത് ശരിയാണ്. ശരിയല്ലേ? അടുത്തത് ലാക്ക് മെംബ്രെയിൻ. തെറ്റാണ്. മെംബ്രെയിൻ ഉണ്ട്. ലാക്ക് മെംബ്രെയിൻ തെറ്റാണ്. ഇതും തെറ്റാണ്. ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ ഇത് വരും. ഓപ്ഷൻ 2 വരും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ വാക്യൂളിൻ്റെ മെംബ്രെയിൻ്റെ പേരാണ് എന്ത്? ടോണോപ്ലാസ്റ്റ്. അതിനകത്ത് ഒരു പിഗ്മെൻ്റ് ഉണ്ട്, ആന്തോസയാനിൻ. കേട്ടോ, ഓർത്തിരിക്കണേ. ഇതൊക്കെ ഓർത്തിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ വാക്യൂൾ ഉണ്ടെങ്കിൽ മാത്രമേ സെല്ലുകൾ കൃത്യമായിട്ട് വെള്ളത്തെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. കേട്ടോ, യെസ്. അപ്പോൾ വാക്യൂൾ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ദ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽ ആർ ഫൗണ്ട് ഇൻ. നമുക്കറിയാം മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽ കാണപ്പെടുന്ന എവിടെയാണ്? യൂക്കാരിയോട്ടിക് ഓർഗാനിസങ്ങളിലാണ് അല്ലേ? കൺഫ്യൂസ്ഡ് ആവരുത്. ബാക്ടീരിയൽ സെല്ല് പ്രൊക്കാരിയോട്ടിക് ആണ്. സയനോബാക്ടീരിയ നമ്മൾ കേൾക്കുമ്പോൾ തോന്നും, തെറ്റാണ്. ഇത് എന്താണ്? പ്രൊക്കാരിയോട്ടിക് സെല്ല് തന്നെയാണ്. പ്രൊക്കാരിയോട്ടിക് സെൽ ഇത് വരത്തില്ല, അപ്പോൾ ഇത് വരത്തില്ല, ഇത് വരത്തില്ല. ഓപ്ഷൻ ഇത് വരത്തുള്ളൂ, 4 വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അടുത്തത് സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നോക്കിക്കേ, ഗ്ലൈക്കോകാലിക്സ് ഡിഫർ ഇൻ കമ്പോസിഷൻ ആൻഡ് തിക്നെസ് എമംഗ് ഡിഫറെൻറ്റ് ബാക്ടീരിയ. നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് ആണ് അല്ലേ? ഇൻകറക്റ്റാണ് വേണ്ടതേ. നിങ്ങൾ നോക്കിക്കേ, ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്നത് എല്ലാത്തും ഗ്ലൈക്കോ ഡിഫറെൻറ്റ് കമ്പോസിഷൻ ആൻഡ് തിക്നെസ് എമംഗ് ഡിഫറെൻറ്റ് ബാക്ടീരിയ, അത് കറക്റ്റ് അല്ലേ? ഇത് കാരണം എന്താ? കാരണം എല്ലാ ബാക്ടീരിയാസിനകത്തും ഗ്ലൈക്കോകാലിക്സ് ഉണ്ടെന്ന് പറയുന്നില്ല. ഉള്ള ബാക്ടീരിയാസിനകത്തെല്ലാം ഗ്ലൈക്കോകാലിക്സ് ഒരേ തിക്നെസ് ആണോ? അത് ഡിഫർ ചെയ്യും. അത് ശരി സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ഓപ്ഷൻ 1 ശരിയാണ്. സോറി, 1 ശരിയാണ്. അടുത്ത 2, ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് ഓഫ് സെൽ ഓർ അഗ്രിഗേറ്റ്സ് ഓഫ് സെൽ. നോർമൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോർമൽ കേസിൽ കാണപ്പെടുന്ന എല്ലാ ഓർഗാനിസങ്ങളും സെല്ല് അല്ലെങ്കിൽ സെല്ലിൻ്റെ അഗ്രിഗേറ്റ്സ് ആണ്. അത് ശരിയാണ് അല്ലേ? ER ഹെൽപ്സ് ഇൻ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ, ലിപ്പോപ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോജൻ. ER എന്നേ പറയുന്നു. നമ്മൾ SER എന്നോ RER എന്നോ പറയുന്നില്ല. കയറി എന്ത് തെറ്റെന്ന് കുത്തരുത്. അപ്പോൾ ഓപ്ഷൻ ഇത് ശരിയാണ്. അടുത്ത 4, സെൽസ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം ഹാവ് ന്യൂക്ലിയസ്. തെറ്റാണ്. കാരണം എന്താ? RBC ഒരു ലിവിങ് സെല്ലാണ്. അവർക്ക് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. സീവ് ട്യൂബ് ഒരു എന്താണ്? ലിവിങ് സെല്ലാണ്. അവർക്ക് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ഇൻകറക്റ്റ്. അപ്പോൾ നമുക്ക് വേണ്ട ആൻസർ ഏതാ? 4. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് മെറ്റാഫേസ് ഈസ് നോട്ട് ക്യാരക്ടറൈസ്ഡ് ബൈ എന്നാണ് ചോദ്യം അല്ലേ? സെൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണേ. നോക്കിക്കേ, മെറ്റാഫേസ് ഈസ് നോട്ട് ക്യാരക്ടറൈസ്ഡ് ബൈ. മെറ്റാഫേസിൽ കാണപ്പെടാത്ത എന്താണെന്ന് ചോദ്യം. അതിൽ ദേവിക. ഓക്കെ, ഗുഡ്, നല്ലത്. കംപ്ലീറ്റ് കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം. ശരിയല്ലേ? മൈറ്റോസിസിൽ മെറ്റാഫേസിലാണ് ഒരു ക്രോമസോമിൻ്റെ കംപ്ലീറ്റ് കണ്ടൻസേഷൻ. ശരിയല്ലേ? അടുത്തത് അലൈൻമെൻറ്റ് ഓഫ് ക്രോമസോം ഓൺ മെറ്റാഫേസി പ്ലേറ്റ്. അതും ശരിയാണ്. മെറ്റാഫേസിൽ ഇവൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. അറ്റാച്ച്മെൻറ്റ് ഓഫ് സ്പിൻഡിൽ ഫൈബർ ടു കൈനെറ്റോകോർ. ശരിയല്ലേ? കൈനെറ്റോകോറിലേക്ക് സ്പിൻഡിൽ പ്രോപ്പറായിട്ട് അറ്റാച്ച് ചെയ്യുന്ന എവിടെയാണ്? മെറ്റാഫേസിനകത്താണ്. അടുത്ത 4, സ്പ്ലിറ്റിംഗ് ഓഫ് ക്രോമസോം. ഇത് സ്പ്ലിറ്റിംഗ് ഓഫ് ക്രോമസോം എവിടുത്തെ ഇവൻ്റ് അല്ല? മെറ്റാഫേസിൽ ഇവൻ്റ് അല്ല. ഇറ്റ് ഈസ് ഇൻ അനാഫേസ് ഇവൻ്റ് ആണ്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4 ആണെന്ന് ഓർത്തിരിക്കുക. ശരിയല്ലേ? ഇനി ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിഡ് ഡിഫർ ഫ്രം മൈറ്റോകോൺട്രിയ ഓൺ ദ ബേസിസ് ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ് ഫീച്ചർ. അപ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റിഡും മൈറ്റോകോൺട്രിയയും രണ്ടും എന്ത് തന്നെയാണ്? സെയിം ടൈപ്പ് ഓർഗനൽസ് ആണ്. പക്ഷേ അവരുടെ എന്താണ്? അവരുടെ ഫംഗ്ഷൻ വ്യത്യാസമാണെന്നേ ഉള്ളൂ. ശരി, ദേ ആർ സെമി ഓട്ടോണോമസ് ഓർഗനാണ്. ശരിയല്ലേ? സ്വന്തമായി DNA ഉണ്ട്, റൈബോസോം ഒക്കെ ഉണ്ട്. ശരിയല്ലേ?
അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ആകെ വ്യത്യാസം എന്തേ ഉള്ളൂ? നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നേ. നോക്കിക്കേ, പ്രസൻസ് ഓഫ് 2 ലെയർ ഓഫ് മെംബ്രെയിൻ. നമുക്കറിയാം 2 മെംബ്രെയിൻ ഉണ്ടോ അല്ലേ? ഡബിൾ മെംബ്രെയിൻ സിസ്റ്റം അല്ലേ അവർ? അതിൽ തന്നെ ഔട്ടർ മെംബ്രെയിൻ പെർമിബിൾ ആണ്, ഇന്നർ ഈസ് ലെസ് പെർമിബിൾ ദാൻ ഔട്ടർ എന്നാണ് പഠിച്ചേക്കുന്നത് 2 പേരുടെ. അടുത്തത് ദ പ്രസൻസ് ഓഫ് റൈബോസോം, റൈബോസോം ഉണ്ട്, ശരിയല്ല, 2 റൈബോസോം ഉണ്ട്. അടുത്ത പ്രസൻസ് ഓഫ് തൈലക്കോയിഡ്. ഇത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഇത് പ്ലാസ്റ്റിഡ് മാത്രമേ ഉള്ളൂ. മൈറ്റോകോൺട്രിയക്ക് ഉണ്ടോ? ഇല്ല. ദ പ്രസൻസ് ഓഫ് DNA. അപ്പോൾ ഇതും ഏതാ 1, 2, 4 ആർക്കൊക്കെ ഉണ്ട്? പ്ലാസ്റ്റിഡിനും ഉണ്ട്, മൈറ്റോകോൺട്രിയക്കും ഉണ്ട്, ശരിയല്ലേ? എന്നാൽ ആർക്ക് ഈ പറഞ്ഞ തൈലക്കോയിഡ് എന്ന സ്ട്രക്ചർ ആർക്ക് മാത്രമേ ഉള്ളൂ? പ്ലാസ്റ്റിഡ്സിന് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ശരിയാണല്ലോ? ഓപ്ഷൻ 3 ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് സൈറ്റോസ്കെലിട്ടൻ ഇൻ എ സെൽ? ഒരു സെല്ലിനകത്ത് സൈറ്റോസ്കെലിട്ടൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്താണെന്നാണ് ചോദ്യം അല്ലേ? നമുക്ക് നോക്കിയാലോ? നോക്കിക്കേ. ഒന്ന്, ഇൻട്രാസെല്ലുലാർ ട്രാൻസ്പോർട്ട്. ഓക്കെ ആണല്ലോ. അടുത്ത മെയിൻറ്റെയിൻ ഓഫ് സെൽ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ. ഓക്കെ അല്ലേ? സെല്ലിൻ്റെ ഷേപ്പും സ്ട്രക്ചറും എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ശരിയാണല്ലോ. സപ്പോർട്ട് ഓഫ് ദ ഓർഗനൽസ്, അതും എന്താണ്? അതിൻ്റെ ഒരു ഫങ്ഷനാണ്. സെൽ മൊബിലിറ്റി, സെല്ലിൻ്റെ മൊബിലിറ്റി. അപ്പോൾ നമുക്കിനകത്ത് വരാത്ത മോസ്റ്റ് കോമൺലി അല്ലെ മോസ്റ്റ് പ്രോബബ്ലി വരാത്ത ഏതേ വരത്തുള്ളൂ? ട്രാൻസ്പോർട്ട് പക്ഷേ വരും കേട്ടോ. ഫംഗ്ഷൻ അല്ലാത്തത് വേണേൽ പറയാം. ട്രാൻസ്പോർട്ട് നമുക്ക് വേണേൽ എടുക്കാം കേട്ടോ. ഇൻട്രാസെല്ലുലാർ ട്രാൻസ്പോർട്ട് വേണേൽ എടുക്കാൻ പറ്റും. സോ ഓപ്ഷൻ 1 ആണ് മോസ്റ്റ് പ്രോബ്ലി വരാൻ സാധ്യതയുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ദ സ്റ്റെയിൻ യൂസ്ഡ് ടു വിഷ്വലൈസ് മൈറ്റോകോൺട്രിയേസ്. നിങ്ങളുടെ NCERT ഈ പറഞ്ഞ എന്ത് പറയുന്നില്ല? സ്റ്റെയിൻ്റെ പേര് പറയുന്നില്ല. ഒരു സ്റ്റെയിൻ വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിലേത് വരാൻ സാധ്യതയുണ്ട്? ഇതിൽ ഫാസ്റ്റ് ഗ്രീൻ അല്ല, സാഫ്രാൻ അല്ല, അസറ്റോ കാർമൈൻ അല്ല, ജാനസ് ഗ്രീൻ ആണ് കേട്ടോ. ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ഓർത്തിരിക്കുക, ജാനസ് ഗ്രീൻ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് റിഗാർഡിംഗ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനെ പറ്റിയുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണേ. അതിൽ പറയുന്നു ഈ Na എന്ന് വെച്ചാൽ സോഡിയമാണ്. ഇത് ടൈപ്പ് ചെയ്ത മിസ്റ്റേക്കാണ്. Na+ ആൻഡ് K+ അയോൺ മൂവ് അക്രോസ് സെൽ മെംബ്രെയിൻ ബൈ പാസീവ്. തെറ്റല്ലേ? ഇത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. അടുത്തത് പ്രോട്ടീൻ മേക്കപ്പ് 60 to 70% ഓഫ് ദ സെൽ മെംബ്രെയിൻ. ഇത് തെറ്റാണ്, ശരിയല്ലേ? അടുത്ത ലിപ്പിഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ബൈലെയർ വിത്ത് പോളാർ ഹെഡ് ടുവേർഡ്സ് ദ ഇന്നർ പാർട്ട്. അകത്തേക്കല്ലല്ലോ, പുറത്തേക്കല്ലേ? തെറ്റാണ്. 4, ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ ഓഫ് സപ്പോസ് ടു ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ. ശരിയല്ലേ? ഇത് ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹായ് ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് ഷെറിൽ. അപ്പം നമ്മളിന്ന് 2 ഫിസിയോളജി ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് ഫസ്റ്റ് ടോപ്പിക്ക്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും കൂടെ നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നീറ്റ് എക്സാംസിനൊക്കെ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മിസ്സിന് അറിയാം. സോ നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻസ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാനും ഈസിയർ ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈവ് സെഷനിൽ ഈ 2 ഫിസിയോളജി ടോപ്പിക്കുകളുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മാക്സിമം നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അതിൻ്റെ കൂടെ നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്ത് പോകാം. സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണേ.
ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ദി ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ഈസ് മെയിൻലി റിലേറ്റഡ് ടു പാർഷ്യൽ പ്രഷർ ഓഫ് O2. കറക്റ്റ് അല്ലേ? എവിടെ വെച്ചാൽ ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്? ആൽവിയോളയിൽ വെച്ചിട്ടാ അല്ലേ? ആൽവിയോളയിൽ വെച്ച് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടി നിൽക്കുന്നു, അതേസമയം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറഞ്ഞു നിൽക്കുന്നു, ആൻഡ് H+ കോൺസെൻട്രേഷൻ കുറഞ്ഞു നിൽക്കുന്നു, ടെമ്പറേച്ചർ കുറഞ്ഞു നിൽക്കുന്നു. ഇത്രയും ഫേവറബിൾ കണ്ടീഷൻ ഉള്ള സമയത്ത് ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടിനെ, ഇറിവേഴ്സിബിൾ അല്ല, റിവേഴ്സിബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ മെയിനായിട്ടും ഓക്സിജൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ നടക്കണമെങ്കിൽ നമുക്ക് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടി നിന്നേ മതിയാകൂ. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി കറക്റ്റാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ക്യാൻ ഇൻ്റർഫിയർ വിത്ത് O2 ബൈൻഡിങ് വിത്ത് ഹീമോഗ്ലോബിൻ. കറക്റ്റ് അല്ലേ? അതായത് ടിഷ്യൂവിൻ്റെ കണ്ടീഷൻസ് ഓർത്ത് നോക്കിയാൽ മതി. ടിഷ്യൂവിൻ്റെ കണ്ടീഷനിലേക്ക് വരുമ്പോഴത്തേക്കും ടിഷ്യൂസിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷറാണ് കൂടി നിൽക്കുന്നത്, ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറവുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓക്സി ഹീമോഗ്ലോബിൻ അവിടെ വെച്ച് ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജൻ ടിഷ്യൂസിലേക്ക് പോകുന്നു, ഹീമോഗ്ലോബിനുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, ഹയർ H+ കോൺസെൻട്രേഷൻ ഇൻ ആൽവിയോളെ ഫേവേഴ്സ് ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. ഇവിടെയാണ് നമുക്ക് തെറ്റ് പറയാൻ പറ്റുന്നത് അല്ലേ? സോ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് തേർഡ് ഓപ്ഷനാണ്. ഇവിടെ എന്തൊക്കെയാണ് തെറ്റ് വന്നത്? ഒന്ന്, ആൽവിയോളയിലെ കണ്ടീഷനാണ് പറയുന്നത്. ആൽവിയോളയിലെ H+ കോൺസെൻട്രേഷൻ കുറവാണ്. ആൻഡ് ഇൻ കേസ് H+ന്റെ കോൺസെൻട്രേഷൻ കൂടി നിന്നാൽ അവിടെ ഒരിക്കലും ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ നടക്കില്ല, പകരം ഡിസോസിയേഷൻ ആണ് നടക്കുന്നത്. സോ ആൻസർ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആൻസർ 3 ആണ് വരുന്നത്. ഇനി നോക്കിക്കേ, ലോ PO2 ഇൻ ആൽവിയോളെ ഫേവേഴ്സ് ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. കറക്റ്റ് അല്ലേ? അപ്പം ചിലർ 4 ആൻസർ കൊടുത്തിട്ടുണ്ട്. ഈ 4 ആൻസർ കൊടുത്തവർ ക്വസ്റ്റിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കുക കേട്ടോ. റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. ഇതൊരു കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. What is the total lung capacity of a person if their vital capacity is 4500 ml and their functional residual capacity is 2300 ml with an ERV of 1100 ml? So ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് TLC കണ്ടുപിടിക്കാനാണ് കേട്ടോ. നിങ്ങൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി വേണം കണ്ടുപിടിക്കാനായിട്ട്. സോ ആൻസർ ഒന്ന് ചെയ്യാൻ നോക്കിക്കേ. TLCയുടെ ഇക്വേഷൻ എന്താന്ന് വേണം ആദ്യം അറിയാനായിട്ട്. എന്തായിരിക്കും TLCയുടെ ഇക്വേഷൻ? ആൻസർ പറയാൻ ഭയങ്കര ലേറ്റ് ആണല്ലോ. ആൻസർ ഒന്ന് പറഞ്ഞേ. TLCയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് RV പ്ലസ് VC ആണ് കേട്ടോ. റെസിഡ്യൂവൽ വോളിയം പ്ലസ് വൈറ്റൽ കപ്പാസിറ്റി ആണ് ടോട്ടൽ ലങ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഇനി അപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കണേ. നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി തന്നിട്ടുണ്ട്, 4500 ആണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് RV തന്നിട്ടില്ല. പക്ഷെ RV കണ്ടുപിടിക്കാൻ വേണ്ടി 2 ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഒന്ന് FRC തന്നിട്ടുണ്ട്, 2 ERV തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. FRC എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി അല്ലേ? ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്തുവാ? RV പ്ലസ് ERV. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് RV കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? FRC മൈനസ് ERV ചെയ്താൽ പോരെ. അപ്പോൾ FRC എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിന് തന്നിരിക്കുന്നത് എത്രയാ? 2300. ഇനി ERV എന്ന് പറയുമ്പോൾ എത്ര വരും? 1100. അപ്പോൾ ഇത്രയും ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടുന്നത് 1200 എന്നാണ്. സോ നമുക്ക് RV കിട്ടിയിട്ടുണ്ട്.
ഇനി എന്ത് ചെയ്താൽ മതി? നേരത്തെ നമ്മൾ ചെയ്ത ഇക്വേഷനകത്ത് ഈ ആർ വി അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ 1200 പ്ലസ് 4500 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5700 ml ആണ് നമുക്ക് ആൻസർ വരുന്നത് കേട്ടോ. ആൻസർ ഓപ്ഷൻ 2 ആണ്. 4700 ml ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഇതുപോലെ തന്നെ ഒരു ഇക്വേഷൻ ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റുഡൻറ്റ് മെഷേഴ്സ് their tidal volume as 500 ml and their expiratory reserve volume as 1000 ml. What is their expiratory capacity? അപ്പം എന്താ ഈ എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഇക്വേഷൻ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരാൾ ഒരു നോർമൽ ഇൻസ്പിരേഷൻ നടത്തി, സാധാരണ ഒരു ശ്വാസം എടുത്തേ, എന്നിട്ട് ഈ നോർമൽ ഇൻസ്പിരേഷന് ശേഷം അയാൾക്ക് അയാളുടെ ലങ്സിൻ്റെ പുറത്തേക്ക് എക്സ്പയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോളിയം അല്ലെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് എയർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാമേ. ടോട്ടൽ വോളിയം ഓഫ് എയർ അല്ലെങ്കിൽ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ എപ്പോൾ? ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിരേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സ്പിറേറ്ററി കപ്പാസിറ്റി ആണല്ലോ കണ്ടുപിടിക്കണ്ടേ. ഈസിയുടെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഈസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിരേഷൻ. അപ്പോൾ ആദ്യം ടി വി പുറത്തു പോകും. ടി വി മാത്രം പോരാ, മൊത്തം ടോട്ടൽ വോളിയം എന്നല്ലേ പറഞ്ഞേ. സോ അവിടെ എന്ത് കൈൻഡ് ഓഫ് എക്സ്പിരേഷൻ ആയിരിക്കും? ഫോഴ്സിബിൾ എക്സ്പിരേഷൻ ആണേ. അപ്പോൾ ടി വിയുടെ കൂടെ ആരെയും കൂടെ ആഡ് ചെയ്യണം? ഇ ആർ വിനെയും കൂടെ ആഡ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ടി വി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ടി വി എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 500 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇ ആർ വി തന്നിട്ടുണ്ടല്ലോ. ഇ ആർ വി എത്രയാണ് തന്നിരിക്കുന്നത്? 1000. സിമ്പിൾ അല്ലേ? ഇതങ്ങ് ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 1500 ml. സോ ആൻസർ എത്ര വരും? ആൻസർ ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ ഒരു ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതേ നോക്കിക്കേ. The figure below shows a diagrammatic view of the human respiratory system with labels A, B, C and D. Select the option which gives correct identification and main function or characteristic. കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണ്. എന്നിട്ട് അതിൻ്റെ ഫങ്ഷൻസും അതിനോട് മാച്ചിങ് ആയിരിക്കണം. സോ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് എ ട്രക്കിയ ആണ്. കറക്റ്റ് ആണ്. എ ട്രക്കിയ തന്നെയാണ്. എ ട്രക്കിയ ആണ്. ഇനി എ സ്ട്രെയിറ്റ് ലോങ് ട്യൂബ് സപ്പോർട്ടഡ് ബൈ കംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിംഗ് ഫോർ ദ കണ്ടക്ഷൻ ഓഫ് എയർ. ആർക്കെങ്കിലും പറയാമോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ? എന്താ ഈ സ്റ്റേറ്റ്മെന്റിൽ വന്ന തെറ്റെന്ന് ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എ സ്ട്രെയിറ്റ് ലോങ് ട്യൂബ് സപ്പോർട്ടഡ് ബൈ കംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിംഗ് ഫോർ കണ്ടക്ഷൻ ഓഫ് എയർ. എന്തുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആയെന്ന് ആർക്കെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാമോ? എന്ത് റീസൺ കൊണ്ടായിരിക്കുമെന്ന്? ഇപ്പം അതെ ഇത് ഇൻകറക്റ്റ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ എന്തുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആയെന്ന്. തീർത്ത പറഞ്ഞ കറക്റ്റ് ആൻസർ ആണ്. ഇവിടെ കംപ്ലീറ്റ് എന്ന ടേം യൂസ് ചെയ്തതാണ് അവിടെ തെറ്റ് വന്നത്. അപ്പം നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ട്രക്കിയയ്ക്ക് ചുറ്റുമേ, ഈ ട്രക്കിയ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ട്യൂബ് ആണല്ലോ. ഈ ട്രക്കിയയ്ക്ക് ചുറ്റും ട്രക്കിയനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാർട്ടിലേജിനസ് റിങ്ങുകളുണ്ടേ. പക്ഷേ ഈ കാർട്ടിലേജിനസ് റിങ്ങുകളെ അപ്പോൾ ഇത് ട്രക്കിയാണെങ്കിൽ ആ കാർട്ടിലേജിനസ് റിങ്ങുകൾ അതിൻ്റെ വെൻട്രൽ സൈഡിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ ട്രക്കിയുടെ ഡോർസൽ സൈഡിൽ എടുത്ത് നോക്കുമ്പോഴേ ഈ റിങ്ങുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല, ഇതിങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതെന്തുമായിരിക്കും? ഇൻകംപ്ലീറ്റാണ്. ഇനി അതിൽ ഒരു റിങ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് എന്തുവാ? സി ഷേപ്പ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സി ഷേപ്പ്ഡ് ആയിട്ടുള്ള ഹൈലിൻ കാർട്ടിലേജ് വെച്ച് ഫോം ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ട്രക്കിയനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ട്രക്കിയ കൊളാപ്സ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി കേട്ടോ. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ബി എന്ന് പറയുന്ന പ്ലൂറൽ മെംബ്രെയിൻ. ഓക്കെ, കറക്റ്റ് ആണ്. ബി പ്ലൂറൽ മെംബ്രെയിൻ ആണ്. എ സിംഗിൾ ലെയർഡ് മെംബ്രെയിൻ ദാറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ഫോർ ലങ്സ്. ഇവിടെയും തെറ്റ് വന്നില്ലേ? എന്താ ഇവിടെ തെറ്റ് വന്നേക്കുന്നത്? പ്ലൂറൽ മെംബ്രെയിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? പ്ലൂറൽ മെംബ്രെയിൻ എത്ര ലെയേർഡാ? സിംഗിൾ ലെയേർഡ് ആണോ? അല്ല, ഡബിൾ ലെയേർഡ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തുവാന്നാ? സിംഗിൾ ലെയേർഡ് എന്നല്ലേ? അപ്പോൾ അതുകൊണ്ട് തെറ്റി.
പ്ലൂറയ്ക്ക് ഡബിൾ ലെയേർഡ് ആണ്. അപ്പോൾ അതിന് ഒരു ഇന്നർ ലെയറും ഉണ്ട് ഔട്ടർ ലെയറും ഉണ്ട്. ഔട്ടർ ലെയറിനെ നമ്മൾ പരൈറ്റൽ പ്ലൂറ, പരൈറ്റൽ മീൻസ് ഔട്ടർ എന്നാണ്. ഇനി അകത്ത് വരുന്നതിനെ നമ്മൾ വിസറൽ പ്ലൂറ എന്നാണ് പറയുക. സോ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാ. ഇനി നോക്കിക്കേ, സി ആൽവിയോളയാണ് കറക്റ്റ്. തിൻ റെഗുലർ വോൾഡ് ആൻഡ് നോൺ വാസ്കുലറൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എന്തുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റിയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് തെറ്റാ. എവിടെ തെറ്റിപ്പോയി? എന്തുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായി? സി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന കറക്റ്റാ. ആൻസർ പറയുന്നുണ്ട്. ശരിയാണ്, പ്ലൂറയ്ക്ക് 2 മെംബ്രെയിനാ, വിസറലും പരൈറ്റലും കറക്റ്റാണ്. തീർത്ത പറഞ്ഞിരിക്കുന്ന കറക്റ്റാണ്. സി ഓപ്ഷനിൽ എന്താണ് മിസ്റ്റേക്ക് വന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. വേറെ ആർക്കും മിസ്റ്റേക്ക് കിട്ടിയില്ലേ? എന്താണ് സി സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റ് വന്നതെന്ന് ആർക്കും കിട്ടിയില്ലേ? ആൽവിയോളെ തിൻ റെഗുലർ വോൾഡ് ആൻഡ് നോൺ വാസ്കുലറൈസ്ഡ് സ്ട്രക്ചർ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എന്താണ് അവിടെ തെറ്റ് വന്നേ? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ 2 തെറ്റുകളുണ്ട്. അതായത് ഈ ആൽവിയോള എന്ന് പറഞ്ഞാലേ ഇതുപോലെ ഇറഗുലർ വോൾഡാ. നമുക്ക് പറയാൻ പറ്റത്തില്ല ഓവൽ ഷേപ്ഡ് ആണെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഏത് ഫിഗർ നോക്കിയാലും നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്, ഹൈലി ഇറഗുലർ വോൾഡാ. പക്ഷെ ഇവിടെ എന്തുവാ കൊടുത്തിരിക്കുന്നത്? റെഗുലർ വോൾഡ് എന്ന്. അപ്പോൾ അത് ഒന്നാമത്തെ തെറ്റ്. ഇനി അടുത്തൊരു പ്രശ്നമുണ്ടേ, ഇത് നോൺ വാസ്കുലറൈസ്ഡ് അല്ല. ഇതിന് ചുറ്റിനും ഒരുപാട് ബ്ലഡ് വെസൽസ് പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്കില്ല, പക്ഷെ ഇതിന് ചുറ്റിനും ഒരുപാട് ബ്ലഡ് വെസൽസ് പോകുന്നുണ്ട്. എന്നാലല്ലേ ഡിഫ്യൂഷൻ ഒക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ നോൺ വാസ്കുലറൈസ്ഡ് എന്ന് വെച്ചാൽ ബ്ലഡ് ഫ്ലോ ഉണ്ടെന്നാണ്. നോൺ വാസ്കുലറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അതും തെറ്റാ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 തെറ്റ് വന്നേ. ഇനി ലാസ്റ്റ് നോക്കിക്കേ, ഡി എന്ന് പറയുന്ന ഡയഫ്രം ആണ്. കൺട്രാക്ഷൻ ഓഫ് വിച്ച് ഡ്യൂറിങ് ഇൻസ്പിരേഷൻ increases the volume of thoracic cavity in the anterior posterior axis. കറക്റ്റ് അല്ലേ? ഒരു ഇൻസ്പിരേഷൻ്റെ സമയത്ത് സാധാരണ ഡയഫ്രം ഇതുപോലെ ഡോം ഷേപ്ഡ് ആയിരിക്കും. ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഡയഫ്രത്തിലുള്ള മസിൽസ് കൺട്രാക്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലാറ്റ് ആവും. ഫ്ലാറ്റ് ആകുമ്പോൾ ഡയഫ്രം താഴുക ചെയ്യുന്നത്. താഴുമ്പോഴത്തേക്കും thoracic cavity-യുടെ വോളിയം പൊക്കത്തേക്കും താഴോട്ടും കൂടും. ആൻറ്റീരോ പോസ്റ്റീരിയർ ആക്സിസ്. സോ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻസർ 4 ആണ് കേട്ടോ. അപ്പം പറഞ്ഞവരെല്ലാം കറക്റ്റായിട്ട് തന്നെ ആൻസർ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 4. ഇനി അടുത്ത ക്വസ്റ്റിനെ മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. അപ്പോൾ ടൈഡൽ വോളിയത്തിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റാണ് നമുക്കിവിടെ പറയേണ്ടത്. എ ഉണ്ട്, ബി മാച്ച് ചെയ്യണം, സി മാച്ച് ചെയ്യണം, ഡി മാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം ടൈഡൽ വോളിയം നമുക്ക് എത്രയായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. ആദ്യം എന്ത് ഈ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ശ്വാസം എടുക്കുന്ന സമയത്തോ എന്നല്ലെങ്കിൽ നോർമലി ഒരു ശ്വാസം വിടുന്ന സമയത്തോ നമുക്ക് പുറത്തേക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന വോളിയം ഓഫ് എയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം. വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ഓർ എക്സ്പയർ ഡ്യൂറിങ് എ നോർമൽ ബ്രീത്തിങ് കേട്ടോ. അതിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ടൈഡൽ വോളിയം എപ്പോഴും എത്രയായിരിക്കും? 500 ml ആണ്. സോ ഇവിടെ 500 ml വരുന്ന 3 ഓപ്ഷനിലേക്കാണ്. ഇനി അടുത്തത് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. എന്താ ഈ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ? IRV എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. എന്താ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ? ഇത്ര ഉള്ളേ. അതായത് നമ്മളൊരു ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ നടത്തുന്ന സമയത്ത്, ഇൻസ്പിരേറ്ററി അല്ലേ, ഒരു ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലങ്സിലേക്ക് എടുക്കാൻ പറ്റുന്ന അഡീഷണൽ വോളിയം ഓഫ് എയർ കേട്ടോ. ടോട്ടൽ വോളിയം എടുക്കണ്ട. അപ്പോൾ സാധാരണ ഒരു ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ, ഞാനൊരു ശക്തിയായിട്ടൊരു ശ്വാസം അകത്തേക്ക് എടുക്കുവാണേ. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇനീഷ്യലി കയറുന്ന വോളിയം ഓഫ് എയർ എപ്പോഴും TV തന്നെയാണ്, ടൈഡൽ വോളിയം. ആ ടൈഡൽ വോളിയം കഴിഞ്ഞിട്ടും എനിക്ക് കുറച്ചുകൂടെ ശക്തി ഉപയോഗിച്ച് കുറച്ച് ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു അഡീഷണൽ വോളിയം ഓഫ് എയറും കൂടെ എടുക്കാൻ പറ്റും. ആ അഡീഷണൽ വോളിയം ഓഫ് എയറിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കേണ്ടത്? IRV എന്ന് വിളിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഡ്യൂറിങ് എ ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ. അതിൻ്റെ വാല്യൂ എപ്പം എത്രയായിരിക്കും വരിക? അത് റേഞ്ച് ചെയ്യുന്നത് ഒരു 2500 ടു മാക്സിമം ഒരു 3000 ml ആണ് വരിക. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. 1 ഉണ്ട് കേട്ടോ. അപ്പോൾ B 1 ആയേ.
അങ്ങനെയാണെങ്കിൽ എക്സ്പിരേറ്ററി റിസർവ് വോളിയത്തിന് ആർക്കെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്താണെന്ന് ആർക്കെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേ. നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് മിസ് നോക്കട്ടെ. ആൾക്കാർ ആൻസർ ചെയ്യുന്നത് വളരെ കുറവാണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താലല്ലേ നല്ല മാർക്കൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒന്ന് ഒരു എക്സ്പിരേറ്ററി റിസർവ് വോളിയം എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊന്ന് പറയാമോ? ഞാൻ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം പറഞ്ഞു തന്നില്ലേ, അപ്പോൾ എന്താണ് ഈ എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്നൊന്ന് പറയാമോ? എക്സ്പിരേറ്ററി റിസർവ് വോളിയം ERV. അപ്പോൾ എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളേ. അതായത് നമ്മൾ ഒരു ഫോഴ്സിബിൾ ആയിട്ടുള്ള ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റാണേ. നമ്മൾ ഒരു ഫോഴ്സിബിൾ എക്സ്പിരേഷൻ നടത്തുക. അപ്പോൾ ഒരു ഫോഴ്സിബിൾ എക്സ്പിരേഷൻ നടത്തുന്ന സമയത്തും നമ്മുടെ ലങ്സിൽ നിന്ന് ഇനീഷ്യലി ഒരു വോളിയം ഓഫ് എയർ പുറത്തേക്ക് പോകും അല്ലേ? കറക്റ്റാണേ. ആ ഇനീഷ്യലി പോകുന്ന വോളിയം ഓഫ് എയറിനെ നിങ്ങൾ ഇവിടെ കൂട്ടണ്ട, അത് ടൈഡൽ വോളിയം, അതിനെ ഇവിടെ കൂട്ടണ്ട. ആ ടൈഡൽ വോളിയം പോയതിന് ശേഷവും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫോഴ്സ് എടുത്തിട്ട് ഒരു അഡീഷണൽ വോളിയം ഓഫ് എയറിനെയും കൂടെ പുറത്തേക്ക് കളയാൻ പറ്റും. ആ അഡീഷണൽ വോളിയം ഓഫ് എയറിനെ നിങ്ങൾ വിളിക്കേണ്ട പേരാണ് ERV എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാവേ. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ഡ്യൂറിങ് എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ അല്ലെങ്കിൽ ബൈ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. അപ്പോൾ ഇവിടെ ERVയുടെ റേഞ്ച് എപ്പോഴും എത്ര വരുമായിരിക്കും? ഒരു 1000 തൊട്ട് ഒരു 1100 ml വരെ അതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ERV ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന 4. ഇനി റെസ്യൂഡിയൽ വോളിയം അപ്പോൾ എന്തായിരിക്കും? റെസ്യൂഡിയൽ വോളിയം RV എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ഈ റെസ്പിറേറ്ററി കപ്പാസിറ്റി പഠിക്കുന്നതാണ് കേട്ടോ. ഈ റെസ്പിറേറ്ററി കപ്പാസിറ്റിയുടെ കോമ്പിനേഷൻസ് ആണ് പിന്നീട് നമ്മൾ ലങ് കപ്പാസിറ്റീസ് ഒക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പം എന്താണ് ഈ റെസ്യൂഡിയൽ വോളിയം എന്ന് പറയുന്നത്? അപ്പം റെസ്യൂഡിയൽ വോളിയം ഞാൻ ഡിഫൈൻ ചെയ്തു തരാം. ഇത്ര ഉള്ള സംഭവം, നമ്മളൊരു ഫോഴ്സിബിൾ എക്സ്പിരേഷൻ നടത്തി. അപ്പം TV പുറത്തു പോയി, ERV പുറത്തു പോയി. എത്രയൊക്കെ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ നടത്തിക്കഴിഞ്ഞാലും നമ്മുടെ ലങ്സിൻ്റെ അകത്തെ ഒരു പർട്ടിക്കുലർ വോളിയം ഓഫ് എയർ മിച്ചം കിടക്കും. ആ മിച്ചം കിടക്കുന്ന വോളിയം ഓഫ് എയറിനെ നിങ്ങൾ വിളിക്കേണ്ട പേര് എന്തെന്ന് പറയുന്നത്? റെസ്യൂഡിയൽ വോളിയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്താലോ? വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. ഒരു ഫോഴ്സിബിൾ എക്സ്പിരേഷൻ നടത്തിയതിന് ശേഷവും നമ്മുടെ ലങ്സിൽ റിമൈൻ ചെയ്യുന്ന വോളിയം ഓഫ് എയറിനെ നിങ്ങൾ വിളിക്കേണ്ട പേരാണ് RV എന്ന് പറയുന്നത്, റെസ്യൂഡിയൽ വോളിയം. അങ്ങനെയാണെങ്കിൽ റെസ്യൂഡിയൽ വോളിയത്തിൻ്റെ റേഞ്ച് മോസ്റ്റ്ലി വരുന്നത് ഒരു 1100 തൊട്ട് ഒരു 1200 ml വരെയാണ് കേട്ടോ. സോ ഇവിടെ നമുക്ക് മാച്ച് ചെയ്യാം. മാച്ച് ചെയ്യുന്നത് 4 വെച്ചിട്ട്, 4 അല്ല 2 വെച്ചിട്ട്. അപ്പോൾ A3 B1 C4 D2. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ പോകുന്ന ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും കേട്ടോ. അപ്പോൾ ആൻസർ ചെയ്തവർക്കൊക്കെ ഓപ്ഷൻ 2 ആണ് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. During muscle contraction, which of the following does not occur due to according to the sliding filament theory? അതായത് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയുടെ സമയത്ത് ഇതിൽ നടക്കാത്തത് എന്ത് കാര്യമെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. The distance between 2 Z line decreases. കറക്റ്റ് അല്ലേ? അതായത് സാർക്കോമിയർ യൂണിറ്റ് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. സാർക്കോമിയർ യൂണിറ്റ് ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ദൂരെ ഇരുന്നിരുന്ന Z ലൈനുകളെ ഈ ആക്റ്റിൻ ഫിലമെന്റ്സ് ഇങ്ങനെ വലിച്ച് അടുപ്പിച്ച് കൊണ്ടുവന്നു. അപ്പം 2 Z ലൈനുകൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞു. അത് കറക്റ്റാണ്. ഇനി നോക്കിക്കേ, ദ A ബാൻഡ് ഷോർട്ടൻസ്. അതാണ് ഒരിക്കലും നടക്കാത്തൊരു കാര്യം കേട്ടോ. ഒരു കൺട്രാക്ഷൻ്റെ സമയത്ത് A ബാൻഡ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? A ബാൻഡിന് ഒരു ചേഞ്ചും ഇല്ല. A ബാൻഡ് റിമൈൻസ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് നോക്കിക്കേ, മസിൽ കൺട്രാക്ഷൻ്റെ സമയത്ത് I ബാൻഡ് ഉറപ്പായിട്ടും ചുരുങ്ങും. ഇനി ഒരു കംപ്ലീറ്റ് കൺട്രാക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ I ബാൻഡ് ഡിസപ്പിയർ ആവാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ആൻഡ് H സോൺ ഡിസപ്പിയേഴ്സ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which statement is incorrect regarding the contractile protein myosin? അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആരെ പറ്റിയുള്ളത്? മയോസിനെ പറ്റിയുള്ളത് കേട്ടോ. ഇറ്റ് ഈസ് എ പോളിമറിക് പ്രോട്ടീൻ മെയ്ഡ് ഓഫ് മെനി മീറോമയോസിൻ. കറക്റ്റ് ആണ്. ഒരു മയോസിൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നിങ്ങൾ മയോസിൻ എന്ന് വിളിക്കണ്ടേ. സോ ഇതൊരു പോളിമറാണ്. ഈ പോളിമർ ഫോം ചെയ്യാൻ വേണ്ടേ നമ്മൾ ഇതുപോലത്തെ കുറേ മോണോമറിക് യൂണിറ്റുകളെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ മോണോമറിക് യൂണിറ്റിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരാ മീറോമയോസിൻ.
ഇങ്ങനെ അപ്രോക്സിമേറ്റ്ലി ഒരു 300 മീറോമയോസിൻസ് ഒക്കെ കൂടി ചേർന്ന് വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു റോഡ് കിട്ടും. ആ റോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മയോസിൻ. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ഗ്ലോബുലാർ ഹെഡ് ഹാസ് ആൻ ആക്റ്റീവ് സൈറ്റ് ഫോർ ATP ആൻഡ് ആക്റ്റിൻ. കറക്റ്റ് അല്ലേ? അപ്പോൾ അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ദ ലൈറ്റ് മീറോമയോസിൻ LMM ഫോംസ് ദ ഗ്ലോബുലാർ ഹെഡ്. തെറ്റല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ഇൻകറക്റ്റ് വരുന്നത്. ഇവിടെ ഹെഡിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഹെഡ് ഫോം ചെയ്യുന്ന എന്ത് വെച്ചിട്ടാ? HMM കമ്പോണൻ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഹെവി മീറോമയോസിൻ ആണ്. ടെയിലാണ് LMM കമ്പോണൻ്റ് ആയിട്ട് വരിക. ഇനി നോക്കിക്കേ നാലാമത്തെ ഓപ്ഷൻ, ദ ഹെവി മീറോമയോസിൻ HMM കൺസിസ്റ്റ് ഓഫ് എ ഹെഡ് ആൻഡ് ഷോർട്ട് ആം. കറക്റ്റ് അല്ലേ? ഓക്കെ, സോ നമുക്കിവിടെ ആൻസർ വന്നിരിക്കുന്ന ഓപ്ഷൻ 3 ആണ്. ആൻസർ പറഞ്ഞിരിക്കുന്നവരെല്ലാം കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ഈസ് മോർ പ്രോമിനൻറ്റ് ഇൻ വൈറ്റ് മസിൽ ഫൈബേഴ്സ് കമ്പയർഡ് ടു റെഡ് മസിൽ ഫൈബേഴ്സ്? അപ്പോൾ വൈറ്റ് മസിൽ ഫൈബറിൽ ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടർ എന്താണെന്നാണ് ഇവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹൈ എമൗണ്ട് ഓഫ് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. കറക്റ്റ് അല്ലേ? ഇനി ഹൈ മയോഗ്ലോബിൻ കണ്ടന്റ്. അപ്പം നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് റെഡിനെ വെച്ച് വൈറ്റിന് എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലാണെന്നാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടി. ഓപ്ഷൻ 1 വൈറ്റിന് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം കൂടുതലും അതേസമയം അവർക്ക് മൈറ്റോകോൺട്രിയ, ഈ മസിലിൽ കാണുന്ന മൈറ്റോകോൺട്രിയനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരെ സാർക്കോസോം എന്നാണ്. അപ്പം വൈറ്റിന് സാർക്കോസോം എപ്പോഴും കുറവായിരിക്കും. കാരണം ഓക്സിജൻ കിട്ടുന്നത് കുറവല്ലേ. മൈറ്റോകോൺട്രിയ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ATP പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എയറോബിക് റെസ്പിറേഷൻ നടത്തി ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. അപ്പോൾ ഈ വൈറ്റ് മസിൽ ഫൈബറിന് കമ്പാരിറ്റീവ്ലി ഓക്സിജൻ കിട്ടുന്നത് കുറവാണ്. ഓക്സിജൻ കിട്ടുന്നത് കുറവായതുകൊണ്ട് തന്നെ അവർക്ക് എയറോബിക് റെസ്പിറേഷൻ വഴി ATP പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവരുടെ എഫിഷ്യൻസി കുറവാണ്. സോ മൈറ്റോകോൺട്രിയയും കമ്പാരിറ്റീവ്ലി അവർക്ക് കുറവാണ്. അതേസമയം ഇവർ ഫാസ്റ്റ് കൺട്രാക്റ്റിംഗ് മസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് മാസ്കിങ് മാറണം. മാസ്കിങ് മാറണമെങ്കിൽ അതിനനുസരിച്ച് ഒരു ലാർജ് എമൗണ്ട് ഓഫ് കാൽഷ്യം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കാൽഷ്യത്തിനെ സ്റ്റോർ ചെയ്യേണ്ട സാർക്കോപ്ലാസ്മിക് റെട്ടിക്കിൾ ഇവർക്ക് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കുമേ. ഇത് വൈറ്റിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞേക്കുന്നത്. റെഡിൻ്റെ കേസിലേക്ക് വരുമ്പോഴേ റെഡിന് ഈ ഓക്സിജൻ വളരെ കൂടുതലാണ്. ഓക്സിജൻ കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും ATP പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് സാർക്കോസോം കൂടുതലായിരിക്കുമേ. പക്ഷേ ഇവർ സ്ലോ കൺട്രാക്റ്റിംഗ് മസിലാണ്. അപ്പോൾ ഈ വൈറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കാൽഷ്യം കുറച്ചുകൂടെ പതുക്കെ വന്നാൽ മതി. അതായത് അവർക്ക് കാൽഷ്യത്തിൻ്റെ സ്റ്റോറേജ് കുറച്ചുകൂടെ കുറവായിരിക്കും. SR കുറവാണ് കേട്ടോ. ഇങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ അല്ലേ ആൻസർ വരുന്നത്. വൈറ്റിന് ഹൈ എമൗണ്ട് ഓഫ് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്. ഇനി വൈറ്റിന് മയോഗ്ലോബിൻ കണ്ടന്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്ത് ഈ മയോഗ്ലോബിൻ എന്ന് വെച്ചാൽ ഈ ഒരു മസിൽ സെല്ലിൻ്റെ അകത്തെ ഓക്സിജനെ സ്റ്റോർ ചെയ്യുന്ന ഒരു അയൺ കണ്ടെയ്നിങ് പിഗ്മെൻ്റ് ഉണ്ട്. ആ അയൺ കണ്ടെയ്നിങ് പിഗ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാ മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. അയണിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഈ മയോഗ്ലോബിൻ എന്ത് കളർ കൊടുക്കും? റെഡിഷ് കളർ കൊടുക്കും. അപ്പോൾ ചില സെല്ലുകളുടെ അകത്ത് ഈ മയോഗ്ലോബിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് റെഡിഷ് അപ്പിയറൻസ് വരും. ആ അപ്പിയറൻസ് വെച്ച് നമ്മൾ അവർക്ക് ഇട്ടിരിക്കുന്ന പേരാണ് ഈ റെഡ് മസിൽ ഫൈബർ എന്ന് പറയുന്നത്. പക്ഷെ ചില മസിലുകൾക്ക് ഇവർക്ക് ഈ മയോഗ്ലോബിൻ്റെ കണ്ടന്റ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കുറവായിരിക്കും. അപ്പോൾ മയോഗ്ലോബിൻ കുറയുമ്പോൾ അതിനനുസരിച്ച് റെഡിഷ് കളർ കുറഞ്ഞൊരു വൈറ്റിഷ് അപ്പിയറൻസിലേക്ക് വരും. അങ്ങനെ അവർക്ക് കിട്ടിയ പേര് ഈ വൈറ്റ് മസിൽ ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് മസിൽ ഫൈബറിന് മയോഗ്ലോബിൻ കണ്ടന്റ് കുറവാണ്. ഇനി അബണ്ടന്റ് മൈറ്റോകോൺട്രിയ. തെറ്റല്ലേ? മൈറ്റോകോൺട്രിയ കുറവാണേ. ഇനി ഡിപ്പെൻഡൻസി ഓൺ എയറോബിക് റെസ്പിറേഷൻ. അല്ല, ഈ വൈറ്റ് മസിൽ ഫൈബർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന അനേറോബിക് റെസ്പിറേഷനെയാണ്. കാരണം ഓക്സിജൻ കുറവല്ലേ. അപ്പോൾ ഓക്സിജൻ ഉള്ള സമയത്ത് കുറച്ച് നേരത്തേക്ക് അവർ എയറോബിക് റെസ്പിറേഷൻ കാണിക്കും, കൂടുതൽ നേരവും അവർ അനേറോബിക് റെസ്പിറേഷൻ കാണിക്കും. അതുകൊണ്ട് അവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് അനേറോബിക് റെസ്പിറേഷനാണ്. സോ ഇവിടെ ഈ ക്വസ്റ്റിന് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ 1 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്പെസിഫിക് ടൈപ്പ് ഓഫ് സൈനോവിയൽ ജോയിൻറ്റ് ഈസ് ഫൗണ്ട് അറ്റ് ദി ആർട്ടിക്കുലേഷൻ ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് ഹ്യൂമൻ തമ്പ്? ആൻസർ ഒന്ന് തന്നേ. ഏതായിരിക്കും ഈ ഓപ്ഷന്, ഈ ഒരു ക്വസ്റ്റിന് കറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് പറയാൻ പറ്റുക?
4 ജോയിൻറ്റിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഹിഞ്ച് ജോയിൻറ്റ്, പിവറ്റ് ജോയിൻ്റ് ഉണ്ട്, സാഡിലുണ്ട്, ബോൾ ആൻഡ് സോക്കറ്റ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റിനകത്ത് ലൊക്കേഷൻ വളരെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ജോയിൻറ്റ് കാണപ്പെടുന്നത് കാർപ്പലിനും മെറ്റാകാർപ്പലിനും ഇടയ്ക്കാണ് ഓഫ് ഹ്യൂമൻ തമ്പ്. അപ്പോൾ കയ്യിലായിരിക്കോ കാലിലായിരിക്കോ കാണുക? ഹൈൻ ലിംബാണോ ഫോർ ലിംബാണോ? ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഫോർ ലിംബാണോ ഹൈൻ ലിംബാണോ എന്ന്. പക്ഷേ ഇവിടെ ചില ബോണുകളുടെ പേര് തന്നിട്ടുണ്ട്. കാർപ്പൽ എന്നും മെറ്റാകാർപ്പൽ എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈൻ ലിംബാണോ ഫോർ ലിംബാണോ വരിക? ഒന്ന് ആൻസർ പറഞ്ഞേ. തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഹൈൻ ലിംബിനെയാണോ ഫോർ ലിംബിനെയാണോ? കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റായിട്ടൊരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും കണ്ടുപിടിക്കാൻ ക്ലൂ തന്നിട്ടുണ്ട്. കാർപ്പൽ മെറ്റാകാർപ്പൽ. കാർപ്പൽ എന്താ? ഈ റിസ്റ്റ് ബോണായി കാർപ്പൽ എന്ന് പറയുന്നത്. ഈ പാം ബോണാണ് മെറ്റാകാർപ്പൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫോർ ലിംബിലുള്ള ബോണിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹൈൻ ലിംബിൽ വരുമ്പോഴത്തേക്കും ടാർസൽ എന്നും മെറ്റാടാർസൽ എന്നും ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് തമ്പ് തള്ളവിരളെ. തള്ളവിരലിൻ്റെ ഈ കാർപ്പലിനും മെറ്റാകാർപ്പലിനും ഇടയ്ക്കുള്ള ജോയിൻറ്റിൻ്റെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം അവിടെ കാണുന്ന ഒരു സൈനോവിയൽ ജോയിൻറ്റാണ്. ആ ജോയിൻറ്റിന് ഇതുപോലത്തെ ഒരു സാഡിൽ ഷേപ്പാണ് കാണപ്പെടുന്നത്. സോ ആ ജോയിൻറ്റിൻ്റെ പേര് സാഡിൽ ജോയിൻ്റ് എന്നാണ് കേട്ടോ. എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ പറയുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ 3 ആണ് നമുക്കിവിടെ വരുന്ന കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആൻ എൽഡർലി വിമൻ suffers a fall and breaks her hip. X-ray images show a significant reduction in bone mass and density, making the bones porous and fragile. Which condition is she likely suffering from? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഒരു എൽഡർലി വുമൻ ആണ്. അതായത് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കിക്കോണം, മെനോപോസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിട്ടുള്ളൊരു ഫീമെയിൽ ആയിരിക്കാം. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു ഫീമെയിൽ ആണേ. ഇനി വീണപ്പം ഹിപ്പ് ബ്രേക്കായി. ഇനി അവിടെ ആ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായത് ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ടുണ്ട്. ബോണിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഹോളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഹോളുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ബോൺ പെട്ടെന്ന് ഫ്രജൈൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒടിയുന്ന കണ്ടീഷനാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. യെസ്, കറക്റ്റായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ആ ഫീമെയിലിന് വന്നിരിക്കുന്ന ഡിസോർഡർ എന്തായിരിക്കും? ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോ മീൻസ് ബോണ്, പൊറോസിസ് എന്ന് വെച്ചാൽ ബോണിൻ്റെ അകത്തുണ്ടാകുന്ന ഹോൾ ഫോർമേഷൻ. എന്തുകൊണ്ട്? കാൽഷ്യം നഷ്ടപ്പെട്ടതുകൊണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽസിൽ ഈ ഒരു മെനോപോസ് ഒക്കെ നടന്നു കഴിയുമ്പോൾ ഈസ്ട്രജൻ്റെ ലെവൽ ഡിക്രീസ് ചെയ്യും. അങ്ങനെയും എന്തിലേക്ക് ലീഡ് ചെയ്യാം? ഓസ്റ്റിയോപൊറോസിസിലേക്ക് ലീഡ് ചെയ്യാം. അപ്പം എന്ത് ഈ ആർത്രൈറ്റിസ് എന്ന് വെച്ചാലേ ജോയിൻസിന് ചുറ്റും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസിനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് ആർത്രൈറ്റിസ്. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ്. അങ്ങനെ ജോയിൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അത് ഒരു ടൈപ്പ് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്നും കൂടെ നമുക്ക് പറയാം. ഇനി ആർത്രൈറ്റിസിൻ്റെ തന്നെ കറക്റ്റാണ്, ഇൻഫ്ലമേഷൻ ഇൻ ജോയിൻസാണ്. ഇനി ആർത്രൈറ്റിസിന് തന്നെ മറ്റൊരു വകഭേദമാണ് ഈ ഗൗട്ട് എന്ന് പറയുന്നത്. ഗൗട്ട് ഉണ്ടാകുന്ന എപ്പോഴായിരിക്കും? അതായത് ഗൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലിലും കയ്യിലും ഒക്കെയുള്ള, പ്രത്യേകിച്ച് കാലിൽ തള്ളവിരല് ജോയിൻസിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വന്ന് ഡിപ്പോസിറ്റഡ് ആവുമ്പോഴുണ്ടാവുന്ന പ്രശ്നം, അങ്ങനെ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൗട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ബോണിനെ പറ്റിയാണ്, ജോയിൻറ്റിനെ പറ്റിയേ അല്ല. അപ്പം നോക്കിക്കേ, തന്നിരിക്കുന്ന 3 ഓപ്ഷനും ജോയിൻറ്റിനെ പറ്റിയാണ്, ഒറ്റ ഓപ്ഷൻ മാത്രമേ ബോണിനെ പറ്റിയുള്ളൂ. സോ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ 2 ആണ് കേട്ടോ. യൂറിക് ആസിഡ് ക്രിസ്റ്റൽ ഡിപ്പോസിറ്റ് ആണ്, കറക്റ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. A person visits a clinic complaining of severe pain in the small joints of the feet. Test reveal high level of uric acid in the blood and crystal deposition in the joint space. What is the diagnosis? കുറച്ച് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടുതലാണ്, അത് ക്രിസ്റ്റലായിട്ട് ജോയിൻറ്റിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ജോയിൻറ്റിന് പെയിൻ ഉണ്ടായി. എന്താണ് ആ ഡിസീസിൻ്റെ പേരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ആൻസർ ഏതേ വരത്തുള്ളൂ?
ഓപ്ഷൻ 3 ആണ് ആൻസർ കേട്ടോ. ഗൗട്ടാണ് ആ ഡിസീസ്ഡ് കണ്ടീഷൻ്റെ പേര്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ പേഴ്സൺ സഫേഴ്സ് ഫ്രം എ കണ്ടീഷൻ where the alveoli are damaged, reducing the surface area for gaseous exchange commonly caused by chronic smoking. The condition is, നിങ്ങൾ ആൻസർ പറ. എന്താണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ആൽവിയോളെ ഡാമേജ്ഡ് ആയിട്ടുണ്ട്. ഇനി ഡാമേജ് മാത്രമല്ല, അവിടെ സർഫസ് ഏരിയ കുറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇത് കോമൺലി വരാനുള്ള കാരണവും നമുക്ക് പറഞ്ഞു തന്നു. എന്തുകൊണ്ടാ? ക്രോണിക് ആയത്, അതായത് കുറേ നാൾ വർഷങ്ങളായിട്ട് സ്മോക്ക് ചെയ്തത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രശ്നമെന്ന് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് നമ്മുടെ ലങ്സിൻ്റെ അകത്തിരിക്കുന്ന ഒരു ആൽവിയോളസ്. ആൽവിയോള എന്ന് പറയുമ്പോൾ ഒരു ബഞ്ച്, അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു സിംഗിൾ യൂണിറ്റാണ് ഈ ആൽവിയോളസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ സിഗരറ്റ് വലിക്കുന്ന സമയത്തെ അതിൻ്റെ അകത്ത് കുറച്ച് കാർബൺ പാർട്ടിക്കിൾസ് ഒക്കെ കാണും. ഗ്യാസ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ് പോലെയുള്ള ഗ്യാസ് ഉണ്ട്, നിക്കോട്ടിൻ പോലെയുള്ള ആൽക്കലോയിഡുകളൊക്കെ ഉണ്ട്. ആ കൂടെ ചില കാർബൺ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ കാർബൺ പാർട്ടിക്കിൾസ് വന്ന് പതുക്കെ പതുക്കെ ഈ ആൽവിയോളുടെ വോളിൽ ഇങ്ങനെ വന്ന് ഡെപ്പോസിറ്റഡ് ആവാൻ തുടങ്ങുവേ. ഇതുണ്ടോ, ഇങ്ങനെ വർഷങ്ങളായിട്ട് വലിച്ച് വലിച്ച് അവസാനം ഇത് ഇങ്ങനെ വന്ന് ഡെപ്പോസിറ്റഡ് ആവുമേ. ഡെപ്പോസിറ്റഡ് ആകുമ്പോൾ ഇവിടെ നോക്കിക്കേ, നേരത്തെ ആൽവിയോളുടെ നടുക്ക് നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസിൽ മൊത്തം ഓക്സിജനെ ഒക്കെ അക്കോമഡേറ്റ് ചെയ്യുമായിരുന്നേ. ഇപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ മൊത്തം ഇങ്ങനെ കാർബൺ പാർട്ടിക്കിൾസ് വന്ന് ഡെപ്പോസിറ്റഡ് ആയിട്ട് പതുക്കെ പതുക്കെ ആൽവിയോളുടെ നടുക്കുള്ള ക്യാവിറ്റി കുറയുന്നുണ്ടോ? അതാണ് ഈ സർഫസ് ഏരിയ കുറഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് ഏരിയ കുറഞ്ഞപ്പോഴത്തേക്കും അത്ര ഓക്സിജനെ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇനി വേറെ പ്രശ്നം, ഇത് വന്ന് ഡെപ്പോസിറ്റഡ് ആകുന്നതിനനുസരിച്ച് ആൽവിയോളുടെ തിക്നെസ് കൂടി. ആൽവിയോളുടെ തിക്നെസ് കൂടിയ ഡിഫ്യൂഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇല്ലേ? കാരണം ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ ആൽവിയോളാർ മെംബ്രെയിൻ അല്ലെങ്കിൽ ആൽവിയോളയുടെ വോൾ എപ്പോഴും എന്തായിരിക്കണം? തിന്നായിരിക്കണം, കട്ടി കുറവായിരിക്കണം. കാരണം സിമ്പിൾ ഡിഫ്യൂഷൻ അല്ല നടക്കുക. അപ്പോൾ നമ്മൾ പറയും എപ്പോഴും അതിൻ്റെ തിക്നെസ് ഒരു 1 മില്ലിമീറ്ററിനേക്കാളും കുറവാണെങ്കിലേ പ്രോപ്പറായിട്ട് ആ ഡിഫ്യൂഷൻ നടക്കുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? ശരിയാ, നമുക്ക് തിന്നായിരിക്കണം. സോ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ ഡെപ്പോസിഷനൊക്കെ നടന്നിട്ട് അതിൻ്റെ വോളിന് ഭയങ്കര കട്ടിയായി, പ്ലസ് ക്യാവിറ്റി സ്പേസ് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഓക്സിജൻ എടുക്കുന്നതും കുറഞ്ഞു. ഇനി എടുത്ത ഓക്സിജനെ പ്രോപ്പറായിട്ട് ബ്ലഡിലോട്ട് ഡിഫ്യൂസ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഡിസീസിനെ നമ്മൾ എന്ത് പേര് വിളിക്കുമെന്നാണ് പഠിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് അറിയാമല്ലോ, ആൻസർ വരുന്ന ഏതുവാ? എംഫസീമ എന്നാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ആൻസർ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ ആൻസർ പറയുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആൻസർ വന്നിരിക്കുന്ന ഏതാ? എംഫസീമ എന്നാണ്. അപ്പോൾ ആസ്മ എന്നാണെന്നൊന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ആസ്മ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൻ്റെ ഡിസോർഡർ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം കിടക്കുന്ന ഡിസീസാണ് ഈ ആസ്മ എന്ന് പറയുന്നത്. എന്താ ഈ ആസ്മ? എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ആസ്മ എന്താന്ന്? ആസ്മ അതും ഇൻഫ്ലമേഷൻ ഓഫ് ആൽവിയോളയാണോ ആസ്മ എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആസ്മ ഇൻഫ്ലമേഷൻ ഓഫ് ആൽവിയോള വരുന്ന ഒരു ഡിസീസ് ഉണ്ട്. ആസ്മയുടെ മെയിൻ കോസ് ഇതായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം ആസ്മ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് സിവിയർ ആയിട്ടുള്ള ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവുമേ. അപ്പം ആസ്മ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഈ ആൽവിയോളയിലൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്, അതാണ് ആസ്മയുടെ പ്രശ്നം കേട്ടോ. അതായത് എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് കോസിങ് സബ്സ്റ്റൻസ്, പോളൻ ഗ്രെയിൻ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് കയറി കഴിയുമ്പോഴേ ഈ നമ്മുടെ എയർ പോകുന്ന പാത്വേയാണ് ഈ ബ്രോങ്കയും ബ്രോങ്കിയോളും ഒക്കെ. ഓൾറെഡി അവർ കുഞ്ഞു ട്യൂബുകളാണ്. അപ്പം ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ അലർജൻസ് ഒക്കെ കയറി കഴിയുമ്പോഴത്തേക്കും ഈ ട്യൂബ് ഇൻഫ്ലമേറ്റഡ് ആവും. ഇതിന് ചുറ്റും ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഈ ട്യൂബ് അങ്ങ് ചുരുങ്ങും. ട്യൂബ് ചുരുങ്ങുമ്പം പ്രോപ്പറായിട്ട് അതിലേക്കൂടെ എയറിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കത്തില്ല. അതിങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് പോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആസ്മ എന്ന് പറയുന്നത് കേട്ടോ. സോ ആസ്മ ജനറലി മീൻസ് ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. അതല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈനെ നമുക്ക് ചുരുക്കി പറയാൻ പറ്റുന്ന ഒരു പേരുണ്ട്, ബ്രോങ്കൈറ്റിസ് എന്ന് പറയും. എവിടെയെങ്കിലും നിങ്ങൾ ഈ ബ്രോങ്കൈറ്റിസ് എന്നൊരു ടേം കണ്ടാലേ ഇത്ര ഓർത്താൽ മതി.
ബ്രോങ്കൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കയാണ് കേട്ടോ. അപ്പം ആ ബ്രോങ്കൈറ്റിസ് കാരണം ഉണ്ടാകുന്ന ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആസ്മ. ഈ ആസ്മ പേഷ്യൻസിനൊക്കെ ചിലപ്പോൾ ഈ ചെസ്റ്റിൽ നിന്ന് വീസിങ് സൗണ്ട് ഒക്കെ കേൾക്കും. ആ വീസിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എയർ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഉണ്ടാകുന്നതാണ് ഈ വീസിങ് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു നിങ്ങൾ. സോ നമുക്ക് ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്ന ആൻസർ എംഫസീമ എന്ന് പറയണം കേട്ടോ. ഇനി ന്യൂമോണിയ, ഇൻഫ്ലമേഷൻ ഓഫ് ആൽവിയോളയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഈ ന്യൂമോണിയ നിങ്ങൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ബാക്ടീരിയൽ ഡിസീസിലാണ് പഠിക്കുക. 2 ബാക്ടീരിയ കോസ് ചെയ്യുന്നതാണ് ന്യൂമോണിയ. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിലേക്ക് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ കയറിയാലോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിലേക്ക് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കയറിയാലോ, അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ലങ്സിൻ്റെ അകത്തുള്ള ഈ ആൽവിയോളയാണ്. അപ്പോൾ ആൽവിയോളയ്ക്കകത്ത് അവർ ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് ആ ഫ്ലൂയിഡ് ഫില്ലിങ് കാരണം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് പറയാം ഇൻഫ്ലമേഷൻ ഓഫ് ആൽവിയോള ഉണ്ടാവുന്നുണ്ടെന്ന്. അപ്പോൾ ആ കണ്ടീഷൻ, ആ ബാക്ടീരിയൽ ഡിസീസിനെ വിളിക്കുന്ന പേരാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിംറ്റംസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചാലും അത് വേറെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഓർക്കാം ന്യൂമോണിയയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ഓർക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? ഫീവർ ഉണ്ട്, ചില്ലുണ്ട്, കഫുണ്ട്, ഹെഡ് ഏക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി സിവിയർ കേസിൽ ചിലപ്പോൾ ലിപ്സും ഫിംഗർ നെയിൽസും ഒക്കെ ഗ്രേയിഷ് കളറിൽ നിന്ന് ബ്ലൂയിഷ് കളറിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. സോ നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ 3 ആണ് കേട്ടോ. ഓക്കെ, ആൽവിയോളെ ഫ്ലൂയിഡ് ആൽവിയോളെ കറക്റ്റാണ്. നമുക്ക് ന്യൂമോണിയനെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കാം. ന്യൂമോണിയയുടെ സിവിയർ കേസിൽ ഗ്രേയിഷ് ടു ബ്ലൂ കളറിലേക്ക് മാറുന്നുണ്ട്. കറക്റ്റാണ് കേട്ടോ. അപ്പം ആൻസർ കറക്റ്റായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് കണ്ടീഷൻ വുഡ് മോസ്റ്റ് ലൈക്ലി ഫേവർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ അറ്റ് ആൽവിയോളർ സൈറ്റ്? അപ്പം ഇതിന് എല്ലാവരും ഒന്ന് ആൻസർ പറയണേ. കാരണം നമുക്കിത് റിപ്പീറ്റഡ് ആയിട്ട് മിക്കപ്പോഴും നീറ്റിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2024 നീറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിനെ ഫേവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് വായിച്ചിട്ട് ആൻസർ ഒന്ന് പറഞ്ഞേ. കുറച്ച് കണ്ടീഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല ഈ സെഷൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ഞാൻ ആ കണ്ടീഷൻസ് പറഞ്ഞതാണ്. ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളേ. ഇപ്പോൾ തെറ്റിപ്പോവാണെങ്കിലും ജസ്റ്റ് ആൻസർ ചെയ്യുക. എന്തൊക്കെയാണ് എവിടുത്തെ ആൽവിയോളാർ സൈറ്റിലെ കാര്യം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ ആൽവിയോളാർ സൈറ്റിൽ. സാധ്യ തീർത്തൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പം നോക്കിക്കേ ആൻസർ ഏത് വരുമായിരിക്കും? അപ്പം നമുക്ക് നോക്കാം. അപ്പം ആൽവിയോളാർ സൈറ്റിൽ ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ നടക്കണമെങ്കിൽ ഒറ്റ കാര്യം, ഹൈ PO2 ആയിരിക്കണം. ബാക്കി പറയുന്നവരെല്ലാം കുറവായിരിക്കണം. ലോ PCO2, ലോ H+ കോൺസെൻട്രേഷൻ ആൻഡ് ലോ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ pH എങ്ങനെയാണെന്ന് നിങ്ങൾ പറ. pH കൂടി നിൽക്കണോ, pH കുറഞ്ഞ് നിൽക്കണോ? കണ്ടീഷൻ ഞാൻ പറഞ്ഞേ. ആദ്യത്തെ ആൾ തന്നെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയേണ്ടത് ആൽവിയോളാർ സൈറ്റിൽ pH ഹൈ ആയിട്ട് നിൽക്കുമ്പോഴാണോ pH ലോ ആയിട്ട് നിൽക്കുമ്പോഴാണോ ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ നടക്കുക? യെസ്, പറഞ്ഞവരൊക്കെ ഇതുവരെ കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് H+ൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞേ? കുറവാണെന്നല്ലേ പറഞ്ഞേ? H+ൻ്റെ കോൺസെൻട്രേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ pH നേരെ കൂടുക എന്നതാണ്. അതായത് സാധാരണ ന്യൂട്രൽ pH അല്ലേ, 7 അല്ലേ. H+ കുറഞ്ഞാൽ ഈ pH താഴോട്ട് പോകും. അതായത് pH കുറയും. ഇനി H+ കുറയുവാണെങ്കിൽ, ഇവിടെ H+ കൂടുവാണെങ്കിൽ pH നേരെ കുറയും. 1ലേക്കോ അങ്ങോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി H+ൻ്റെ കോൺസെൻട്രേഷൻ കുറയുവാണെങ്കിൽ ഈ pH നേരെ കൂടും. 7ൽ നിന്ന് പൊക്കത്തേക്ക് പോകും, ഹൈ pHലേക്ക് പോകും. അപ്പോൾ കണ്ടീഷൻ ഇത്രേ ഉള്ളൂ. ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ നടക്കണമെങ്കിൽ ഹൈ PO2, ഹൈ pH. ബാക്കി പറയാൻ പോകുന്നവരെല്ലാം ലോ ആയിരിക്കണം. ലോ PCO2, ലോ H+, ലോ ടെമ്പറേച്ചർ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത്, നിങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഹൈ PO2, ലോ PCO2, ലോ H+ കോൺസെൻട്രേഷൻ, ലോ ടെമ്പറേച്ചർ. പറഞ്ഞവരെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗുഡ്. ഇനി
ഒന്നാമത്തെ ഓപ്ഷനിൽ എവിടെ തെറ്റ് വന്നു? ഹൈ PCO2 വേണ്ട, ഹൈ H+ വേണ്ട, ഹൈ ടെമ്പറേച്ചർ വേണ്ട. രണ്ടാമത്തെ ഓപ്ഷനിൽ എവിടെ തെറ്റ് വന്നു? ആദ്യം തന്നെ തെറ്റാ, ലോ PO2 അല്ല, ഹൈ PO2 വേണം വരാൻ അല്ലേ. ആൻഡ് നാലാമത്തെ ഓപ്ഷനിലും അത് തന്നെയാണ് പ്രശ്നം വന്നേ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following respiratory volume represents the amount of air that remains in the lungs even after a maximal forceful expiration? ഇതിന് നിങ്ങൾ ആൻസർ പറയണം. കാരണം ഞാൻ ഇതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു തന്നതാണ് കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ. അപ്പോൾ ഒന്ന് ഡെഫിനേഷൻ തന്നേ, എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് ആൻസർ ഏതാ വന്നിരിക്കുന്നത്? ഡെഫിനേഷനൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇത്രേ ഉള്ളൂ. എമൗണ്ട് ഓഫ് എയർ ദാറ്റ് റിമൈൻസ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എല്ലാവരും. അപ്പോൾ എന്തായിരിക്കും? ഒരു ഫോഴ്സിബിൾ ആയിട്ടുള്ള എക്സ്പിരേഷൻ നടത്തിക്കഴിഞ്ഞും നമ്മുടെ ലങ്സിൽ റിമൈൻ ചെയ്യുന്ന ആ മിച്ചം വോളിയം ഓഫ് എയറിനെ ഒന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഏതേ വരുള്ളൂ? റെസ്യൂഡിയൽ വോളിയം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയട്ടെ. വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ, അതാരാന്ന് പറയാമോ? വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. സാധാരണ ഒരു ശ്വാസം വിട്ടതിന് ശേഷം നമ്മുടെ ലങ്സിൽ മിച്ചം കിടക്കുന്ന ആ വോളിയം ഓഫ് എയറിനെ എന്ത് പേര് വിളിക്കണം? ഒരാൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാനിവിടെ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ നടത്തിയിട്ടില്ല, ഞാൻ സാധാരണ ഒരു ശ്വാസമേ വിട്ടിട്ടുള്ളൂ. എന്നിട്ട് എൻ്റെ ലങ്സിൽ മിച്ചം കിടക്കുന്ന വോളിയം ഓഫ് എയറിനെയാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ സാധാരണ ഒരു എക്സ്പിരേഷൻ നടത്തി. അപ്പം സാധാരണ എക്സ്പിരേഷൻ നടത്തി കഴിഞ്ഞാൽ എൻ്റെ ടൈഡൽ വോളിയം 500 ml പുറത്ത് പോയേ. പക്ഷെ ഞാനൊരു ഫോഴ്സിബിൾ എക്സ്പിരേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു വോളിയം ഓഫ് എയറും കൂടെ പുറത്തേക്ക് പോകും, അഡീഷണൽ വോളിയം, ERV എന്ന് പറയും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഫോഴ്സിബിൾ അല്ല നടത്തിയത്, നോർമലാണ് നടത്തിയത്. അപ്പോൾ ഇനി ചോദ്യം ഇത്രേ ഉള്ളൂ, ആ നോർമൽ എക്സ്പിരേഷൻ നടത്തി കഴിഞ്ഞാൽ ലങ്സിൽ മിച്ചം കിടക്കുന്ന വോളിയം ഓഫ് എയർ. അപ്പം എന്തായാലും ലങ്സിൽ RV മിച്ചമുണ്ട്, അത് പിന്നെ ഒരിക്കലും പോവില്ല. പിന്നെ ഇവിടെ പുറത്ത് പോവാതെ മിച്ചം ഇപ്പം കിടക്കുന്ന ഒരാളും കൂടെ ഉണ്ട്, ERV ഉണ്ട്. അപ്പം RV + ERV, ആ മിച്ചം കിട്ടുന്ന വാല്യൂവിനെ നിങ്ങൾ വിളിക്കേണ്ട പേരെന്താ? FRC എന്നാണ് കേട്ടോ. യെസ്, കറക്റ്റ് ആണ്. അപ്പം നമുക്ക് FRCനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. ഇനി വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സിബിൾ എന്നൊരു ടേം വന്നിട്ടുണ്ടെങ്കിൽ നേരെ എങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചോണം? RVയിലേക്ക്. കാരണം ഫോഴ്സിബിളും കൂടെ നടത്തിക്കഴിഞ്ഞാൽ ഈ ERVയും കൂടെ പുറത്തു പോകും. പിന്നെ മിച്ചം ലങ്സിൽ ഈ RV മാത്രമേ മിച്ചം കിടക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ വേണം പഠിക്കാനായിട്ട്. സോ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാക്സിമം എക്സ്പിരേഷൻ നമ്മൾ നടത്തിയേ, എന്നിട്ട് ലങ്സിൽ മിച്ചം കിടക്കുന്ന വോളിയം ഓഫ് എയറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഷുഡ് ബി റെസ്യൂഡിയൽ വോളിയം. ആൻസർ ഓപ്ഷൻ 4 ആണ്. എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു പെർഫോം എ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ ഫോളോയിങ് എ നോർമൽ എക്സ്പിരേഷൻ. വിച്ച് ലങ് വോളിയം represents the additional amount of air they can respire? ഒന്ന് വായിച്ചിട്ട് ആൻസർ പറഞ്ഞേ. നമ്മൾ പഠിച്ച വോളിയൂംസ് തന്നെയാണ്, നമ്മളിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത വോളിയൂംസ് തന്നെയാണ്. നേരിട്ട് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു നോർമൽ എക്സ്പിരേഷൻ നടത്തി, പിന്നെ ഒരു ഫോഴ്സിബിൾ എക്സ്പിരേഷനും കൂടെ നടത്താൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പുറത്തേക്ക് പോയ അഡീഷണൽ വോളിയം ഓഫ് എയറിൻ്റെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ തിയറി പാർട്ട് നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ റെസ്പിറേറ്ററി വോളിയം, ലങ് കപ്പാസിറ്റീസ് ഒന്നും അത്ര പാടുള്ളൊരു ഏരിയ അല്ലേ. നമുക്കതിൻ്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊരു ലാംഗ്വേജിലും നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയാൽ മാത്രം മതി. കാണാപ്പാടം പഠിക്കുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടാവുക. സോ മീനിങ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആ പോർഷനിൽ നിന്ന് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഈവൻ അതിൻ്റെ ഇക്വേഷൻസ് പോലും നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ട, നിങ്ങൾക്ക് ആ തിയറി അറിയാമെങ്കിൽ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്രേ ഉള്ളൂ, ഒരു സാധാരണ നോർമൽ എക്സ്പിരേഷൻ നടത്തി. ആ നോർമൽ എക്സ്പിരേഷൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അയാളോട് ഒരു ഫോഴ്സിബിൾ എക്സ്പിരേഷനും കൂടെ നടത്താൻ പറഞ്ഞു. സാധാരണ ഒരു ശ്വാസം വിട്ടു, പിന്നെ കുറച്ച് ഫോഴ്സിബിൾ നടത്താൻ പറഞ്ഞു. ആ ഫോഴ്സിബിളിൻ്റെ സമയത്ത് ഒരു അഡീഷണൽ വോളിയം ഓഫ് എയർ പുറത്തുപോയി.
ആ അഡീഷണൽ വോളിയം ഓഫ് എയറിനെ വിളിക്കേണ്ട പേര് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? എക്സ്പിരേറ്ററി റിസർവ് വോളിയം. ഓപ്ഷൻ 4 ആണ് ആൻസർ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാവേ. അപ്പോൾ ലോക്കോമോഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ആസ് എ ടു ഇ ഇൻ ദ ഗിവൺ ഫിഗർ ഓഫ് എ വെർട്ടിബ്രൽ കോളം ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഒന്ന് കറക്റ്റ് ഓപ്ഷൻ ഒന്ന് കണ്ടുപിടിച്ചേ. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കണം. ഏതായിരിക്കാം? കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കറക്റ്റ് ആൻസർ പറഞ്ഞവർ ഒരു കാര്യം കൂടെ പറയണം. വെർട്ടിബ്രൽ കോളത്തിൽ ടോട്ടൽ എത്ര വെർട്ടിബ്രേ ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിബ്രേ ഇൻ എ വെർട്ടിബ്രൽ കോളം. എത്ര വെർട്ടിബ്രേ ആണ് വെർട്ടിബ്രൽ കോളത്തിൽ വരുന്നതെന്ന്. യെസ്, കറക്റ്റ്. യെസ്. ഇപ്പം നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലെ ഓരോ ഇൻഡിവിജ്വൽ ബോണിനെ നിങ്ങൾ വിളിക്കേണ്ട പേരാണ് വെർട്ടിബ്രേ എന്ന് പറയുന്നത്. അപ്പം സാധാരണ ഒരു ഹ്യൂമൻ അഡൽട്ടിൻ്റെ കേസിൽ വെർട്ടിബ്രൽ കോളത്തിൽ 26 വെർട്ടിബ്രേ ആണ് ഉണ്ടാവുക. ഈ 26 വെർട്ടിബ്രേനെ 5 ടൈപ്പായിട്ട് 5 ടൈപ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ ഫസ്റ്റ് വെർട്ടിബ്രേ, അതായത് ഫസ്റ്റ് ടൈപ്പിനെയാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈപ്പ് നിങ്ങളുടെ ഈ കഴുത്തിൻ്റെ പുറകിലായിട്ട് വരും. ഡോർസൽ ടു ദി നെക്കാണ്. അവിടെ നിങ്ങൾക്ക് 7 വെർട്ടിബ്രേ ഉണ്ട്. ആ 7 വെർട്ടിബ്രയുടെ കാറ്റഗറീനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേര് സെർവിക്കൽ വെർട്ടിബ്രേ എന്നാണ് കേട്ടോ. അപ്പം എ റെപ്രസെന്റ് സെർവിക്കൽ വെർട്ടിബ്രയാണ്. ഈ സെർവിക്കൽ വെർട്ടിബ്രയിൽ തന്നെ ആദ്യത്തെ ഒരു വെർട്ടിബ്രേ ഉണ്ട്, ഫസ്റ്റ് വെർട്ടിബ്രേ. അതുപോലെ സെക്കൻഡ് വെർട്ടിബ്രേ ഉണ്ട്. ഇവർക്ക് രണ്ടുപേരും നമ്മൾ പേര് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വെർട്ടിബ്രയുടെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യാമോ? എന്താണ് ഫസ്റ്റ് വെർട്ടിബ്രയുടെ പേര്? 7 സെർവിക്കൽ ഉണ്ട്. ഫസ്റ്റ് വെർട്ടിബ്രയുടെ പേര് എന്തായിരിക്കും? ഫസ്റ്റ് ആണേ. ഫസ്റ്റ് വെർട്ടിബ്രയുടെ പേര് അറ്റ്ലസ് എന്നാണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. കറക്റ്റ് ആണ്. സെക്കൻഡ് വെർട്ടിബ്രയുടെ പേര് ആക്സിസ് എന്നുമാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് ഓർത്തിരിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മോസ്റ്റ് ഓഫ് ദി മാമൽസ് ഹാവ് 7 സെർവിക്കൽ വെർട്ടിബ്രേ. അതായത് എല്ലാ മാമലിനും 7 സെർവിക്കൽ വെർട്ടിബ്രേ ഇല്ല. ഹ്യൂമൻ ഉൾപ്പെടെയുള്ള മജോറിറ്റി മാമൽസിലും 7 സെർവിക്കൽ വെർട്ടിബ്രേ ആണുള്ളത്. എന്നാൽ സ്ലോത്ത് പോലെയുള്ള ചില മാമലിൻ്റെ കേസിൽ 7 ഇല്ല, 7-നേക്കാളും കുറവാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നീറ്റിന് ചോദിക്കാം, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം, ഓൾ മാമൽസ് പൊസസ് 7 സെർവിക്കൽ വെർട്ടിബ്രേ. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? കാരണം NCERT തന്നെ പറഞ്ഞിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദി, മജോറിറ്റി എന്നാണ് അവിടെ മീനിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ പോയിന്റ് അവിടെ ഓർക്കുക. ഇനി അടുത്തത് ബി. ഇപ്പം നമ്മൾ ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ പറഞ്ഞു 7 സെർവിക്കൽ വെർട്ടിബ്രേ വന്നു, അതായത് 7 ബോണുകൾ. ഇനി അടുത്തത് ഈ തൊറാക്സ് ആണേ. തൊറാക്സിൻ്റെ ഇവിടെ 12 ബോണുകളാണ് കാണപ്പെടുക. T1 തൊട്ട് T12 വരെ അവരെ മാർക്ക് ചെയ്യാം. അപ്പോൾ T എന്തായിരിക്കും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? തൊറാക്സിൻ്റെ പുറകിലല്ലേ. അപ്പോൾ അത് പേരെന്തായിരിക്കും? ആ ടൈപ്പിനെ നിങ്ങൾ വിളിക്കേണ്ട പേര് തൊറാസിക് വെർട്ടിബ്രേ എന്നാണ്. തൊറാസിക് വെർട്ടിബ്രേ എന്നാണ് ടൈപ്പിൻ്റെ പേര്. ഇനി അടുത്തത് ഈ അബ്ഡോമൻ്റെ പുറകിലായിട്ടേ ഒരു 5 ബോൺ വരും. L1 തൊട്ട് L5 വരെ. അവരുടെ പേരെന്താ പറയുക? ലംബാർ വെർട്ടിബ്രേ എന്ന് പറയണം. ഇനി അടുത്തത് നമ്മുടെ ഈ പെൽവിക് ഗേർഡിലൊക്കെ വന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഒരു ട്രയാങ്കുലർ ഷേപ്പിലൊരു ബോൺ ഉണ്ട് ഹിപ്പിൻ്റെ അവിടെ ആയിട്ട്. അവരെ വിളിക്കുന്ന പേരെന്തുവാ? സാക്രം എന്നാണേ. ആൻഡ് ഈ സാക്രം കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയൊരു ട്രയാങ്കുലർ ഷേപ്പിലൊരു സിംഗിൾ ബോൺ ഉണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേര് കോക്സിസ്. അപ്പം ലംബാർ 5, തൊറാസിക് 12, സെർവിക്കൽ 7. അങ്ങനെയാണെങ്കിൽ സാക്രോം കോക്സിസ് എത്രയാണെന്ന് പറഞ്ഞേ? സാക്രോം കോക്സിസ് 1. സാക്രത്തിൽ എത്ര ബോണാണ് വരിക? 1 ഈച്ച്. കറക്റ്റാ. പക്ഷേ അതൊരു അഡൽറ്റിൻ്റെ കേസിൽ ഈ സാക്രത്തിനെ നിങ്ങൾക്കൊരു ഫ്യൂസ്ഡ് വെർട്ടിബ്രേ എന്ന് വിളിക്കാം, കോക്സിസിനെ നിങ്ങളൊരു ഫ്യൂസ്ഡ് വെർട്ടിബ്രേ എന്ന് വിളിച്ചോ. എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? ഒരു അഡൽറ്റിൻ്റെ കേസിൽ സാക്രം ഫ്യൂസ്ഡ് വെർട്ടിബ്രേ ആണ്, കോക്സിസ് ഫ്യൂസ്ഡ് വെർട്ടിബ്രേ ആണ്. എന്തുകൊണ്ട് അവരെ ഫ്യൂസ്ഡ് എന്ന് വിളിച്ചു? ഏത് സമയത്താണ് 5ഉം 4ഉം കാണുക? എംബ്രിയോണിക് സ്റ്റേജിൽ. എംബ്രിയോണിക് സ്റ്റേജിൽ അല്ലെ ചൈൽഡ്ഹുഡ് പീരീഡിൽ 5 ബോൺ ആണ് സാക്രം, അതായത് 5 ബോൺ ആയിട്ട് കാണും. അതുപോലെ തന്നെ കോക്സിസ് 4 കോക്സിജൽ ബോൺ ആയിട്ട് കാണും. പിന്നെ അതിനുശേഷം ഈ 5 ബോണുകൾ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ബോൺ ആയിട്ട് മാറും. അപ്പോൾ 5 ബോണുകളുടെ ഫ്യൂഷൻ നടന്നിട്ട് ഒരു സിംഗിൾ വെർട്ടിബ്രേ ഉണ്ടായതുകൊണ്ട് സാക്രം ഈസ് ഫ്യൂസ്ഡ് വെർട്ടിബ്രേ.
4 കോക്സിജൽ ബോണുകൾ ഫ്യൂസ് ചെയ്തൊരു സിംഗിൾ ബോൺ ആയതുകൊണ്ട് കോക്സിസ് ഒരു ഫ്യൂസ്ഡ് വെർട്ടിബ്ര കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പം നമുക്കിവിടെ ആൻസർ വരുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കറക്റ്റ് ഓപ്ഷൻ വരേണ്ടത് 2 എന്നാണ് കേട്ടോ. സെർവിക്കൽ വെർട്ടിബ്രെ, തൊറാസിക് വെർട്ടിബ്രെ, ലംബാർ വെർട്ടിബ്രെ, സാക്രം, കോക്സിസ്. ഒന്നാമത്തേൽ എന്താ മിസ്റ്റേക്ക് വന്നേ? എ തൊറാസിക് വെർട്ടിബ്രെ അല്ല, എ സെർവിക്കൽ എന്ന് വരണം. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. രണ്ടാമത്തേൽ എന്താ തെറ്റ് വന്നേ? രണ്ടാമത്തെ കറക്റ്റ് ഓപ്ഷനാണ്. മൂന്നാമത്തേൽ എന്താ തെറ്റ് വന്നേ? സെർവിക്കൽ, തൊറാസിക്, ലംബാർ. സാക്രം എന്നാണ് വരേണ്ടത്, കാരണം ഡി സാക്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന കോക്സിസ് എന്ന്. നാലാമത്തേൽ പ്രശ്നം വന്നിരിക്കുന്നത് തൊറാസിക്കിന് പകരം ലംബാർ എന്ന് വന്നു. സോ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻ 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. അസർഷൻ. False ribs are also called vertebrochondral ribs. Reason, they do not attach to the sternum directly. Instead, they connect indirectly through the costal cartilages of 7th rib. ഈ അസർഷനും റീസണും ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒന്ന് ആൻസർ ചെയ്തേ. ഓപ്ഷൻ ഏത് വരുമെന്ന് പറഞ്ഞേ. അസർഷൻ കറക്റ്റായിട്ട് വായിക്കുക, റീസൺ കറക്റ്റായിട്ട് വായിക്കുക. അസർഷനും റീസണും കറക്റ്റാണോ, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് നോക്കുക കേട്ടോ. ഈ അസർഷനും റീസണും വരുമ്പോൾ ചാടി കയറി ആൻസർ പറയല്ലേ. എന്താണ് അസർഷൻ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. ആ സ്റ്റേറ്റ് ചെയ്ത കാര്യത്തിന് ശരിയായിട്ടുള്ളൊരു റീസൺ ആണോ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കുക. അസർഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫോൾസ് റിബിനെ നിങ്ങൾക്ക് എന്തെന്നും വിളിക്കാം? വെർട്ടിബ്രോകോൺട്രൽ റിബ് എന്നും വിളിക്കാം. ഇനി എന്തുകൊണ്ട് വെർട്ടിബ്രോകോൺട്രൽ റിബ് എന്ന് വിളിച്ചു എന്ന് വേണം റീസണിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ റീസൺ കൊടുത്തിരിക്കുന്നത് എന്താ? ദേ ഡു നോട്ട് അറ്റാച്ച് ടു ദ സ്റ്റേണം ഡയറക്ട്ലി. ഇൻസ്റ്റഡ് ദേ കണക്ട് ഇൻഡയറക്ട്ലി ത്രൂ ദ കോസ്റ്റൽ കാർട്ടിലേജ് ഓഫ് 7th rib. ശരിക്കും ഇത് ഫോൾസ് റിബ് എന്ന് വിളിക്കാനുള്ള റീസൺ അല്ലേ പറഞ്ഞിരിക്കുന്നത്? അല്ലേ? ഫോൾസ് റിബ് എന്ന് പറയാൻ കാരണം എന്താ? അവർക്ക് സ്റ്റേണോ ആയിട്ട് 8, 9, 10 പേരാണ് ഈ ഫോൾസ് റിബ്. അവർക്ക് സ്റ്റേണോ ആയിട്ട് ഒരു ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് ഇല്ല. പക്ഷേ സ്റ്റേണോ ആയിട്ട് അവർക്കൊരു ഇൻഡയറക്റ്റ് അറ്റാച്ച്മെന്റ് ഉണ്ട്. 7th റിബിന്റെ കാർട്ടിലേജ് വഴി അവർ ഫ്യൂസ് ചെയ്ത് സ്റ്റേണോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളോട് അസർഷൻ പറഞ്ഞിരിക്കുന്നത് വെർട്ടിബ്രോകോൺട്രൽ റിബിനെ അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. വെർട്ടിബ്രോ എന്ന് പറയാൻ കാരണം എന്താ? ഇവർക്ക് ഡോർസലി വെർട്ടിബ്രൽ കോളായിട്ട് കണക്ഷൻ ഉണ്ട്. ഇനി കോൺട്രൽ എന്ന് പറയാൻ കാരണം എന്താ? വെൻട്രലി സ്റ്റേണോ ആയിട്ട് കാർട്ടിലേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, കാർട്ടിലേജ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ റീസൺ ഇവിടെ അസർഷനും കറക്റ്റാ, റീസണും കറക്റ്റാ. പക്ഷെ റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. -5 അടിച്ചോ? അസർഷനും റീസണും കറക്റ്റാണ്. ആ അസർഷൻ എന്ത് സ്റ്റേറ്റ് ചെയ്തു അത് വേണം റീസൺ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ അസർഷൻ പറഞ്ഞിരിക്കുന്നത് ഫോൾസ് റിബിനെ നിങ്ങൾക്ക് വെർട്ടിബ്രോകോൺട്രൽ റിബ് എന്ന് വിളിക്കാം. എന്തുകൊണ്ട്? കാരണം അവർക്ക് ഡോർസലി വെർട്ടിബ്രൽ കോളമായിട്ടും വെൻട്രലി സ്റ്റേണവുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ പേര് വിളിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വെൻട്രലി സ്റ്റേണവുമായിട്ട് 7th റിബിന്റെ കാർട്ടിലേജ് വഴി കണക്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാലും റീസൺ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാം. സോ നമുക്കിവിടെ ആൻസർ ഓപ്ഷൻ 2 എന്നേ പറയത്തുള്ളൂ കേട്ടോ. ബോത്ത് അസർഷൻ റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ എന്നാണ്. സാരമില്ല, ഇനി അടുത്തത് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മാച്ച് പെയേഴ്സ് ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഏതാണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് നോക്കിക്കേ. മയോഗ്ലോബിൻ, റെഡ് കളേർഡ് പിഗ്മെന്റ് ദാറ്റ് സ്റ്റോഴ്സ് ഓക്സിജൻ ഇൻ മസിൽ, കറക്റ്റ് അല്ലേ? അപ്പോൾ ഒന്നാമത്തത് കറക്റ്റ് ആണ്. അസറ്റൈൽ കൊളൈൻ ബൈൻസ് വിത്ത് റിസപ്റ്റേഴ്സ് ഓൺ സാർക്കോലെമ്മ ആൻഡ് ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ, കറക്റ്റ് അല്ലേ? മസിൽ കൺട്രാക്ഷൻ ഇനീഷ്യേറ്റഡ് ബൈ സിഗ്നൽസ് സെൻഡ് ബൈ ദി CNS വയ സെൻസറി ന്യൂറോൺ, അത് തെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയേ. ആൻസർ ഓപ്ഷൻ 3 ആ. ഇനി ഇവിടെ എന്നതാ തെറ്റ് വന്നതെന്ന് പറയാമോ? എന്തായിരിക്കും തെറ്റ്? നമുക്ക് സ്കിന്ന് പോലെയുള്ള സെൻസ് ഓർഗൻസിൽ ഉണ്ടാകുന്ന ഇമ്പൾസുകളെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ന്യൂറോണുകളെ നിങ്ങൾ വിളിക്കേണ്ട പേരാണ് സെൻസറി ന്യൂറോൺ. ഇനി അതേസമയം ഈ CNSൽ നിന്ന് മസിൽസിലേക്ക് ഇമ്പൾസ് കൊടുക്കേണ്ട ന്യൂറോണിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേര്
മോട്ടോർ ന്യൂറോൺ എന്നാണ് കേട്ടോ. അപ്പം ഇവിടെ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? മസിൽ കൺട്രാക്ഷൻ ഇനീഷ്യേറ്റഡ് ബൈ സിഗ്നൽസ് സെൻഡ് ബൈ ദി CNS. ആ സിഗ്നൽ എങ്ങോട്ടേക്കാണ് സെൻഡ് ചെയ്യുന്നത്? മസിലിലേക്ക് ഇമ്പൾസ് സെൻഡ് ചെയ്യുന്ന ആര് വഴിയാ? മോട്ടോർ ന്യൂറോൺ വഴി കേട്ടോ. അപ്പം നമ്മൾ വായിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ള് പ്രോപ്പറായിട്ട് വായിക്കുക. ഇവിടെ കണ്ടോ, ഇപ്പോൾ ഒറ്റ ഒരു ടേമേ മാറിപ്പോയിട്ടുള്ളൂ, സെൻസറി എന്ന് വന്നതാണ് അവിടെ തെറ്റ് വന്നത്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ 3 ആണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജംഗ്ഷൻ ബിറ്റ്വീൻ മോട്ടോർ ന്യൂറോൺ ആൻഡ് സാർക്കോലെമ്മ ഓഫ് മസിൽ ഫൈബർ. കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If Ca2+ is suddenly removed from cytoplasm of a contracting muscle fiber, the immediate effect will be. ആൻസർ പറ. അതായത് മസിൽ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് കാൽഷ്യത്തിനെ പെട്ടെന്ന് എടുത്ത് മാറ്റി, ആ എടുത്തു മാറ്റുമ്പോൾ മസിലിനുണ്ടാവുന്ന ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്, ആദ്യത്തെ ഇഫക്റ്റ് എന്താണെന്ന് പറയാം. ഓപ്ഷൻസ് പറഞ്ഞ് ഏതായിരിക്കും ആൻസർ പറയാൻ പറ്റുക നമുക്ക്? കാൽഷ്യം പോയി കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടാവും എന്ന് ചിന്തിച്ചാൽ മതി. കറക്റ്റായിട്ട് ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ ആൻസർ പറ. കാൽഷ്യം പോയി കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടാവും? കറക്റ്റാണ്. പറഞ്ഞവരെല്ലാം ഇതുവരെ കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇൻക്രീസ്ഡ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ശരിയാവുമോ? കാൽഷ്യം വന്ന് ട്രോപ്പോനിൻ C എന്ന് പറയുന്ന സബ് യൂണിറ്റുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർ ട്രോപ്പോമയോസിനെയൊക്കെ മാറ്റി മാസ്കിംഗ് ഒക്കെ മാറ്റിക്കഴിഞ്ഞ് ഈ സൈറ്റുകൾ തുറക്കുമ്പോഴാണ് മയോസിന് ബൈൻഡ് ചെയ്ത് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യാൻ പറ്റുക. അപ്പം കാൽഷ്യം പോയി കഴിഞ്ഞാൽ ട്രോപ്പോനിൻ സിയുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ആളില്ലാതെ വരും. ട്രോപ്പോനിൻ സിക്ക് മാസ്കിങ് മാറ്റാൻ പറ്റില്ല. ഈ സൈറ്റിൽ നിന്ന് മാറിപ്പോയ ട്രോപ്പോമയോസിൻ പിന്നെയും സൈറ്റിൽ കയറിയിരിക്കും, പിന്നെയും മാസ്കിങ് നടക്കും. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ട്രോപ്പോമയോസിൻ ബ്ലോക്കിംഗ് ആക്റ്റീവ് സൈറ്റ് ഫോർ മയോസിൻ എന്നാണ് കേട്ടോ. ആൻസർ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആ തിയറിയൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലായെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചാലോ. വൈറ്റ് മസിൽ ഫൈബേഴ്സ് ഫറ്റീഗ് ക്വിക്ക്ലി ബിക്കോസ് ദേ. എന്തുകൊണ്ട് വൈറ്റ് മസിൽ ഫൈബേഴ്സ് പെട്ടെന്ന് ഫറ്റീഗ് ആവുന്നു? റീസൺ പറഞ്ഞാൽ മതി. ലാക്ക് ആക്റ്റിൻ, ഹാവ് ലോ മയോഗ്ലോബിൻ ആൻഡ് ഫ്യൂവർ മൈറ്റോകോൺട്രിയ, ഡു നോട്ട് കണ്ടെയ്ൻ ATP, ലാക്ക് തിക് ഫിലമെന്റ്സ്. എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ട് അവർ പെട്ടെന്ന് ഫറ്റീഗ് ആവുന്നു? അപ്പോൾ ഇതിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ട് ഇവർ പെട്ടെന്ന് ഫറ്റീഗ് ആവുന്നതെന്നൊക്കെ. എന്ത് കാരണം കൊണ്ടാണെന്ന് പറഞ്ഞാൽ മതിയേ. അപ്പോൾ ആൻസർ ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റായിട്ട് തരുന്നുണ്ട്. എന്തായിരിക്കും ഇവരുടെ പ്രശ്നം? ഇവർക്ക് മയോഗ്ലോബിൻ കുറവാണ്, ഓക്സിജൻ സ്റ്റോറേജ് കുറവാണ്, അതുപോലെ ATP പ്രൊഡക്ഷനും കുറവാണ്. അതുകൊണ്ട് ഓക്സിജൻ കുറയുമ്പോഴേ അല്ലെങ്കിൽ ഓക്സിജൻ തീരുമ്പോഴേ അവർ അനേറോബിക് റെസ്പിറേഷൻ നടത്തും. അനേറോബിക് റെസ്പിറേഷൻ നടത്തുമ്പോൾ പതുക്കെ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും. ആ ലാക്റ്റിക് ആസിഡിൻ്റെ അക്യുമുലേഷൻ കാരണം അവർ ഫറ്റീഗ് ആവുകയാണ് കേട്ടോ. സോ ആൻസർ പറഞ്ഞവരും എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കീപ് ഗോയിങ്, അങ്ങനെ തന്നെ പോവുക. സോ ആൻസർ ഓപ്ഷൻ 2 ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നോക്കിക്കോ. കൺസിഡർ ദ ഫോളോയിങ് പാർഷ്യൽ പ്രഷർ ഇൻ mmHg. ലൊക്കേഷൻ തന്നിട്ടുണ്ട്. പിന്നെ PO2 PCO2 ആണ് കേട്ടോ. ആൽവിയോളയിൽ PO2 104 PCO2 40. ഡിയോക്സിനേറ്റഡ് ബ്ലഡിൽ PO2 40 PCO2 45. ഇനി ഇത് വെച്ചിട്ട് തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റായിട്ട് വരുന്നതെന്നാണ് നമുക്ക് പറയേണ്ടത്. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് ECGയുടെ ഫുൾ ഫോം കേട്ടോ. പുതിയ NCERTയിൽ കറക്ഷൻ വരുത്തിയിട്ടുണ്ട്. ECG ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞേ. ഓക്സിജൻ ഡിഫ്യൂസസ് ഫ്രം ആൽവിയോളെ ഇൻ ടു ബ്ലഡ് ഡ്യൂ ടു ഹൈ PO2 ഇൻ ആൽവിയോളെ. കറക്റ്റ് അല്ലേ? PO2 കൂടി നിൽക്കുന്നതുകൊണ്ടാണ് ഓക്സിജൻ ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നത്. കറക്റ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസസ് ഇൻ ടു ആൽവിയോളെ ബിക്കോസ് ഇറ്റ്സ് സൊല്യൂബിലിറ്റി ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് O2. ആണോ? നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ? ഈ കാർബൺ ഡൈ ഓക്സൈഡിന് ഓക്സിജനേക്കാളും 20 to 25 ടൈംസ് മോർ സൊല്യൂബിലിറ്റി ഉണ്ടെന്നാണ് അല്ലേ? അപ്പോൾ അത് തെറ്റിയേ. ഇനി നോക്കിക്കേ. അപ്പോൾ B തെറ്റി. ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഇൻക്ലൂഡ്സ് ആൽവിയോളാർ എപ്പിത്തീലിയം, ബേസ്മെന്റ് മെംബ്രെയിൻ ആൻഡ് ക്യാപ്പിലാർ എൻഡോത്തീലിയം. കറക്റ്റ് അല്ലേ? ഓക്കെ. ഇനി ദ തിക്നെസ് ഓഫ് റെസ്പിറേറ്ററി മെംബ്രെയിൻ ഈസ് മോർ ദാൻ 1 millimeter. അങ്ങനെയാണോ? തിക്നെസ് കൂടിയ ഡിഫ്യൂഷൻ നടക്കത്തില്ല. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1 millimeter എന്നാണ്. അപ്പോൾ ഡിയും തെറ്റിയേ.
അപ്പം നമുക്കിവിടെ കറക്റ്റ് വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, എയും സിയും ആണ് കറക്റ്റ് വരേണ്ടത്. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞവരെല്ലാം കറക്റ്റായിട്ട് തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ഡ്യൂറിങ് ഇൻസ്പിരേഷൻ പറഞ്ഞേ ദ ഫോളോയിങ് ഇവന്റ് ഒക്കർ. ഏതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന ഇവന്റുകൾ കേട്ടോ. ഇൻസ്പിരേഷൻ്റെ സമയം എന്താണ് കറക്റ്റായിട്ട് നടക്കുന്ന ഇവന്റുകൾ? ഫുള്ള് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കണം, എന്നിട്ട് വേണം ആൻസർ പറയാനേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഡയഫ്രം കൺട്രാക്ട്, കറക്റ്റ്, പക്ഷെ അതുകൊണ്ട് നിർത്തരുത്. ആൻഡ് ബിക്കംസ് ഡോം ഷേപ്ഡ് ആണോ? ഡയഫ്രം റിലാക്സ് ചെയ്യുമ്പോഴാണ് ഡോം ഷേപ്ഡ്. ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ അത് ഫ്ലാറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ ഇതേ തെറ്റിയേ. ഇൻട്രാ പൾമിനറി പ്രഷർ ഫോൾസ് ബിലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അത് കറക്റ്റാണ്. കാരണം ലങ്സിൻ്റെ അകത്തുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിനെക്കാളും കുറഞ്ഞു നിന്നാൽ മാത്രമേ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് എയർ കയറത്തുള്ളൂ. സോ അത് കറക്റ്റ്. ഇൻട്രാ പ്ലൂറൽ പ്രഷർ ബിക്കംസ് മോർ നെഗറ്റീവ്, അതും കറക്റ്റാണ്. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ കൺട്രാക്ട് കോസിങ് ദ സ്റ്റേണം ടു മൂവ് ഔട്ട്വേർഡ്, അതും കറക്റ്റ് അല്ലേ? സോ വിച്ച് കോമ്പിനേഷൻ ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ 1 ആണ് കേട്ടോ. ബിയും സിയും ഡിയും ആണ് കറക്റ്റായിട്ട് വരുന്നത്. തെറ്റിപ്പോയവർ ഒന്ന് നോക്കണം കേട്ടോ. ആൻസർ നമുക്കിവിടെ ഓപ്ഷൻ 1 ആണ് വരിക. ബി കറക്റ്റാണ്, സി കറക്റ്റാണ്, ഡി കറക്റ്റാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് കറക്റ്റായിട്ടൊന്ന് നോക്കാവേ. എ മാച്ച് ചെയ്യണം, ബി മാച്ച് ചെയ്യണം, സി മാച്ച് ചെയ്യണം, ഡി മാച്ച് ചെയ്യണം. എർത്ത് നമുക്ക് ആരുമായിട്ട് മാച്ച് ചെയ്യാം? മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ. ഇൻസെക്റ്റ് ട്രക്കിയൽ ട്യൂബ്സ് അല്ലേ? ഫിഷിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്താ? ഗിൽസ് ആണ്. ഫ്രോഗ് അഡൽട്ട് എന്ന് പറയുമ്പം അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്തായിരിക്കും? ലങ്സാ. അപ്പോൾ A3 വരണം, B1 വരണം, C2 വരണം, D4 വരണം. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്നാമത്തെ ഓപ്ഷനാണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താ? ഗിൽസ് വഴിയുള്ള റെസ്പിറേഷനെ നമുക്ക് ജനറലി വിളിക്കാൻ പറ്റുന്ന ടേം ആണ് ഈ ബ്രാങ്കിയൽ റെസ്പിറേഷനെ. അപ്പോൾ ഫിഷ് ഗിൽസ് വഴിയല്ലേ റെസ്പയർ ചെയ്യുന്നത്, അപ്പോൾ ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്ന് നിങ്ങൾ വിളിച്ചോ, കറക്റ്റാ. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താ? മോയിസ്റ്റ് സ്കിൻ ഉപയോഗിച്ച് റെസ്പയർ ചെയ്യുമ്പോൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ഫ്രോഗിൻ്റെ കേസിൽ ഹൈബർനേഷൻ, ഏസ്റ്റിവേഷൻ, അതുപോലെ വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ അവർ ക്യൂട്ടേനിയസ് റെസ്പിറേഷനാണ് പ്രിഫർ ചെയ്യുക. ഇനി ട്രക്കിയൽ റെസ്പിറേഷൻ ഇൻസെക്റ്റാ. ഇനി പൾമനറി റെസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ലങ്സ് ഉപയോഗിച്ച് നടത്തുന്ന റെസ്പിറേഷനെ നിങ്ങൾ പൾമനറി റെസ്പിറേഷൻ എന്ന് വിളിച്ചോ. എർത്ത് ക്യൂട്ടേനിയസ് റെസ്പിറേഷനാണ്. സോ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ് കേട്ടോ. അപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കറക്റ്റാണ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഇത് തീർക്കാമേ. അപ്പോൾ അതെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Given graph shows the amount of oxygen present in 4 blood samples, namely E, F, G and H, that have been taken at the same time from different blood vessels in the body. അപ്പോൾ ഗ്രാഫ് നോക്കിക്കോണം കേട്ടോ. ഈ സൈഡിൽ y ആക്സിസിൽ തന്നിരിക്കുന്ന എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ്. ഇനി ഈ എക്സ് ആക്സിസിൽ തന്നിരിക്കുന്ന പല സ്ഥലത്തു നിന്ന് എടുത്ത ബ്ലഡ് സാമ്പിൾസിൻ്റെ പേരാ E, F, G, H. അപ്പോൾ ഇയിൽ കുറച്ച് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഉണ്ട്, എഫിൽ വളരെ കുറവാണ്, ജിയിൽ ഒരുപാട് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ട്, എച്ചിൽ കമ്പാരിറ്റീവ്ലി മോഡറേറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജനും ഉണ്ട്. ഇനി ഈ ഗ്രാഫ് വെച്ചിട്ട് ഈ ഫിഗർ നോക്കണം. ദ ഡയഗ്രാം ഗിവൺ ബിലോ ഷോസ് ദ ബ്ലഡ് സർക്കുലേഷൻ ഇൻ അവർ ബോഡി. എന്നിട്ട് ചോദിച്ചിരിക്കുവാണേ വിച്ച് ബ്ലഡ് സാമ്പിൾ ഹാവ് ബീൻ മോസ്റ്റ് ലൈക്ലി ടേക്കൺ ഫ്രം പാർട്ട് പി ആൻഡ് ക്യൂ റെസ്പെക്റ്റീവ്ലി. അതായത് ഈ പിന്നും കുറച്ച് ബ്ലഡ് എടുത്തിട്ടുണ്ട്, ക്യൂന്നും കുറച്ച് ബ്ലഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് കൈൻഡ് ഓഫ്, അതായത് ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് ഏത് ബ്ലഡ് സാമ്പിളാണ് പിയിലും ക്യൂയിലും ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് അത് അറിയണമെങ്കിൽ ഇത് ഏത് ബ്ലഡ് വെസൽസ് ആണ് തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, പി കാണിച്ചിരിക്കുന്നതേ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലോട്ട് ഓക്സിജനേഷന് വേണ്ടി പോകുന്ന ബ്ലഡാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ പറയുന്നുണ്ടേ. അപ്പോൾ പി എന്ന് പറയുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡാ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിരിക്കുന്ന ബ്ലഡാ. അങ്ങനെയാണെങ്കിൽ പി റെപ്രസെന്റ് എന്തായിരിക്കും? ഓക്സിജന്റെ എമൗണ്ട് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ബ്ലഡാ, എഫ് ആയിരിക്കുമേ. ഇനി ക്യൂ നോക്കിക്കേ, ക്യൂ എന്ന് പറഞ്ഞാൽ
ഈ ഓക്സിജനേഷൻ ഒക്കെ കഴിഞ്ഞ് ബ്ലഡ് തിരിച്ച് ഹാർട്ടിലെത്തി. എന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ആ ബ്ലഡ് ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിനെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ക്യൂ എപ്പോഴും എന്തായിരിക്കും? മോർ ഓക്സിജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ഏത് വരും? ജി ആയിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നത് എഫും ജി എന്നുമാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ 3 വരുവേ. 4 എന്താ വരാത്തത്? നമ്മളോട് റെസ്പെക്റ്റീവ്ലി എന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം പി പറയണം, പിന്നെ ക്യൂ പറയണം. അപ്പം പിന്നെ നമുക്ക് ആൻസർ ഒറ്റ ഒരെണ്ണേ വരത്തുള്ളൂ. ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്നും ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടൈം പീരീഡിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ആൻസറും പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തെന്നും തോന്നുന്നു. ആൻഡ് നിങ്ങൾ നന്നായിട്ട് ഈ 2026 വരുന്ന നീറ്റ് എക്സാംസ് നന്നായിട്ട് എഴുതണം, നല്ല സ്കോർ കരസ്ഥമാക്കുക. ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.